നമസ്തേ, പുത്തപ്പള്ളിയിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം. ഞാൻ അനു സൂരജ്. ഞാൻ വീണ പ്രസാദ്. ഈ തങ്കേങ്കി രഥയാത്ര ഇന്നലെ ആരംഭിച്ചിരുന്നു. ഭക്തി നിർഭരമായ തുടക്കം, അത് വിവിധ ക്ഷേത്രങ്ങളിൽ സ്വീകരണം നൽകിയതൊക്കെ നമ്മൾ ഇന്നലെ തത്സമയം പ്രേക്ഷകരെ അറിയിക്കുകയായിരുന്നു. എന്തായാലും ഇന്നും ആ യാത്ര തുടരുകയാണ്. നമ്മൾ തത്സമയ ദൃശ്യങ്ങളും വിവരണങ്ങളും ഒക്കെ പ്രേക്ഷകർക്ക് മുൻപിലേക്ക് എത്തിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ മറ്റ് പ്രധാന വാർത്തകളും. ആദ്യം തലക്കെട്ടുകളിലേക്ക് എത്താം. മാസപ്പടി കേസിൽ SFI അന്വേഷണത്തിനെതിരായ CMR ഹർജി ഡൽഹി ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും. ഹർജിയിൽ കക്ഷി ചേരാനുള്ള ഷോൺ ജോർജിന്റെ അപേക്ഷയിലും വാദം കേൾക്കും. മുനമ്പത്തെ ഭൂമിയിൽ വഖഫ് വാദം പൊളിയുന്നു. വസ്തുക്കൾ സംബന്ധിച്ച രേഖകളൊന്നും ബോർഡിന്റെ കൈവശമില്ല. വിവരാവകാശ രേഖ ജനം ടിവിക്ക്. ബ്രസീലിൽ ചെറുവിമാനം തകർന്ന് 10 പേർ മരിച്ചു, നിരവധി പേർക്ക് പരിക്ക്. അപകടം കെട്ടിടങ്ങളിൽ കൂട്ടിയിടിച്ച്. ക്രിസ്മസ് ആഘോഷങ്ങളിൽ പങ്കുചേരാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഡൽഹി CBCI ആസ്ഥാനത്ത് ചടങ്ങുകളിൽ മുഖ്യാതിഥിയാകും. 2 ദിവസത്തെ കുവൈത്ത് സന്ദർശനം പൂർത്തിയാക്കി പ്രധാനമന്ത്രി ഭാരതത്തിലെത്തി. CPM-ന് കുരുക്കായി കാഫിർ സ്ക്രീൻഷോട്ട് ഫോറൻസിക് പരിശോധനാ ഫലം. സ്ക്രീൻഷോട്ട് ആദ്യം ഷെയർ ചെയ്തത് DYFI വടകര ബ്ലോക്ക് പ്രസിഡന്റ്. വകുപ്പ് തല അന്വേഷണത്തിൽ നടപടിയില്ല. കൊച്ചി ചെല്ലാനം പാടശേഖരത്തിലെ പത്താഴത്തിന്റെ പ്രവർത്തനങ്ങൾ നിർത്തിവെക്കാൻ ഉത്തരവിറക്കി വില്ലേജ് ഓഫീസർ. നടപടി ജനവാസ മേഖലയിൽ വെള്ളക്കെട്ടിന് കാരണമാകുന്നുവെന്ന പരാതി. വെള്ളക്കെട്ടിൽ വലയുന്ന ജനങ്ങളുടെ ദുരിത ജീവിതം ജനം TV വാർത്ത നൽകിയിരുന്നു. ജനം ഇമ്പാക്ട്. തങ്കേങ്കി ഘോഷയാത്ര 2ാം ദിനം. വിവിധ ക്ഷേത്രങ്ങളിൽ ഭക്തി നിർഭരമായ സ്വീകരണം. ശബരിമലയിൽ തങ്കേങ്കി ചാർത്ത് ദീപാരാധന മറ്റന്നാൾ വൈകിട്ട്. മണ്ഡലപൂജ 26-ന്. തലക്കെട്ടുകളിലെ അവസാന വാർത്തയിലേക്ക് ആദ്യം പോകാം. അതെ, ശരണമെന്റെ അയ്യപ്പ. ശരണമെന്റെ അയ്യപ്പ പവർഡ് ബൈ അഴകുള്ള മുടിക്ക് വേണം ടോട്ടൽ കെയർ ഫ്രം AVA കോട്ടക്കൽ ആയുർവേദ. ശരിയായ ആയുർവേദം, ശരിയായ ഫലപ്രാപ്തി. കോ പവർഡ് ബൈ ഇനി എന്നും നിങ്ങളുടെ പ്രഭാത ഭക്ഷണം BKD സ്റ്റീം പുട്ടുപൊടി, റിച്ച് ആൻഡ് സോഫ്റ്റ്. ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ്, കേരള, തമിഴ്നാട് ആൻഡ് പോണ്ടിച്ചേരി. ഗോൾഡ് ഡയമണ്ട് ജെംസ്. ആതുര സേവന രംഗത്ത് സമർപ്പിത സേവനത്തിന്റെ 50 വർഷങ്ങൾ. ഭാരത് ഹോസ് ഇൻ അസോസിയേഷൻ വിത്ത് മകരജ്യോതി ഗ്രൂപ്പ് ഓഫ് കമ്പനീസ്, പൂനെ, മഹാരാഷ്ട്ര. ഇനി നമ്മുടെ വീട്ടിൽ ഉദയഭാരത് കലണ്ടർ തന്നെ. രാമരാജനറിയാം മലയാളക്കര. എൻ്റെ സന്നിധാനത്തേക്ക് തന്നെയാണ് നമ്മൾ ആദ്യം എത്തുന്നത്. പതിവ് പോലെ തന്നെ ഭക്തജന തിരക്ക് അവിടെ തുടരുന്നു. മണ്ഡലപൂജയ്ക്ക് ചാർത്താനുള്ള തങ്കേങ്കി ഘോഷയാത്ര മറ്റന്നാളാണ് പമ്പയിലേക്ക് എത്തുന്നത്. മണ്ഡലപൂജയോടനുബന്ധിച്ച് അവസാനഘട്ട ഒരുക്കങ്ങളിലാണ് അവിടെ ദേവസ്വം ബോർഡും അതോടൊപ്പം പോലീസും ഒക്കെ. അഖിൽ പാലോട്ടുമടം ചേരുകയാണ് വിവരങ്ങളുമായി. അഖിൽ, ഈ ഇന്ന് രാവിലെ മുതലുള്ള കാഴ്ച ഇപ്രകാരം, ഭക്തജന തിരക്ക് തുടരുക തന്നെയല്ലേ? വീണ, അനു, സ്വാമി ശരണം. ശബരിമലയെ സംബന്ധിച്ചിടത്തോളം ഇന്നലെയും ഇന്നുമായി ഭക്തജനങ്ങളുടെ കാര്യത്തിൽ ചെറിയൊരു തിരക്ക് കുറഞ്ഞു വരുന്നുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം അതിനും 2 ദിവസം മുമ്പ് വെള്ളിയും ശനിയും ഒക്കെ തന്നെ 1 ലക്ഷത്തിലേക്ക് അടുത്ത്, അതായത് 96,000-ന് മുകളിലേക്ക് അയ്യപ്പ ഭക്തർ എത്തിയിരുന്നുവെങ്കിൽ ഇന്നലെയും ഇന്നുമൊക്കെ കഴിഞ്ഞ 2 ദിവസങ്ങളിലായി അത് 90-ന് താഴേക്ക് വീണ്ടും പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നുണ്ട്. പക്ഷേ 80,000 എന്ന സർക്കാർ കണക്കുകൂട്ടലിനും അപ്പുറത്തേക്ക് കടക്കുന്നത് കൊണ്ട് അതൊരു ഭക്തജന തിരക്ക് എന്ന് വേണമെങ്കിൽ പറയാവുന്നത് മാത്രമേ ഉള്ളൂ. കാരണം ശബരിമലയെ സംബന്ധിച്ചിടത്തോളം ലക്ഷത്തോളം ഭക്തജനങ്ങൾ എത്തിയാൽ പോലും തൊഴുതിറങ്ങിപ്പോകാനുള്ള സംവിധാനമുള്ള ഒരു സാഹചര്യം നിലനിൽക്കുന്നത് കൊണ്ട് അത് ഭക്തജന തിരക്കാണ് എന്ന് പറയാൻ സാധിക്കില്ല. എന്തായാലും തങ്കേങ്കി ഘോഷയാത്രയും നാളെയാണ് 25-നാണ് പമ്പയിലേക്ക് എത്തുന്നത്. ആ പമ്പയിലേക്ക് എത്തുന്ന തങ്കേങ്കി ഘോഷയാത്ര പമ്പയിൽ രാവിലെ ഉച്ചയോടുകൂടിയാണ് പമ്പയിലെത്തുക. ആ ഉച്ചയോടെ എത്തുന്ന
തങ്കയങ്കി ഘോഷയാത്രയ്ക്ക് അവിടെ സ്വീകരണം നൽകി ഭക്തജനങ്ങൾക്ക് ദർശിക്കാനുള്ള അവസരമൊരുക്കും. അതിനുശേഷം വൈകുന്നേരത്തോടുകൂടി 3 മണിയോടുകൂടിയാണ് സന്നിധാനത്തേക്ക് തങ്കയങ്കി ഘോഷയാത്ര പുറപ്പെടുന്നത്. 6:30-ക്കുള്ള 25-ന് 6:30-ക്കുള്ള 6:30-നുള്ള ഈ സന്ധ്യാദീപാരാധനയിലാണ് ആദ്യം അത് ചാർത്തി ദീപാരാധന നടത്തുന്നത്. പിന്നീട് 26-ന് മണ്ഡലപൂജയ്ക്ക്, അതായത് ഉച്ചയ്ക്ക് 12-നും 12:30-നുമുള്ള അഭിജിത്ത് മുഹൂർത്തത്തിൽ നടക്കുന്ന മണ്ഡലപൂജയിൽ ആ തങ്കയങ്കി ചാർത്തിയായിരിക്കും പൂജ ഉണ്ടാവും. ഞാനിപ്പോൾ നിൽക്കുന്നത് പോലെ ഇപ്പോൾ കാണുന്ന ദൃശ്യങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഏറ്റവും അവസാന ഘട്ടത്തിലേക്കുള്ള ഭഗവാനെ സന്ദർശിക്കാൻ നിൽക്കുന്ന അയ്യപ്പ ഭക്തരെയാണ് നമ്മൾ ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത്. അതായത് പൊന്നമ്പലത്തിനും തൊട്ടരികിൽ നിൽക്കുന്ന അയ്യപ്പ ഭക്തരെയാണ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത്. കാരണം നമ്മൾ വലിയ തിരക്ക് എന്ന് പറയാൻ സാധിക്കില്ല എന്ന് പറയാൻ കാരണം 18-ാം പടി കയറി മുകളിലേക്ക് എത്തുന്ന, അതായത് ഫ്ലൈ ഓവറിന്റെ മുകളിലേക്ക് എത്തുന്ന അയ്യപ്പന്മാരുടെ ദൃശ്യം നോക്കിയാൽ ആ അയ്യപ്പന്മാരുടെ ദൃശ്യം നോക്കിയാൽ കാണാൻ നമുക്ക് സാധിക്കുന്നുണ്ടാകും. വളരെ സാവധാനമാണ് ഓരോ അയ്യപ്പ സ്വാമിയും അവിടെ നിന്ന് നടന്നു വരുന്ന കാഴ്ച കാണാൻ സാധിക്കുന്നത്. വലിയ തിരക്ക് കൂട്ടി നടന്നു വരുന്നില്ല, വലിയ ഓടി അങ്ങനെ എത്തുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. അങ്ങനെ അവർ സാവധാനമായി അവർ ഈ പൊന്നമ്പലത്തിന്റെ അരികിലേക്കുള്ള ക്യൂവിലേക്ക് എത്തുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. രാവിലെ ഇത്തരത്തിലൊരു ക്യൂ അനുഭവപ്പെടാനുള്ള ഒരു സാഹചര്യം, അതായത് ഈ പൊന്നമ്പലത്തിനും അരികിലുള്ള ഇങ്ങനെ ഒരു ക്യൂ അനുഭവപ്പെടാനുള്ള ഒരു സാഹചര്യം രാത്രിയോടുകൂടി മല കയറി എത്തുന്ന അയ്യപ്പ ഭക്തർ രാവിലെ പുലർച്ചയോടുകൂടി തന്നെ അവർ ദർശനത്തിലേക്കായി എത്തിച്ചേരും. കാരണം 3 മണിക്ക് നട തുറന്ന് ഏകദേശം 3:30 ഈ അഭിഷേകം തുടങ്ങുന്നത്, നെയ്യഭിഷേകം തുടങ്ങുന്നത്. അപ്പോൾ അങ്ങനെ നെയ്യഭിഷേകം തുടങ്ങുന്നത് മുതൽ ഉള്ള ഒരു സമയക്രമത്തിലാണ് ഈ അയ്യപ്പ ഭക്തന്മാരുടെ ഒരു ക്യൂ ഉണ്ടാവുക. 7 മണിയോടുകൂടി അഭിഷേകം കഴിയും. കാരണം പിന്നെ ഉഷപൂജയ്ക്കുള്ള ഒരുക്കങ്ങളാണ് ശ്രീകോവിലിൽ ഉണ്ടാവുക. ഉഷപൂജ 7:15-ന് ഉഷപൂജ ആരംഭിക്കും. ഉഷപൂജ പിന്നീട് 7:40 തന്നെ 7:30 തന്നെ ഉഷപൂജ പര്യവസാനിച്ചതിനു ശേഷമായിരിക്കും വീണ്ടും നെയ്യഭിഷേകം പുനരാരംഭിക്കുക. ആ സമയത്ത് വിഷ്ണുവിന് ഈ ചുറ്റമ്പലത്തിനകത്തു തന്നെ വിഷ്ണുവിന് പത്മമിട്ട് മേൽശാന്തിയുടെ നേതൃത്വത്തിലുള്ള ഒരു പൂജ, വിശേഷാൽ ബ്രഹ്മേശസിന് വിഷ്ണുഭാവത്തിലുള്ള ഒരു പൂജ പൊന്നമ്പലത്തിനരികിൽ തന്നെ ഉണ്ടാകും. അതിനുശേഷം വീണ്ടും നെയ്യഭിഷേകം തുടരും. ഏകദേശം 11 മണിയോടുകൂടി തന്നെ ഉച്ചപൂജ ആരംഭിക്കുന്നുണ്ടാകും. 1 മണിക്കാണ് നടയടയ്ക്കുന്നത്. അതിനുശേഷം വൈകുന്നേരം 3 മണിക്ക് നട തുറന്ന് 10:50-ന് ഹരിവരാസനം പാടി 11 മണിക്കാണ് നടയടയ്ക്കുന്നത്. അങ്ങനെയാണ് ഒരു ദിവസത്തെ പൂജാതി കർമ്മങ്ങളോടുകൂടി ശബരിമലയിലെ ദിനചര്യ മുന്നോട്ട് പോകുന്നത്. ശബരിമലയിലെ തിരക്ക് ഇനി ചിലപ്പോൾ നാളെയും മറ്റന്നാളും ഒക്കെ ആയിട്ട് വലിയ തിരക്ക് അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. പക്ഷേ ആ തിരക്ക് അനുഭവപ്പെടാനുള്ള സാധ്യത കുറവാണ്. കാരണം 25-നും 26-നും ഒക്കെ തന്നെ വെർച്വൽ ക്യൂവിലും വലിയ ഒരു നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ആ നിയന്ത്രണത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കും ശബരിമല സന്നിധിയിലേക്കുള്ള അയ്യപ്പ ഭക്തരുടെ എണ്ണത്തിലുണ്ടാകുന്ന വർധനവ്. കാരണം മണ്ഡലപൂജയുടെ അവസാന ദിവസം 26-നും 25-നും വെർച്വൽ ക്യൂവിന്റെ എണ്ണത്തിലും ഒരു ക്രമം ദേവസ്വം ബോർഡും അതുപോലെ തന്നെ പോലീസും ഏർപ്പെടുത്തിയിട്ടുണ്ട്. കാരണം 26-ന് മണ്ഡലപൂജ കഴിഞ്ഞതിനു ശേഷം തിരുനട അടയ്ക്കുന്നുണ്ടാകും. അപ്പോൾ പിന്നീട് അയ്യപ്പ ഭക്തർക്ക് ദർശനത്തിനായി ഇവിടെ കാത്തു നിൽക്കാൻ കഴിയില്ല. അതുകൊണ്ടാണ് അത്തരത്തിലൊരു ക്രമീകരണം പോലീസും ദേവസ്വം ബോർഡും ഏർപ്പെടുത്തുന്നത്. എന്തായാലും ശബരിമല സന്നിധിയെ സംബന്ധിച്ചിടത്തോളം വലിയ ഭക്തിസാന്ദ്രമായ മണ്ഡലപൂജയുടെ പര്യവസാനത്തിലേക്ക് കടന്നു പോകുന്ന ആ വലിയ ഭക്തി ശരണമന്ത്രങ്ങളുടെ ആ നാദം മുഴങ്ങുന്ന നിമിഷങ്ങളിലേക്ക് കടക്കുന്ന കാഴ്ച നമുക്ക് സന്നിധിയിൽ കാണാൻ സാധിക്കുന്നുണ്ട്. വീണ, അനു. ശരി അഖിൽ, സ്വാഭാവികമായും ഈ തങ്കയങ്കി ഘോഷയാത്ര ഒന്ന് കണ്ടു തൊഴാനുള്ള താല്പര്യം നമ്മുടെ പ്രേക്ഷകർക്ക് എന്തായാലും ഉണ്ടാകും. പക്ഷേ ഇന്ന് 7:30-ക്കാണ് ചടങ്ങുകൾ ആരംഭിക്കുന്നത്. അപ്പോൾ 7:30യോടുകൂടി തീർച്ചയായിട്ടും നമുക്ക് തങ്കയങ്കി ഘോഷയാത്രയിലേക്ക് വരാം. മറ്റു ചില വാർത്തകൾ അതിനു മുൻപ് നോക്കാം. വഖഫ് അധിനിവേശം. മുനമ്പത്ത് തങ്ങൾക്ക് വസ്തുക്കളൊന്നും ഇല്ലെന്നും മേൽനോട്ട ചുമതലയാണുള്ളതെന്നും വഖഫ് ബോർഡിന്റെ വിവരാവകാശ രേഖ. വഖഫ് നിയമം നിലവിൽ വന്നത് 1954-ലാണ്. ബോർഡ് വന്നത് 1960-ലും. ഈ സമയത്ത് ബോർഡിന്റെ ഉടമസ്ഥതയിൽ വസ്തുക്കളൊന്നും ഇല്ല എന്ന് വിവരാവകാശ രേഖ വ്യക്തമാക്കുന്നു. മുനമ്പം വഖഫ് അധിനിവേശ നീക്കത്തിൽ CBI അന്വേഷണം എന്ന ആവശ്യവും ശക്തമാവുകയാണ്. വിവരങ്ങളുമായി സുധീഷ് ഗോപാൽ ചേരുന്നു. സുധീഷ്, അത് വളരെ നിർണായകമായ ഒരു വിവരാവകാശ രേഖയാണ്. ഈ ബോർഡിനെ സംബന്ധിച്ച് ബോർഡിന്റെ കയ്യിൽ എന്തുണ്ടായിരുന്നു എന്ന് പറയുന്നത് ഇപ്പോഴുള്ള അവകാശവാദങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ വിവരാവകാശ രേഖ കൃത്യമായി ചില കാര്യങ്ങൾ പറയുകയാണ്. സുധീഷ്, അത് എങ്ങനെയാണ് ഈ മുനമ്പത്തെ ഈ പാവങ്ങൾക്ക് നൽകുന്ന സന്ദേശം? ഇതിൽ ഏറ്റവും പ്രധാനമായും പറയേണ്ടത് വഖഫ് ഭൂമി എന്ന അവകാശവാദം അത് നിലനിൽക്കുന്നതല്ല എന്ന്
അരക്കെട്ടുറപ്പിച്ച് പറയാവുന്ന രേഖകളാണ് ഇപ്പോൾ വിവരാവകാശ പ്രകാരം വഖഫ് ബോർഡ് തന്നെ നൽകിയിട്ടുള്ളത്. ഇത് 1954 വഖഫ് നിയമം നിലവിൽ വരുന്നത്. 1960 വഖഫ് ബോർഡും നിലവിൽ വന്നു. എന്നാൽ ആ സമയത്തൊന്നും മുനമ്പത്ത് ഇങ്ങനെ ഒരു ഭൂമി അവർക്ക് അവകാശപ്പെട്ടതായി ഉണ്ടായിരുന്നില്ല എന്നതാണ് ഏറ്റവും പ്രധാനമായ ഒരു കാര്യം. രണ്ടാമത്തെ കാര്യം, 2013 വഖഫ് നിയമ ഭേദഗതിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വരുന്നത്. അപ്പോൾ ആ സമയം വരെയും വഖഫ് വസ്തുക്കൾ വിൽക്കാൻ അവകാശമുണ്ടായിരുന്നു. ആ രീതിയിൽ നോക്കുമ്പോൾ ഇത് വഖഫ് ഭൂമി ആയിരുന്നെങ്കിൽ പോലും കൈമാറുന്നതിൽ പ്രശ്നമില്ലായിരുന്നു എന്നതാണ് ഇതിലൂടെ വ്യക്തമാകുന്നത്. അപ്പോൾ നേരത്തെ ഫറൂഖ് കോളേജിന് ഇതിൽ വിൽക്കാൻ അടക്കമുള്ള കാര്യങ്ങൾ, അങ്ങനെ വിറ്റതാണെങ്കിൽ പോലും അതിനെ പോലും ചോദ്യം ചെയ്യാൻ സാധിക്കില്ല എന്നതടക്കമുള്ള കാര്യങ്ങളാണ് ഇതിലൂടെ എല്ലാം വ്യക്തമാകുന്നത്. ഈ നിയമം നിലനിൽക്കെ തന്നെയാണ് ഇത് മുനമ്പത്തെ ജനങ്ങളെ ഈ രീതിയിൽ ബുദ്ധിമുട്ടിക്കുന്ന തരത്തിൽ ഇത് വഖഫ് ഭൂമി എന്ന അവകാശവാദവുമായി പോകുന്നത്. സിദ്ദിഖ് സേറ്റും സത്താർ സേറ്റിനും എന്ത് ആവശ്യത്തിന് വേണ്ടിയാണ് ഇത് നൽകിയത് എന്നത് സംബന്ധിച്ച് ഇത് തിരുവിതാംകൂർ ഒരു രാജ്യത്തിന്റെ വസ്തുവായിരുന്നു. അത് കൊടുത്തിരുന്നത് ഇത്തരത്തിലുള്ള കൈമാറ്റാവകാശം അടക്കം നൽകിക്കൊണ്ടല്ലായിരുന്നു എന്നുള്ള യാഥാർത്ഥ്യവും നിലനിൽക്കുന്നു. ഈ കാര്യങ്ങളെ എല്ലാം മറച്ചു വെച്ചുകൊണ്ട് വഖഫ് ഭൂമി എന്ന അവകാശവാദം ഉന്നയിക്കുന്നു എന്നതിലേക്ക് തന്നെ വിവരാവകാശ രേഖയിലൂടെയും വ്യക്തമാക്കുന്നതായാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതും. ശരി സുധീഷ്, അതോടൊപ്പം തന്നെ ഈ മുനമ്പത്തെ വഖഫ് അധിനിവേശത്തിൽ CBI അന്വേഷണം വേണമെന്നുള്ള ആവശ്യം കൂടി ശക്തമാവുകയാണ്. അതിന്റെ സാധ്യത എത്രത്തോളം? നിലവിൽ ഈ വഖഫ് ഭൂമി എന്ന അവകാശവാദവുമായി നിലനിൽക്കുന്ന ഒരു ഘട്ടത്തിലാണ് ഇതിന്റെ രേഖകൾ സംബന്ധിച്ചും എല്ലാം തന്നെ നിഷ്പക്ഷമായ ഒരു അന്വേഷണം വേണം എന്ന ഒരു ആവശ്യം ഉയരുന്നത്. ആ ഒരു പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ CBI അന്വേഷണം ഇതിൽ ആവശ്യപ്പെട്ടുകൊണ്ട് വിവിധ വിഭാഗങ്ങൾ രംഗത്തെത്തുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനമായും പറയേണ്ടത് ഇതുമായി ബന്ധപ്പെട്ട രേഖകളുടെ പരിശോധന. രേഖകളുടെ പരിശോധനയിലെല്ലാം തന്നെ ഇപ്പോൾ LDF സർക്കാർ കമ്മീഷനെ നിയോഗിക്കുമ്പോൾ തന്നെ കൃത്യമായ താല്പര്യങ്ങൾ ഈ വിഷയത്തിൽ LDF സർക്കാരിനുണ്ട്. അത്തരം ഒരു സ്വാധീനവും താല്പര്യവും ഇല്ലാത്ത രീതിയിലുള്ള ഒരു അന്വേഷണത്തിന് CBI പോലെ ഒരു നിഷ്പക്ഷ ഏജൻസിയുടെ അന്വേഷണം ആവശ്യമാണ്. അതിലുപരി പാട്ടഭൂമി പിന്തുടർച്ചാവകാശ ഭൂമിയാക്കി മാറ്റിയതിൽ അടക്കമുള്ള കാര്യങ്ങളിൽ വിവിധ സംശയങ്ങൾ നിലനിൽക്കുന്നു. ഇതിലെ ക്രമക്കേടുകൾ സംബന്ധിച്ച് വ്യക്തമായ കാര്യങ്ങൾ കണ്ടെത്തേണ്ടതുണ്ട്. അത്തരം കാര്യങ്ങളിൽ CBI അന്വേഷണം വേണമെന്നതാണ് യുണൈറ്റഡ് ക്രിസ്ത്യൻ കൗൺസിൽ അടക്കമുള്ള ക്രൈസ്തവ വിശ്വാസ സംഘടനകളെല്ലാം തന്നെ ആവശ്യപ്പെടുന്നത്. ഈ ആവശ്യം ഉന്നയിച്ച് അവർ കോടതിയെ സമീപിക്കുമെന്നും പറയുന്നു. മുനമ്പത്തെ ഭൂമിയിൽ വമ്പന്മാർ പലരും ലക്ഷ്യമിട്ടിട്ടുണ്ടെന്നും ഭൂമി അവകാശവാദം ഉന്നയിച്ച് കൈവശപ്പെടുത്താനുള്ള ശ്രമമാണ് അവിടെ നടക്കുന്നതെന്നുമാണ് ഇവർ ഉന്നയിക്കുന്ന പ്രധാന ആരോപണം. കാരണം ഒരു ടൂറിസ്റ്റ് മേഖല കൂടിയാണ് മുനമ്പം പോലുള്ള ഇത്. അവിടെ പഴയ സാഹചര്യമല്ല. പണ്ട് ഇപ്പോൾ അവിടെ താമസിക്കുന്നവർ മണ്ണും മറ്റും ചുമന്നു കൊണ്ടിട്ട് നികത്തി അവിടെ കെട്ടിടം പണിഞ്ഞ് അവർ ജീവിതം ആരംഭിച്ചതാണെങ്കിൽ ഇന്ന് അവിടെ എല്ലാവിധ ഗതാഗത സംവിധാനവും ഉണ്ട്. ടൂറിസ്റ്റ് മേഖലയാണ്. ഒരു സെന്റ് ഭൂമിക്ക് പോലും ലക്ഷങ്ങൾ വില വരുന്ന സാഹചര്യമാണ്. അപ്പോൾ അത്തരം ഒരു പ്രദേശം കൈയടക്കുന്നതിനുള്ള ഒരു നീക്കം കൂടിയാണ് നടക്കുന്നതെന്ന ആക്ഷേപവും ഇവർ ഉന്നയിക്കുകയാണ്. അതോടൊപ്പം തന്നെയാണ് അബ്ദുൽ സത്താർ ഹാജി മൂസാസേന് തിരുവിതാംകൂർ മഹാരാജാവ് പാട്ടത്തിന് നൽകിയ പാട്ടഭൂമി എങ്ങനെ പിന്തുടർച്ചാവകാശ ഭൂമിയാക്കി മാറ്റാൻ കഴിഞ്ഞു എന്നത് സംബന്ധിച്ചുള്ള ഒരു പരിശോധന വേണം എന്നത് തന്നെയാണ് ഇവർ മുന്നോട്ട് വെക്കുന്ന മറ്റൊരു ആവശ്യവും. CPM-ന് കുരുക്കായി വിവാദ കാഫി സ്ക്രീൻഷോട്ട് ഫോറൻസിക് പരിശോധനാ ഫലം. സ്ക്രീൻഷോട്ട് ആദ്യം ഷെയർ ചെയ്തത് DYFI വടകര ബ്ലോക്ക് പ്രസിഡന്റ് റിബേഷ് രാമകൃഷ്ണന്റെ ഫോണിൽ നിന്നാണെന്ന് പരിശോധനാ ഫലം സ്ഥിരീകരിക്കുന്നു. അധ്യാപകൻ കൂടിയായ റിബേഷിനെതിരെ വകുപ്പ് തല അന്വേഷണം പ്രഖ്യാപിച്ചിരുന്നതാണ്. പക്ഷേ നടപടിയൊന്നും ഇതുവരെ ഉണ്ടായിട്ടുമില്ല. ദിസ്ന സുരേഷ് വിവരങ്ങളുമായി ചേരുന്നു. ദിസ്ന, ഈ ഫോറൻസിക് പരിശോധനാ ഫലം CPM-ന് തീർക്കുന്ന കുരുക്ക് ചില്ലറയൊന്നുമല്ല. എന്തായാലും ആദ്യം ഈ ഫലത്തിന്റെ വിശദാംശങ്ങൾ.
തീർച്ചയായും വീണ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ CPM-നെ ഏറ്റവും കുരുക്കേറുന്നു എന്ന് തന്നെയാണ് നമുക്ക് പറയാൻ കഴിയുന്നത്. നമുക്കറിയാം, ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ഏറെ വിവാദമായി ഉയർന്നു വന്ന ഒരു സംഭവമായിരുന്നു കാഫിർ സ്ക്രീൻഷോട്ട്. ഈ കാഫിർ സ്ക്രീൻഷോട്ടുമായി ബന്ധപ്പെട്ട് ഏറെ വാദപ്രതിവാദങ്ങളൊക്കെ തന്നെ നമ്മൾ കണ്ടതാണ്. എന്നാൽ ആദ്യമായി ഈ സ്ക്രീൻഷോട്ട് ഈ റിബീഷ് രാമകൃഷ്ണൻ എന്ന അധ്യാപകനാണ് പങ്കുവെച്ചത് എന്ന് ആദ്യഘട്ടത്തിൽ തന്നെ പോലീസ് വ്യക്തമാക്കിയിരുന്നു. എന്നാൽ ഇതിനെ പ്രതികൂലിക്കുന്ന ഒരു നിലപാട് തന്നെയായിരുന്നു എടുത്തിരുന്നത്. എന്നാൽ ഫോറൻസിക് പരിശോധനാ ഫലം ഇന്നലെ പുറത്തു വന്നു. അതിലും വ്യക്തമാക്കിയിട്ടുള്ളത് റിബീഷ് രാമകൃഷ്ണൻ തന്നെയാണ് ഈ സ്ക്രീൻഷോട്ട് ആദ്യമായി പ്രചരിപ്പിച്ചത് എന്നൊരു കാര്യമാണ്. ഇനി അറിയാനുള്ളത്, ഈ ഫോറൻസിക് പരിശോധനാ ഫലത്തിന്റെ റിപ്പോർട്ട് പോലീസിന് കൈമാറിയിട്ടുണ്ട്. ഇനി അറിയാനുള്ളത്, ഇത് നിർമ്മിച്ചത് അല്ലെങ്കിൽ ഇതിന്റെ നിർമ്മാണം നടന്നത് ഈ റിബീഷ് രാമകൃഷ്ണന്റെ ഫോണിൽ നിന്ന് തന്നെയാണോ എന്നൊരു കാര്യമാണ് ഇനി വ്യക്തമാക്കാനുള്ളത്. അതുകൂടി കണ്ടെത്തേണ്ടതുണ്ട്. അതിന്റെ ഒരു നീക്കത്തിലേക്കാണ് പോലീസ് കടന്നിട്ടുള്ളത്. ഈ കാഫിർ സ്ക്രീൻഷോട്ടുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം ഏറെ വിവാദങ്ങളൊക്കെ തന്നെയും ഉണ്ടായിരുന്നു. ആദ്യം റെഡ് എൻകൗണ്ടേഴ്സ് എന്ന ഗ്രൂപ്പിൽ ഇത് പ്രചരിക്കുന്നു. പിന്നീട് റെഡ് ബറ്റാലിയൻ, പിന്നെ പോരാളി ഷാജി തുടങ്ങിയ ഇടത് സംഘടനാ ഗ്രൂപ്പുകളിൽ നിന്ന് വലിയ രീതിയിൽ ഈ കാഫിർ സ്ക്രീൻഷോട്ട് പ്രചരിക്കുന്ന ഒരു സംഭവമൊക്കെ ഉണ്ടായിരുന്നു. തുടർന്ന് വാദപ്രതിവാദങ്ങളൊക്കെ തന്നെ ഉണ്ടാവുന്നു. അത്തരത്തിൽ ഇടത് സംഘടനകൾ വലിയ രീതിയിൽ ഈ തിരഞ്ഞെടുപ്പിൽ വലിയ ചർച്ചാ വിഷയമായ ഒരു വിഷയം തന്നെയായിരുന്നു ഈ കാഫിർ സ്ക്രീൻഷോട്ട് എന്ന് പറയുന്നത്. ആ കാഫിർ സ്ക്രീൻഷോട്ടിൽ പോലീസിന്റെ നിരീക്ഷണം ശരിയായിരുന്നു എന്നൊരു കാര്യം തന്നെയാണ് ഫോറൻസിക് പരിശോധനാ ഫലത്തിലും വ്യക്തമായിട്ടുള്ളത്. റിബീഷ് രാമകൃഷ്ണന്റെ ഫോണിൽ നിന്ന് തന്നെയാണ് ഈ സ്ക്രീൻഷോട്ട് ആദ്യമായി പ്രചരിപ്പിക്കപ്പെട്ടത് എന്ന ഫോറൻസിക് പരിശോധനാ ഫലമാണ് നിലവിൽ ലഭ്യമായിട്ടുള്ളത്. വീണ. ഓക്കെ, ശരി. ദിസ്ന വിവരങ്ങൾ നൽകുകയായിരുന്നു. ഇതൊക്കെയും ചർച്ച ചെയ്യപ്പെടുന്ന സമ്മേളനങ്ങൾ നടക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഈ വിഷയമൊക്കെ ചർച്ചയ്ക്ക് വന്നേക്കും. കാരണം പ്രതിനിധികളുടെ ഭാഗത്തുനിന്ന് പലപ്പോഴും ഇത്തരം വിഷയങ്ങൾ ഈ സമ്മേളന കാലത്ത് ഉയർന്നു വരാനുള്ള സാധ്യത നേരത്തെ മുൻകൂട്ടി കണ്ടുകൊണ്ട് തന്നെയാണ് CPM പല വിഷയങ്ങളിലും ഇടപെട്ടിരുന്നതുമൊക്കെ. പക്ഷേ അത് സംഭവിച്ചിരിക്കുന്നു. താഴെത്തട്ടിൽ നിന്ന് തന്നെ വിമർശനങ്ങളും വലിയ പ്രശ്നങ്ങളിലേക്കും, ഏരിയ സമ്മേളനങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ്, വലിയ പൊട്ടിത്തെറികളാണ് ഉണ്ടായത്. ഇനി തിരുവനന്തപുരത്തേക്ക് വന്നു കഴിഞ്ഞാൽ CPM-ന്റെ ജില്ലാ സമ്മേളനം ഇന്ന് സമാപിക്കുകയാണ്. ഈ സമാപന സമ്മേളന പരിപാടി മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. സർക്കാരിനെതിരെയും പാർട്ടി നേതൃത്വങ്ങൾക്കെതിരെയും രൂക്ഷ വിമർശനമാണ് ജില്ലാ സമ്മേളനത്തിൽ ഉയർന്നത്. അതിൽ ഏറ്റവും പ്രധാനമാണ് ഈ മംഗലാപുരം ഏരിയ സെക്രട്ടറി മധു മുല്ലശ്ശേരി പാർട്ടി വിട്ടത് നേതൃത്വത്തിന്റെ വീഴ്ച കൊണ്ടാണ് എന്ന് പ്രതിനിധികൾ ചൂണ്ടിക്കാട്ടിയത്. ടിൻറ്റു ദാസ് ചേരുന്നുണ്ട് നമുക്ക് വിവരങ്ങൾ നൽകാൻ. ശരി, ഈ പാർട്ടി നേതൃത്വത്തിനെതിരെയും മുഖ്യമന്ത്രിക്കെതിരെയും അതോടൊപ്പം തന്നെ CPM കൈയാളുന്ന വകുപ്പുകൾക്കെതിരെയും ഒക്കെ നിരന്തരമായി എല്ലാ ജില്ലാ സമ്മേളനങ്ങളിലും പ്രതിനിധികൾ ഇങ്ങനെ വിമർശനം ഉന്നയിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഈ പറഞ്ഞു വരുന്നത് തിരുവനന്തപുരം ജില്ലാ സമ്മേളനത്തിൻ്റെ കാര്യമാണല്ലോ. അപ്പോൾ ഈ മേയർക്കെതിരെ, തിരുവനന്തപുരം കോർപ്പറേഷൻ ഭരണത്തിനെതിരെ വലിയ രീതിയിലുള്ള വിമർശനം അത് ഇത്തവണ മാത്രമല്ല, ഇതിനു മുൻപ് നടന്ന സമ്മേളനങ്ങളും പ്രതിനിധികൾ ചൂണ്ടിക്കാട്ടിയിരുന്നതാണ്. കാരണം ഏറെ കൊട്ടിഘോഷിച്ച് കൊണ്ടുവന്ന മേയറാണ് തിരുവനന്തപുരം കോർപ്പറേഷൻ ഉള്ളത്. എന്തുകൊണ്ട് പരാജയപ്പെടുന്നു, തുടർച്ചയായി പരാജയപ്പെടുന്നു, അത് മാത്രമല്ല മേയറുടെ ഏകാധിപത്യ ഭരണമാണ് ഇവിടെ നടക്കുന്നത് എന്ന് പോലും പാർട്ടിക്കുള്ളിൽ നിന്ന് വിമർശനം ഉയരുന്ന സാഹചര്യം. നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഇതേ സമയത്ത് ഈ CPM-ന്റെ ജില്ലാ സമ്മേളനങ്ങൾ അല്ലെങ്കിൽ ഏരിയ സമ്മേളനങ്ങൾ നടക്കുന്ന കാലത്ത് തന്നെ ഈ വിഷയം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് തിരുവനന്തപുരം ജില്ലയിലെമ്പാടും പ്രതിപക്ഷ പാർട്ടികൾ സമ്മേളനങ്ങൾ സംഘടിപ്പിച്ചു, പ്രതിഷേധ സമ്മേളനങ്ങൾ സംഘടിപ്പിച്ചിരുന്നതാണ്. മേയർ എന്ത് ചെയ്യുന്നു, മന്ത്രി എന്ത് ചെയ്യുന്നു. തിരുവനന്തപുരം ജില്ലയിൽ മന്ത്രിയുമുണ്ട്. പക്ഷെ എന്ത് ചെയ്യുന്നു എന്ന ചോദ്യങ്ങൾ ഇങ്ങനെ അവർ ഉന്നയിച്ചുകൊണ്ടേയിരുന്നു. അതെല്ലാം നേരത്തെ തന്നെ ഈ വിഷയങ്ങൾ ഉന്നയിക്കാനിരുന്ന പ്രതിനിധികൾക്ക് ആക്കം കൂടുകയേ ചെയ്തിട്ടുള്ളൂ. അവരതെല്ലാം കൂടി ചേർത്ത് വെച്ചുള്ള ആ വിമർശനങ്ങൾ തന്നെ, വിമർശനങ്ങളിൽ പലതിലും കഴമ്പുണ്ട് എന്നുള്ളതാണ് വാസ്തവം. അത് തിരുവനന്തപുരം നിവാസികൾക്കും കൃത്യമായി അറിയാവുന്നൊരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഈ ഉയർന്ന വിമർശനങ്ങൾക്ക് കൃത്യമായ മറുപടി CPM-ന്റെ കയ്യിൽ ഉണ്ടോ എന്നുള്ള കാര്യം വളരെ തുടർച്ചയായ വിമർശനങ്ങൾ ഉയരുമ്പോഴും ഈ നേതൃത്വം എങ്ങനെ ഇതിനെ പ്രതിരോധിക്കുന്നു എന്നത് ഒരുപക്ഷെ വാർത്തയാകുന്നില്ല എന്നത് വാസ്തവമാണ്. പിന്നീട് പാർട്ടി സംവിധാനങ്ങളുടെ പ്രശ്നമാണ് അനു. കാരണം അവിടെ ചർച്ച ചെയ്യപ്പെടും ഈ വിഷയങ്ങൾ പലതും, രൂക്ഷമായ വാഗ്വാദങ്ങളിലേക്ക് പോകും, ഇത് ഉയർത്തും, അതൊക്കെ മാധ്യമങ്ങൾക്ക് വാർത്ത കിട്ടും. പക്ഷേ അത് ഔദ്യോഗികമായി വരില്ല. അത് ആ പാർട്ടി സംവിധാനത്തിന്റെ ഒരു പ്രത്യേകത കൂടിയാണ്. ഏതായാലും ടിൻറ്റു ദാസ് ചെയ്തിട്ടുള്ള വിവരങ്ങളുമായി. ടിൻറ്റു, ഈ മധു മുല്ലശ്ശേരി പാർട്ടി വിട്ടുപോയതാണ് അതിരൂക്ഷമായ വിമർശനങ്ങൾക്ക് ഇടയാക്കിയത്. ഒപ്പം ഇപ്പോൾ അനു ചൂണ്ടിക്കാണിച്ചതുപോലെ മേയർ എന്ത് ചെയ്യുന്നു, മന്ത്രി എന്ത് ചെയ്യുന്നു തുടങ്ങിയ ചോദ്യങ്ങളെല്ലാം, അല്ലെങ്കിൽ അവരുടെ പ്രവൃത്തികൾ കൂടുതൽ പ്രതികൂലമായതേ ഉള്ളൂ എന്ന് പറയുന്ന വിഷയങ്ങൾ ഈ ഏരിയ സമ്മേളനങ്ങൾ തുടങ്ങി ഇങ്ങോട്ട് ചെയ്യപ്പെട്ടതുമാണ്. എന്തായാലും ഇന്ന് ഈ സമാപന സമ്മേളനത്തിൽ ആകെ തുകയായി എന്ത് പ്രതീക്ഷിക്കാം? വീണ, 3 ദിവസം നീണ്ടു നിന്ന ജില്ലാ സമ്മേളനങ്ങൾക്കാണ് ഇന്ന് ഒരു പക്ഷേ ഇന്നാണ് അതിന്റെ സമാപനം എന്ന് പറയുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയനാണ്
സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത്. നമുക്കറിയാം കഴിഞ്ഞ 3 ദിവസമായി അതിരൂക്ഷമായിട്ടുള്ള വിമർശനങ്ങളും വിഭാഗീയതയ്ക്കിടയിലൂടെയാണ് CPM തിരുവനന്തപുരം ജില്ലാ സമ്മേളനം കടന്നുപോയത്. ഇന്നലെയും കഴിഞ്ഞ ദിവസവുമായി പ്രതിനിധി സമ്മേളനത്തിൽ വന്ന വിവാദങ്ങൾക്കോ അല്ലെങ്കിൽ വിമർശനങ്ങൾക്കോ ഒക്കെ ഇന്നലെ ജില്ലാ സെക്രട്ടറി മറുപടി പ്രസംഗത്തിൽ മറുപടി പറഞ്ഞിരുന്നു. അത് ഏറ്റവും പ്രധാനപ്പെട്ടത് വീണ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ മധു മുല്ലശ്ശേരിയുടെ പാർട്ടിയിൽ നിന്നുള്ള കൊഴിഞ്ഞുപോക്കും അതോടൊപ്പം തന്നെ ഈ നഗരസഭയുടെയും അതോടൊപ്പം തന്നെ പല വകുപ്പുകളുടെയും സർക്കാർ ക്ഷേമ പദ്ധതികളുടെ ഒക്കെ പോരായ്മകളും പരാജയങ്ങളുമാണ് പ്രതിനിധികൾ ചൂണ്ടിക്കാട്ടിയത്. ഇതിനൊക്കെ മറുപടിയായിട്ടും അതിരൂക്ഷമായിട്ട് തന്നെ ഈ ജില്ലാ സെക്രട്ടറി ആയിട്ടുള്ള വി ജോയി മറുപടി പ്രസംഗത്തിൽ അറിയിച്ചു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നേരത്തെ വി സൂചിപ്പിച്ചതുപോലെ വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് ഈ പാർട്ടി സമ്മേളനം അല്ലെങ്കിൽ ജില്ലാ സമ്മേളനത്തിലെ പ്രതിനിധികൾ പറഞ്ഞത് പുറത്തു വന്നതെങ്കിലും അതിരൂക്ഷമായിട്ട് തന്നെ സർക്കാരിനും പാർട്ടി നേതാക്കൾക്കും പാർട്ടി നേതൃത്വത്തിനുമെതിരെ CPM-നെതിരെ അതിരൂക്ഷമായിട്ടുള്ള വിമർശനങ്ങൾ ഈ സമ്മേളനങ്ങളിൽ ഉയർന്നിരുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് പറയുന്നത് സർക്കാരിന്റെ ആഭ്യന്തര വകുപ്പിൽ വന്ന പോരായ്മകളാണ്. ആഭ്യന്തര വകുപ്പിൽ വന്ന പോരായ്മകൾ അല്ലെങ്കിൽ വീഴ്ചകൾ അത് വലിയ രീതിയിൽ തന്നെ ഈ ജില്ലാ സമ്മേളനത്തിൽ ചർച്ച ചെയ്യപ്പെട്ടു. അതോടൊപ്പം തന്നെ ആ വീഴ്ചകളാണ് പല രീതിയിലുള്ള വിവാദങ്ങൾക്കും സർക്കാർ സുതാര്യമല്ല എന്ന ഒരു നേർക്കാഴ്ചയിലേക്ക് പോയത് എന്നാണ് പ്രതിനിധികൾ ചൂണ്ടിക്കാട്ടിയത്. അതോടൊപ്പം തന്നെയാണ് ഈ മധു മുല്ലശ്ശേരിയുടെ കൊഴിഞ്ഞുപോക്ക്. മധു മുല്ലശ്ശേരി വെറുതെ ഒരു സുപ്രഭാതത്തിൽ മംഗലാപുരം ഏരിയ സെക്രട്ടറിയുടെ കസേരയിൽ കയറി ഇരുന്നതല്ല. അദ്ദേഹത്തെ പാർട്ടി നേതാക്കളാണ് ആ കസേരയിൽ അല്ലെങ്കിൽ നേതൃത്വമാണ് ആ കസേരയിലേക്ക് എത്തിച്ചത്. അങ്ങനെയെങ്കിൽ വീഴ്ചകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ നേതൃത്വവുമായി സംസാരിച്ച് മുന്നോട്ട് പോകണമായിരുന്നു. പക്ഷേ അത് വലിയ രീതിയിലുള്ള വിവാദങ്ങൾക്കും മധു മുല്ലശ്ശേരിയുടെ BJP-യിലേക്കുള്ള ചേരിമാറ്റത്തിനും കൂടുതൽ കാരണമായി എന്നും ചൂണ്ടിക്കാട്ടി. പിന്നീട് വന്നത് കോർപ്പറേഷൻ ഭരണത്തിലെ വീഴ്ചയാണ്. കോർപ്പറേഷൻ ഭരണത്തിലുണ്ടായ വീഴ്ചകൾ അത് ഏറ്റവും ചൂണ്ടിക്കാട്ടിയത് മേയർക്കെതിരെയാണ്. നമുക്കറിയാം തിരുവനന്തപുരം ജില്ലാ പാർട്ടി നേതൃത്വത്തിൽ മേയർക്കെതിരെ തന്നെ ഒരു പട ഒരുങ്ങുന്നുണ്ട്. അപ്പോൾ ആ ഒരു രീതിയും മേയറുടെ ഭരണം പോരായ്മയാണ്. അതോടൊപ്പം തന്നെ മേയർ എടുക്കുന്ന തീരുമാനങ്ങൾ മേയർ സാധാരണ പാർട്ടി പ്രവർത്തകരോട് പോലും ശരിയായ രീതിയിൽ ഇടപെടുന്നില്ല. അല്ലെങ്കിൽ സാധാരണ പാർട്ടി പ്രവർത്തകരെ കണ്ടാൽ പോലും മേയറുടെ ഭാഗത്തുണ്ടാകുന്നത് നിരുത്തരവാദിത്തപരമായിട്ട് നിലപാട് നമുക്കറിയാം 2 തവണയാണ് തിരുവനന്തപുരം നഗരസഭയ്ക്കുള്ളിൽ തന്നെ ഈ താൽക്കാലിക ജീവനക്കാർ അതായത് CITU യൂണിയനിൽപ്പെട്ട ശുചീകരണ തൊഴിലാളികൾ മേയർക്കെതിരെയും അതോടൊപ്പം തന്നെ ആരോഗ്യ വിഭാഗം സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായിട്ടുള്ള ഗായത്രി ബാബുവിനെതിരെയൊക്കെ സംസാരിക്കുകയും സമരം ചെയ്യുകയും ആത്മഹത്യ ചെയ്യാനൊക്കെ ഒരുങ്ങി. ഈ സംഭവങ്ങളൊക്കെ ജില്ലാ സമ്മേളനത്തിൽ ചർച്ചയായിരുന്നു. പിന്നീട് വരുന്നത് ഈ പാളയം ഏരിയ കമ്മിറ്റിയിലെ സമാപന ചടങ്ങിൽ സ്റ്റേജ് കെട്ടിയ വിവാദം. അത് ഏതാണ്ട് നമുക്കറിയാം ഹൈക്കോടതി വരെ പോയി. അത് വലിയ രീതിയിലുള്ള വിവാദവും വാർത്തയൊക്കെ ആയതാണ്. ആ സംഭവത്തിൽ ഈ പ്രതിനിധികൾ പറഞ്ഞ മറുപടിയായിട്ട് ജില്ലാ സെക്രട്ടറി വി ജോയി ആയിരുന്നു സംസാരിച്ചത്. ഇത്തരത്തിൽ സ്റ്റേജ് കെട്ടി മറച്ചത് അല്ലെങ്കിൽ റോഡിൽ സ്റ്റേജ് കെട്ടിയത് അത് പാർട്ടിക്ക് വലിയ രീതിയിലുള്ള ക്ഷീണമുണ്ടാക്കി. യാതൊരു തരത്തിലും ന്യായീകരിക്കാനൊക്കെ കഴിയാൻ പറ്റാത്തൊരു സാഹചര്യമാണ് അവിടെ ഉണ്ടായത്. നമുക്കറിയാം അന്ന് പാളയം ഏരിയ സമ്മേളനം അവസാനിക്കുന്ന ദിവസം ഈ സ്റ്റേജ് കെട്ടിയ ദിവസം അന്ന് സംസ്ഥാന സെക്രട്ടറി അതോടൊപ്പം തന്നെ ജില്ലാ സെക്രട്ടറി അതോടൊപ്പം ജില്ലയിലെ മന്ത്രിമാർ ഒക്കെ ജില്ലയിലെ MLA-മാരൊക്കെ അവിടെ ഉണ്ടായിരുന്നു. ആ ഒരു ഘട്ടത്തിൽ പോലും ഇത്തരത്തിലുള്ള വിമർശനം ഈ ജോയി ഉന്നയിച്ചിരുന്നില്ല. പക്ഷേ ഇന്നലെ ഈ പാളയം ഏരിയ കമ്മിറ്റി സമാപന വേളയിൽ സ്റ്റേജ് കെട്ടിയ വിവാദം ഉയർത്തിക്കാട്ടിയത് പ്രതിനിധികൾ മുന്നോട്ട് വെച്ച വിമർശനങ്ങൾക്ക് മറുപടി പറയാനില്ലായിരുന്നു. അല്ലെങ്കിൽ പ്രതിനിധികൾ മുന്നോട്ട് വെച്ച അല്ലെങ്കിൽ ഈ രൂക്ഷമായിട്ടുള്ള വിമർശനങ്ങൾക്ക് ജില്ലാ സെക്രട്ടറി എന്ന നിലയിൽ കയ്യിലൊരു മറുപടി ഇല്ലാത്തത് കൊണ്ടാണ് ആ ഒരു വിഷയം എടുത്തിട്ടതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. എന്നാലും വലിയ രീതിയിലുള്ള വിമർശനങ്ങളൊക്കെ ഈ ജില്ലാ സമ്മേളന വേദിയിൽ ഉയർന്നിരുന്നു. നമുക്കറിയാം അടുത്ത ഈ ജില്ലാ സമ്മേളനങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞിട്ട് ആദ്യമായിട്ടാണ് മുഖ്യമന്ത്രി ഒരു സമാപന സമ്മേളനത്തിൽ പങ്കെടുക്കുന്നത്. ഇന്ന് കോവളത്ത് വെച്ച് നടക്കുന്ന സമാപന സമ്മേളനം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. അപ്പോൾ വിമർശനങ്ങൾക്കും അതോടൊപ്പം തന്നെ ഈ വിഭാഗീയതയ്ക്കൊക്കെ മറുപടി പരോക്ഷമായിട്ടാണെങ്കിൽ മുഖ്യമന്ത്രിയുടെ പ്രസംഗത്തിൽ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കനത്ത വിഭാഗീയത നിലനിൽക്കുന്നുണ്ടെങ്കിലും അതോടൊപ്പം തന്നെ ഈ വി ജോയിയുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള എതിർപ്പുകൾ നിലനിൽക്കുന്നുണ്ടെങ്കിലും അദ്ദേഹം തന്നെ ജില്ലാ സെക്രട്ടറി ആയിട്ട് തുടരാനാണ് സാധ്യത കൂടുതലായി കാണുന്നത്. അദ്ദേഹം തന്നെയാണ് ഇനി അടുത്ത ജില്ലാ സെക്രട്ടറി എന്ന് പറയുന്നത്. മധു മുല്ലശ്ശേരി ഇത്തരത്തിൽ പാർട്ടി വിട്ടു പോകുന്നത് തന്നെ വി ജോയിയുമായിട്ടുള്ള പ്രശ്നങ്ങൾ കാരണമാണെന്ന് നമുക്ക് പരോക്ഷമായിട്ടാണ് അറിയാൻ സാധിക്കും. നേരെയാണോ ഉയരുന്നത്? അവരെ സംരക്ഷിക്കുന്ന നിലപാട് തന്നെയാണ് പാർട്ടി എല്ലാ കാലവും
സ്വീകരിക്കുന്നത് എന്നുകൂടി പറയേണ്ടി വരും. പക്ഷേ നമുക്കിനി ഈ ചൂടുള്ള സീരിയസ് വാർത്തകൾക്കിടയിൽ നിന്ന് കുറച്ച് സംഗീതം കേൾക്കാൻ തോന്നല്ലേ. എന്തായാലും ഗിന്നസ് റെക്കോർഡ് ലക്ഷ്യമിട്ട സോപാന സംഗീതജ്ഞൻ ഏലൂർ ബിജുവിൻ്റെ നേതൃത്വത്തിൽ കൊച്ചിയിൽ സംഘടിപ്പിച്ച സംഗീത യജ്ഞം വിസ്മയമായി. കൊച്ചുകുട്ടികളടക്കമുള്ള കലാകാരന്മാർ ഒരുമിച്ചപ്പോൾ വേദി സോപാന സംഗീതത്തിൻ്റെ വിശുദ്ധിയിൽ നിറഞ്ഞു. പ്രായഭേദമന്യേ 200-ലധികം സോപാന സംഗീത കലാകാരന്മാരെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള വിപുലമായ സംഗീത യജ്ഞത്തിനാണ് എറണാകുളത്തപ്പൻ ഗ്രൗണ്ടിലെ സുഹൃത്തം യജ്ഞവേദി സാക്ഷിയായത്. ഇടയ്ക്കയിൽ ദേവസംഗീതം തീർക്കുന്ന സോപാന സംഗീത കലാകാരൻ ഏലൂർ ബിജുവിന്റെ നേതൃത്വത്തിലായിരുന്നു സംഗീത സദസ്സ്. മംഗളമൂർത്തി മോഹന ഗണപതി സോപാന സംഗീത കലാകാരന്മാരെ സഹായിക്കുക ലക്ഷ്യമിട്ട് ആരംഭിച്ച സ്നേഹസോപാനം സന്നദ്ധ പ്രസ്ഥാനത്തിന്റെ ഉദ്ഘാടനം സ്വാമി ഉദിത് ചൈതന്യയും നർത്തകി മേതിൽ ദേവികയും ചേർന്ന് നിർവഹിച്ചു. ചടങ്ങിൽ സോപാന സംഗീതജ്ഞരായ ഉദ്യോഗമണ്ഡൽ വിജയകുമാർ, അമ്പലപ്പുഴ വിജയകുമാർ, ഇടയ്ക്ക വിദ്വാൻ തൃപ്പൂണിത്തറ കൃഷ്ണദാസ് എന്നിവർക്ക് സുവർണമുദ്ര പുരസ്കാരം സമ്മാനിച്ചു. ഞരളത്ത് രാമദാസ്, ശ്രീവരാഹം അശോക് കുമാർ, ഗുരുവായൂർ ജ്യോതിദാസ്, സന്തോഷ് കൈലാസ്, പാളൂർ ജിതിൻ ശങ്കർ എന്നിവർക്ക് സ്നേഹസോപാന ശ്രീ പുരസ്കാരവും നായരമ്പലം സുകുമാരൻ മാരാർക്ക് ആനന്ദ സംഗീതലക്ഷ്മി പുരസ്കാരവും സമ്മാനിച്ചു. ജനം, കൊച്ചി. MTയുടെ ആരോഗ്യനിലയെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ അറിയാൻ പ്രേക്ഷകർക്ക് താല്പര്യമുണ്ടാകും. ആരോഗ്യനിലയിൽ മാറ്റമില്ല എന്നാണ് ഇപ്പോൾ അറിയുന്നത്. മരുന്നുകളോട് പ്രതികരിക്കുന്നുണ്ട്, പക്ഷേ ഗുരുതരാവസ്ഥയിൽ മാറ്റമില്ല എന്നാണ് ഡോക്ടർമാർ അറിയിക്കുന്നത്. പുതിയ മെഡിക്കൽ ബുള്ളറ്റിൻ രാവിലെ 10 മണിക്കാണ് പുറത്തിറക്കുക. ദിസ്ന സുരേഷ് ചേരുന്ന വിവരങ്ങളുമായി. ദിസ്ന, ഈ കഴിഞ്ഞ ദിവസം ഇറങ്ങിയ മെഡിക്കൽ ബുള്ളറ്റിൻ അനുസരിച്ചും ഒപ്പം ആശുപത്രിയിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ചും എന്താണിപ്പോൾ MTയുടെ ആരോഗ്യനില? വീണ, ഏറെ പ്രാർത്ഥനയോടും പ്രതീക്ഷയോടും കൂടിയാണ് കേരളം മാത്രമല്ല സാഹിത്യ ലോകത്തെ അല്ലെങ്കിൽ NTA സ്നേഹിക്കുന്ന നിരവധി ആളുകൾ ഏറെ പ്രാർത്ഥനയോടെ കടന്നു പോകുന്ന ഒരു നിമിഷം തന്നെയാണ് മുന്നിലുള്ളത്. നമുക്കറിയാൻ സാധിച്ചിരിക്കുന്നത്, അതായത് കഴിഞ്ഞ മെഡിക്കൽ ബുള്ളറ്റിൻ പ്രകാരം ആരോഗ്യനില ഗുരുതരമായി തുടരുന്നു എന്നൊരു വാർത്ത തന്നെയാണ് അറിയാൻ സാധിച്ചിരിക്കുന്നത്. എന്നാൽ പ്രത്യാശ, അതായത് പ്രതീക്ഷ, പ്രാർത്ഥനയ്ക്ക് ഫലമുണ്ട് എന്നൊരു വാർത്തയും അല്ലെങ്കിൽ ശുഭസൂചനയും കൂടി പുറത്തു വരുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. പ്രധാനമായും അതീവ ഗുരുതരാവസ്ഥയിൽ കൂടിയാണെങ്കിൽ ഈ മരുന്നുകളോട് അദ്ദേഹം പ്രതികരിക്കുന്നുണ്ട്, അതായത് ശരീരം മരുന്നുകളോട് പ്രതികരിക്കുന്നുണ്ട് എന്നൊരു കാര്യം തന്നെയാണ് നിലവിൽ മെഡിക്കൽ ബുള്ളറ്റിനിൽ നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത്. പുതിയ മെഡിക്കൽ ബുള്ളറ്റിൻ 10 മണിയോടുകൂടി പുറത്തു വരും എന്ന് തന്നെയാണ് ആശുപത്രി വൃത്തങ്ങളുമായി സംസാരിച്ചപ്പോൾ നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത്. ആ ബുള്ളറ്റിൻ കൂടി പുറത്തു വന്നാൽ മാത്രമേ ആരോഗ്യനില എത്രത്തോളം തൃപ്തികരമാണ് അല്ലെങ്കിൽ ആരോഗ്യനിലയിൽ ഏതെങ്കിലും തരത്തിൽ മാറ്റമുണ്ടോ എന്നൊരു കാര്യം വിലയിരുത്താൻ കഴിയുള്ളൂ. കഴിഞ്ഞ 15-ാം തീയതിയാണ് ശ്വാസകോശ സംബന്ധമായ അസുഖവുമായി ബന്ധപ്പെട്ട് കോഴിക്കോടെ സ്വകാര്യ ആശുപത്രിയിൽ അദ്ദേഹത്തെ പ്രവേശിപ്പിക്കുന്നതും പിന്നീട് ഹൃദയസ്തംഭനം ഉണ്ടാവുകയായിരുന്നു. മരുന്നുകളോടൊന്നും ആദ്യഘട്ടത്തിൽ അദ്ദേഹം പ്രതികരിച്ചിരുന്നില്ല. BP-യിലൊക്കെ തന്നെ വലിയൊരു വ്യതിചലനം ഉണ്ടായ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പിന്നീട് തടസ്സം അടക്കമുള്ള കാര്യങ്ങൾ ഉണ്ടായിരുന്നു. അദ്ദേഹം ഇപ്പോഴും ഉള്ളത് ICU-യിൽ ആണ് നിലവിൽ ഉള്ളത് എന്നതാണ് നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത്. അതിൽ പ്രധാനമായും ഇന്നലെ രാത്രിയോട് പുറത്തു വന്ന മെഡിക്കൽ ബുള്ളറ്റിനിൽ ആരോഗ്യനില അതീവ ഗുരുതരാവസ്ഥയിൽ തന്നെ തുടരുന്നു. എന്നാൽ ശരീരം നേരിയ രീതിയിൽ ഇപ്പോൾ നൽകുന്ന മരുന്നുകളോട് പ്രതികരിക്കുന്നുണ്ട് എന്നൊരു പ്രത്യാശ കൂടി ലഭ്യമായിട്ടുണ്ട്. എന്തായാലും വലിയ പ്രാർത്ഥനയോടുകൂടിയും പ്രതീക്ഷയോടുകൂടിയുമാണ് കേരളക്കരയും സാഹിത്യ ലോകവും ഒക്കെ തന്നെയും MDയുടെ മടങ്ങിവരവിന് വേണ്ടി കാത്തിരിക്കുന്നത്. വീണ, ശരി ദിസ്ന, നമുക്കും പ്രാർത്ഥിക്കാം അല്ലേ, തിരിച്ചു വരട്ടെ വളരെ പെട്ടെന്ന്. മലയാള എഴുത്ത് ലോകത്തെ സംബന്ധിച്ച്, സാഹിത്യ ലോകത്തെ സംബന്ധിച്ച് പെരുന്തച്ഛനും കാരണവരും ഒക്കെ MTയാണ്. ആ കസേരയ്ക്ക് പകരം വെക്കാൻ ആരുണ്ട്? ഇനി വേണം ജനിച്ചു വരാൻ. ഒരുപക്ഷെ അത് ഉണ്ടാകുമെന്നൊരു സംശയമാണ്. ഇനി മറ്റു വാർത്തകളിലേക്ക്. വിഴിഞ്ഞം തുറമുഖം അന്താരാഷ്ട്ര തുറമുഖ വികസനത്തിന് മൂലധന നിക്ഷേപത്തിനായി 795 കോടി രൂപ കേന്ദ്ര സർക്കാർ അനുവദിച്ചിരിക്കുകയാണ്. മൂലധന നിക്ഷേപങ്ങൾക്ക് കേന്ദ്രം സംസ്ഥാനങ്ങൾക്ക് നൽകുന്ന വിഹിതമായാണ് തുക അനുവദിച്ചത്. ആദ്യഘട്ടത്തിൽ 524 കോടി രൂപ കേന്ദ്രം കേരളത്തിന് കൈമാറുകയും ചെയ്യും. ടിൻഡുദാസ് വിവരങ്ങളുമായി ചേരുന്നു. ടിൻഡു, വിശദാംശങ്ങൾ.
അനു, വയബിലിറ്റി ഗ്യാപ്പ് ഫണ്ടുമായി ബന്ധപ്പെട്ട ചില തർക്കങ്ങൾ സംസ്ഥാനവും കേന്ദ്രവുമായിട്ട് നിലനിൽക്കുന്നുണ്ട്. ഈ ഒരു തർക്കത്തിനിടയിലാണ് കേന്ദ്രം കേരളത്തിന് അധിക സഹായമായിട്ട് വിഴിഞ്ഞം തുറമുഖത്തിന്റെ മൂലധന നിക്ഷേപങ്ങൾക്കായി 795 കോടി രൂപ അനുവദിച്ചുകൊണ്ട് ഇപ്പോൾ തീരുമാനമായിട്ടുള്ളത്. കേന്ദ്രം സംസ്ഥാനങ്ങൾക്ക് കൊടുക്കുന്ന മൂലധന നിക്ഷേപങ്ങളുടെ വികസന പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഈ തുക കേരളത്തിന് അനുവദിച്ചിട്ടുള്ളത്. നമുക്കറിയാം, വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം എന്ന് പറയുന്നത് പല ഘട്ടങ്ങളിലായി കേരളത്തിന്റെ ഒരു വികസന പാതയിൽ ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് വഹിക്കാൻ പോകുന്ന ഒരു സംരംഭം കൂടിയാണ്. അതുകൊണ്ട് തന്നെ മൂലധന നിക്ഷേപം എന്ന് പറയുന്നത് ഒരുപക്ഷെ നമ്മൾ ഇപ്പോൾ കൊടുക്കുന്ന ആ ഒരു നിക്ഷേപത്തിന്റെ ബലം എന്ന് പറയുന്നത് വരും കാലഘട്ടത്തിൽ കേരളത്തിനത് വളരെ പ്രയോജനമായിട്ട് ഉപയോഗപ്പെടുത്താൻ സാധിക്കുമെന്നതിൽ സംശയമില്ല. അതുകൊണ്ട് തന്നെയാണ് വരും കാലങ്ങളെ മുൻകൂട്ടി കണ്ടുകൊണ്ട് ഈ മൂലധന നിക്ഷേപത്തിനായി ഇത്രയും തുക ഏതാണ്ട് 790 കോടി രൂപ സംസ്ഥാനത്തിന് കേന്ദ്രം കൈമാറുന്നത്. ആദ്യഘട്ടത്തിൽ 525 കോടി രൂപ വികസന പ്രവർത്തനങ്ങൾക്കായിട്ട് തന്നെ കേന്ദ്രം കൈമാറുമെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് ഈ VGF ഫണ്ടുമായി ബന്ധപ്പെട്ട് കേരളം നിരന്തരം കേന്ദ്രത്തെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന സാഹചര്യമാണ്. 2015 കരാർ പ്രകാരം VGF ഫണ്ട് കേന്ദ്രം നൽകി കഴിഞ്ഞാൽ അത് ഒരു ലോണായി കണ്ടുകൊണ്ട് തിരിച്ചു തന്നെ നൽകണമെന്നൊരു വ്യവസ്ഥയിൽ പുറത്താണ് സംസ്ഥാന സർക്കാർ ആ കരാറുമായിട്ട് അല്ലെങ്കിൽ അത്തരത്തിൽ ആ ഒരു തീരുമാനത്തിലേക്ക് എത്തുന്നത്. പിന്നീട് പല ഘട്ടത്തിലും വിഴിഞ്ഞം തുറമുഖത്തിന്റെ പ്രവർത്തനങ്ങളൊക്കെ മുടങ്ങിയിരുന്നു. ആ ഘട്ടത്തിൽ സംസ്ഥാനം ഈ കരാർ കമ്പനി ആയിട്ടുള്ള അദാനി പോർട്സിന് ഈ VGF ഫണ്ട് നൽകേണ്ടതായിട്ട് വന്നു. പക്ഷെ ഒരു ഘട്ടത്തിൽ പോലും അത് മുടക്കുമുതലോട് കൂടിയിട്ട് അല്ലെങ്കിൽ അത് യഥാസമയം തീർത്തുകൊണ്ട് സർക്കാരിന് നൽകി തീർക്കാൻ കഴിഞ്ഞില്ല. ഒരു സാഹചര്യം നിലനിന്നപ്പോൾ കുടിശ്ശിക വന്നു. അദാനി പോർട്സ് സർക്കാരിന്മേൽ സമ്മർദ്ദം ചെലുത്താൻ തുടങ്ങി. ആ ഒരു സാഹചര്യത്തിലാണ് സഹായഹസ്തം മുന്നിൽ കണ്ടുകൊണ്ട് അല്ലെങ്കിൽ കേന്ദ്രം ഈ കേരളത്തിന് ഈ ഒരു സഹായഹസ്തം നീട്ടുന്നത് എന്ന് നമുക്ക് പറയാൻ സാധിക്കും. 3000 മീറ്ററാണ് പുലിമുട്ടിന്റെ നീളം എന്ന് പറയുന്നത്. പുലിമുട്ടിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കുന്നതിലൂടെ അതോടൊപ്പം തന്നെ ഈ തുറമുഖത്തിനകത്തെ 11 kV ലൈൻ വൈദ്യുതി ലൈനിന്റെ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കി. അതോടൊപ്പം തന്നെ മറ്റു ഇൻഫ്രാസ്ട്രക്ചറൽ പ്രവർത്തനങ്ങളെല്ലാം പൂർത്തിയാക്കിയിട്ടുണ്ട്. അങ്ങനെ ഇത് ഓരോ ഘട്ടങ്ങളിലെ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കുന്നതനുസരിച്ച് കേന്ദ്രം കേരളത്തിന് ഈ ഫണ്ട് കൈമാറുമെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. അപ്പോൾ നിരന്തരമുള്ള പഴികൾക്കൊക്കെയും പിന്നാലെ അല്ലെങ്കിൽ നിരന്തരമുള്ള പഴികൾ മാത്രമാണ് കേരളത്തിന്റെ ഭാഗത്തു നിന്നും മറുപടിയായിട്ട് ഫലമായി കേന്ദ്രത്തിൽ ലഭിക്കുന്നത്. കേന്ദ്രം അധിക വികസനങ്ങൾ മുന്നിൽ കണ്ട് അല്ലെങ്കിൽ വികസന പ്രവർത്തനങ്ങൾ മുന്നിൽ കണ്ടാണ് ഈ തുക മുന്നോട്ട് വയ്ക്കുന്നത്. ഈ തുക കേരളത്തിന് കൈമാറുന്നത്. ആദ്യഘട്ടമായിട്ട് 525 കോടി രൂപ നൽകും. ഇത് ഒരുപക്ഷെ കേരളത്തിൽ തന്നെ വളരെ ഫലപ്രദമായിട്ട് ഉപയോഗിക്കാൻ സാധിക്കണം. കാരണം മൂലധന നിക്ഷേപമാണ്, നമ്മളിപ്പോൾ കൊടുക്കുന്ന മൂലധന നിക്ഷേപമാണ് വരും കാലങ്ങളിൽ ഈ നമ്മുടെ സമ്പദ് വ്യവസ്ഥയെ അല്ലെങ്കിൽ കേരളത്തിന്റെ ഈ വിഴിഞ്ഞം പദ്ധതിയുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന സമ്പദ് വ്യവസ്ഥയെ താങ്ങി നിർത്താൻ പോകുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ കേരളം ഇനി മുന്നോട്ട് വയ്ക്കുകയാണെങ്കിൽ കേന്ദ്രത്തിന്റെ പക്കൽ നിന്നും ഇത്തരത്തിലുള്ള ഈ മാരിടൈം ബോർഡ് മേഖലയിൽ അല്ലെങ്കിൽ ഇത്തരം മാരിടൈം മേഖലയിലെ ഇൻഫ്രാസ്ട്രക്ചറൽ വികസനങ്ങൾക്കുമായിട്ട് അധിക തുക തന്നെ കേന്ദ്രം കണ്ടെത്തുമെന്നാണ് നമുക്ക് ഈ ഘട്ടത്തിൽ പറയാൻ സാധിക്കുന്നത്. അനു, ശരി. ഓക്കെ. ഇനി സംസ്ഥാനത്ത് നടന്ന ഈ ക്ഷേമ പെൻഷൻ തട്ടിപ്പ്, ഉന്നത ഉദ്യോഗസ്ഥർ ഒരുപാട് പേര് ഈ പട്ടികയിൽ ഇടം പിടിച്ചതായി, ക്ഷേമ പെൻഷൻ തട്ടിയെടുത്തതായി ശ്രദ്ധയിൽപ്പെട്ടു. അതിൻ്റെ ലിസ്റ്റും എത്രയും പെട്ടെന്ന് തയ്യാറാക്കണമെന്ന് മുഖ്യമന്ത്രി ആവശ്യപ്പെടുന്നു. ആ ലിസ്റ്റ് തയ്യാറാക്കുന്നു. പക്ഷേ ആ ലിസ്റ്റ് കണ്ടവരൊക്കെ ഞെട്ടുകയും ചെയ്തു. കാരണം എത്ര ഉന്നത സ്ഥാനങ്ങളിൽ ഇരിക്കുന്ന ആളുകളാണ്. അതിനുശേഷം നടപടി എടുക്കാൻ പറഞ്ഞു. പക്ഷേ നടപടി എടുത്തപ്പോൾ ഉന്നത ഉദ്യോഗസ്ഥരെയൊക്കെ സർക്കാർ സംരക്ഷിക്കുന്ന നിലപാടാണ് കണ്ടത്. നടപടി നേരിട്ടവരിൽ ഭൂരിപക്ഷവും സാധാരണക്കാരായ താൽക്കാലിക ജീവനക്കാരുമാണ്. കൂടുതൽ തട്ടിപ്പുകാരുള്ള ആരോഗ്യ വിദ്യാഭ്യാസ വകുപ്പുകളിലും നടപടികളില്ല. രശ്മി കാർത്തികാണ് ഇതിൻ്റെ വിവരങ്ങൾ നമുക്ക് തരുന്നത്. രശ്മി, ഇത് തുടർച്ചയായി ഇതുമായി ബന്ധപ്പെട്ട് നടപടികൾ ഉണ്ടാകുമോ എന്നുള്ള ആശങ്കയാണ് നമുക്കുണ്ടായിരുന്നത്. നടപടികൾ ഉണ്ടായി, പക്ഷേ അത് കണ്ണിൽ പൊടിയിടാനുള്ള നടപടികളെന്ന് കരുതാം. കാരണം ഏറ്റവും അധികം ക്ഷേമ പെൻഷനുകൾ തട്ടിയെടുത്തവരിൽ ശ്രദ്ധിക്കപ്പെട്ടത് ഉന്നത സ്ഥാനത്തിരിക്കുന്ന ആളുകളെയായിരുന്നു. പക്ഷെ അവർക്കെതിരെ ഒന്നും നടപടി ഇല്ലാത്ത അവസ്ഥയാണോ? അങ്ങനെ തന്നെയാണ് വീണ. ഈ ക്ഷേമ പെൻഷൻ തട്ടിപ്പിൽ ഉന്നത ഉദ്യോഗസ്ഥരെ പൂർണ്ണമായും സംരക്ഷിക്കുന്ന നിലപാട് തന്നെയാണ് നിലവിൽ ഇപ്പോൾ സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ക്രൈംബ്രാഞ്ച് അന്വേഷണമൊക്കെ ഉണ്ടാകും. ഇത്തരത്തിൽ തട്ടിയെടുത്ത തുക തിരികെ പിടിക്കും, കർശനമായ നടപടി സ്വീകരിക്കും എന്നുള്ളതായിരുന്നു സർക്കാർ പറഞ്ഞൊരു കാര്യം. ഏതൊരു സംഭവങ്ങളെ പോലെ വലിയ രീതിയിൽ പ്രതിഷേധം ഉണ്ടാകുമ്പോൾ അത് തണുപ്പിക്കുന്നതിന്റെ ഭാഗമായി അല്ലെങ്കിൽ വലിയ രീതിയിൽ വിമർശനം ഉണ്ടാകുമ്പോൾ അത് തണുപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലുള്ള അന്വേഷണത്തിന്റെ പ്രഖ്യാപനം എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയേണ്ടത്. ഏറ്റവും താഴെത്തട്ടിലുള്ള ഉദ്യോഗസ്ഥർക്കെതിരെ
നടപടി കൈക്കൊള്ളുകയും എന്നാൽ ഇതിൽ യഥാർത്ഥമായി ഈ ഒരു അനർഹമായി ക്ഷേമ പെൻഷൻ കൈപ്പറ്റിയ ഉന്നതരായിട്ടുള്ള ഉദ്യോഗസ്ഥരെ പൂർണ്ണമായി സംരക്ഷിക്കുകയും ചെയ്യുന്ന ഒരു നിലപാടാണ് ഇപ്പോൾ നിലവിൽ സർക്കാർ കൈക്കൊണ്ടുകൊണ്ടിരിക്കുന്നത്. അതിൽ ഏറ്റവും കൂടുതൽ ഇത്തരത്തിൽ പെൻഷൻ അനർഹമായി കൈപ്പറ്റിയിരിക്കുന്നത് ആരോഗ്യവകുപ്പിലാണ്, മറ്റൊരു വകുപ്പ് വിദ്യാഭ്യാസ വകുപ്പാണ്. പക്ഷേ ഇവരിൽ ആർക്കെതിരെയും യാതൊരു നടപടിയും കൈക്കൊള്ളുന്നില്ല എന്നുള്ളതാണത്. ഒരു പാർട്ടി അനുഭാവികളാണ് ഇവരൊക്കെ എന്ന് തന്നെയാണ് ഇവർക്ക് ഈ സംരക്ഷണം തീർക്കുന്നതിന്റെ പ്രധാനമായ കാരണം. ഇതിൽ മൃഗസംരക്ഷണ വകുപ്പിലെ 72 പേർക്കെതിരെയും ഒപ്പം തന്നെ പൊതുഭരണ വകുപ്പിലെ 6 പേർക്കെതിരെയും നടപടിക്ക് ശുപാർശ ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ഇതുമായി ബന്ധപ്പെട്ട് കൃഷി വകുപ്പിലെ 6 പേരെ സസ്പെൻഡ് ചെയ്യുകയും ചെയ്തിരുന്നു. 1458 സർക്കാർ ജീവനക്കാരാണ് അനധികൃതമായി ക്ഷേമ പെൻഷൻ കൈപ്പറ്റുന്നതായി ഈ അന്വേഷണത്തിൽ കണ്ടെത്തിയിരുന്നത്. ഇതിനകത്ത് ഇപ്പോൾ നടപടി കൈക്കൊണ്ടിരുന്നവരൊക്കെ തന്നെ പാർട്ട് ടൈം ജീവനക്കാരാണ് എന്നതുകൂടി എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. ഗസറ്റഡ് ഉദ്യോഗസ്ഥരും കോളേജ് അസിസ്റ്റന്റ് പ്രൊഫസർമാരും ഉൾപ്പെടെ ഹയർ സെക്കൻഡറി അധ്യാപകരും അടക്കം ഈ തട്ടിപ്പിൽ ഉണ്ട്, ഈ പെൻഷൻ തട്ടിപ്പിലുണ്ട്. പക്ഷേ അവർക്കെതിരെയൊക്കെ പൂർണ്ണമായി സംരക്ഷണം ഒരുക്കിക്കൊണ്ട് പാർട്ട് ടൈം ജീവനക്കാർക്കെതിരെ മാത്രം പേരിന് വേണ്ടി മാത്രം ഒരു നടപടി കൈക്കൊള്ളുന്നു. ഇതുമായി ബന്ധപ്പെട്ട് പ്രഖ്യാപിച്ച അന്വേഷണങ്ങളും വെറും പ്രഹസനം മാത്രമായി ഒതുങ്ങുകയാണ്. വീണ, തങ്കേങ്കി ഘോഷയാത്രയുടെ 2ാം ദിവസത്തെ ചടങ്ങുകൾ അല്പസമയത്തിനുള്ളിൽ തന്നെ ആരംഭിക്കും. ഓമല്ലൂർ രക്തകണ്ഠസ്വാമി ക്ഷേത്രത്തിൽ നിന്നും ഘോഷയാത്ര ഉടൻ പുറപ്പെടുമെന്നാണ് അറിയുന്നത്. എന്തായാലും തത്സമയ ദൃശ്യങ്ങളിലേക്കും വിവരങ്ങളിലേക്കും ഒക്കെ എത്താം. മിഥുൻ മുരളി ചേരുകയാണ്. ഇന്നലെ രാത്രി വിശ്രമം ഓമല്ലൂരായിരുന്നു. അവിടെ നിന്ന് അല്പസമയത്തിനകം തന്നെ രഥഘോഷയാത്ര പുറപ്പെടും. മിഥുൻ, വിവരങ്ങൾ. ഘോഷയാത്ര പുറപ്പെടുന്നതിനുള്ള അവസാനവട്ട ഒരുക്കങ്ങളിലേക്കാണ് കടക്കുന്നത്. 8 മണിയോടുകൂടി ഘോഷയാത്ര ഓമല്ലൂർ രക്തകണ്ഠസ്വാമി ക്ഷേത്രത്തിൽ നിന്നും പുറപ്പെടും. ഇപ്പോൾ തങ്കയങ്കി രഥത്തിലേക്ക് എത്തിച്ചിട്ടുണ്ട്. അതിനോടനുബന്ധിച്ചിട്ടുള്ള ഘോഷയാത്രയുടെ 2ാം ദിവസത്തെ പ്രയാണം ആരംഭിക്കുന്നതിനോട് മുന്നോടിയായിട്ടുള്ള ചില ചടങ്ങുകളാണ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് 8 മണിക്ക് ഇവിടെ നിന്ന് പുറപ്പെടുന്ന ഘോഷയാത്ര ഉച്ചയ്ക്ക് 1 മണിയോടുകൂടി കടമനിട്ട ദേവീക്ഷേത്രത്തിലെത്തും. കടമനിട്ട ദേവീക്ഷേത്രത്തിൽ ആണ് ഇന്നത്തെ വിശ്രമം, ഉച്ചയ്ക്കുള്ള വിശ്രമവും ഭക്ഷണവും മറ്റു കാര്യങ്ങളും എല്ലാം ഒരുക്കിയിരിക്കുന്നത്. ഉച്ചയ്ക്ക് 1 മണിക്ക് അവിടെ എത്തുന്ന ഘോഷയാത്ര പിന്നീട് 2:15 വീണ്ടും ഉച്ചയ്ക്ക് ശേഷമുള്ള പ്രയാണം ആരംഭിക്കുന്നത്. വൈകിട്ട് 6:45 കോന്നിയിലെത്തും. കോന്നിയിൽ മുരിങ്ങമംഗലം ക്ഷേത്രത്തിലാണ് ഇന്നത്തെ രാത്രി വിശ്രമം ഒരുക്കിയിരിക്കുന്നത്. രാത്രി 8:30 കോന്നി മുരിങ്ങമംഗലം ക്ഷേത്രത്തിൽ എത്തുന്ന ഘോഷയാത്ര ഇന്ന് രാത്രി വിശ്രമത്തിന് ശേഷം നാളെ കോന്നി മുരിങ്ങമംഗലം ക്ഷേത്രത്തിൽ നിന്നും രാവിലെ 8 മണിക്ക് പുറപ്പെട്ട് രാത്രി 8:30 പേരിനാട് ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലെത്തും. പേരിനാട് ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ നിന്നുമാണ് 25-ാം തീയതി ഘോഷയാത്ര സന്നിധാനത്ത് എത്തിച്ചേരുന്ന ദിവസത്തെ 4ാം ദിവസത്തെ പ്രയാണം ആരംഭിക്കുന്നത്. അന്ന് രാവിലെ 11 മണിക്ക് നിലയ്ക്കലെത്തുന്നു. ഉച്ചയ്ക്ക് 1 മണിക്ക് പമ്പയിലെത്തുന്നു. പമ്പയിലെ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങി പമ്പയിൽ നിന്നും 3 മണിക്ക് പുറപ്പെട്ട് വൈകിട്ട് 5:30 ശരംകുത്തിയിലെത്തുന്നു. ശരംകുത്തിയിൽ നിന്നും ദേവസ്വം ബോർഡ് ഭാരവാഹികളും മറ്റും ആചാരപരമായിട്ടുള്ള സ്വീകരണത്തോടുകൂടി ഘോഷയാത്രയെ ആനയിച്ച് 18ാം പടി കയറി സോപാനത്തേക്ക് എത്തുമ്പോൾ തന്ത്രിയും മേൽശാന്തിയും ചേർന്ന് തങ്കയങ്കി ഏറ്റുവാങ്ങി അയ്യപ്പസ്വാമിയെ ചേർത്തി അയ്യപ്പ സ്വാമി ഭക്തരുടെ ചിരകാല അഭിലാഷമായ 1 വർഷത്തെ ആറ്റുനോറ്റുള്ള കാത്തിരിപ്പായിട്ടുള്ള തങ്കയങ്കി ചാർത്തിക്കൊണ്ടുള്ള ദീപാരാധന തൊഴുന്നതിന് വേണ്ടിയുള്ള ആ കാത്തിരിപ്പിന്റെ ആ മുഹൂർത്തമാണ്, പുണ്യമുഹൂർത്തമാണ് 25-ാം തീയതി വൈകിട്ട് 6:30. പിന്നീട് 26-ാം തീയതി മണ്ഡല പൂജ നടക്കുന്ന ഉച്ചയ്ക്ക് തങ്കയങ്കി ചാർത്തിക്കൊണ്ടുള്ള മണ്ഡല പൂജ നടക്കും. അന്ന് 41 ദിവസത്തെ ഇത്തവണത്തെ മണ്ഡലകാലത്തിന് സമാപനം കുറിച്ചുകൊണ്ട് മണ്ഡല പൂജയും നടക്കും. ഇപ്പോൾ അല്പസമയത്തിനുള്ളിൽ തന്നെ 8 മണിയോടുകൂടി തന്നെ ഓമല്ലൂർ രക്തകണ്ഠസ്വാമി ക്ഷേത്രത്തിൽ നിന്നും ഘോഷയാത്ര പുറപ്പെടും. അതിനോട് അനുബന്ധിച്ച് തന്നെ ഈ ക്ഷേത്രവും പരിസരവും എല്ലാം ഭക്തജനങ്ങളാൽ തിങ്ങി നിറഞ്ഞിരിക്കുകയാണ്. രാവിലെ മുതൽ തന്നെ ക്ഷേത്രത്തിലേക്ക് ധാരാളം ഭക്തജനങ്ങൾ എത്തുന്നുണ്ട്. ഇന്നലെ നമ്മൾ കണ്ടതാണ് വിവിധ ഭാഗങ്ങളിൽ പ്രയാണം നടത്തുന്ന ഘോഷയാത്ര കടന്നു വരുന്ന ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രം മുതൽ പമ്പ വരെയുള്ള മുഴുവൻ ഭാഗങ്ങളും മുഴുവൻ വഴിത്താരകളും ഈ ഘോഷയാത്രയെ സ്വീകരിക്കുന്നതിന് വേണ്ടി ആനയിക്കുന്നതിന് വേണ്ടി ശരണമന്ത്രങ്ങളാൽ മുഖരിതമായി തീർന്ന അന്തരീക്ഷം, ഭക്തിസാന്ദ്രമായി തീർന്നിരിക്കുന്ന അന്തരീക്ഷം അത് തന്നെയാണ് ഇന്നും കാണുവാൻ കഴിയുന്നത്. രാവിലെ തന്നെ ക്ഷേത്രത്തിലേക്ക് ധാരാളം ഭക്തജനങ്ങൾ എത്തുന്നുണ്ട്. തങ്കയങ്കി ദർശിക്കുന്നതിന് വേണ്ടിയുള്ള കാത്തുനിൽപ്പിലായിരുന്നു ഭക്തജനങ്ങൾ. അല്പസമയം മുൻപായിരുന്നു തങ്കയങ്കി ഈ രഥത്തിലേക്ക് മാറ്റിയത്. ഈ പ്രത്യേക സുരക്ഷാ ക്രമീകരണങ്ങളും മറ്റ് ഒരുക്കങ്ങളും എല്ലാം പൂർത്തിയാക്കിയ ശേഷം മാത്രമായിരിക്കും ഓരോ ദിവസവും രാത്രി വിശ്രമത്തിന് ശേഷം തങ്കയങ്കി ഈ രഥത്തിലേക്ക് എത്തിക്കുക. അങ്ങനെയുള്ള പരിശോധനകളും മറ്റും പൂർത്തിയാക്കി അല്പസമയം മുമ്പ് 5 മിനിറ്റ് മുൻപ് ഘോഷയാത്രയ്ക്കുടെ ഭാഗമായിട്ടുള്ള തങ്കയങ്കി ഇവിടെ ഈ രഥത്തിലേക്ക് എത്തിച്ചു, ആനയിച്ച് എത്തിച്ചു. അതിനുശേഷം ഭക്തജനങ്ങൾക്ക് തങ്കയങ്കി ദർശിക്കുന്നതിനുള്ള
ആ പുണ്യ നിമിഷമാണ് അല്പസമയമുള്ളത്. തങ്കയങ്കി ദർശിച്ച് അവർക്ക് നേർച്ചകൾ വഴിപാടുകൾ അയ്യപ്പസ്വാമിക്ക് സമർപ്പിച്ച് പ്രസാദം ഏറ്റുവാങ്ങി അങ്ങനെ ഉള്ള ചടങ്ങുകളുമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ഇനി 8 മണിയോടുകൂടി ഘോഷയാത്ര ഇവിടെ നിന്ന് പുറപ്പെടും. 10:45 പത്തനംതിട്ട ടൗണിലേക്ക് ഘോഷയാത്ര എത്തും. പത്തനംതിട്ട ഊരാമൺ ക്ഷേത്രം, ഒപ്പം മറ്റ് അനുബന്ധ ക്ഷേത്രങ്ങളിലും എല്ലാം ശാസ്താക്ഷേത്രം അടക്കമുള്ള പത്തനംതിട്ട ടൗണിലെ വിവിധ ക്ഷേത്രങ്ങളിലെ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങും. ഇന്നലെ 29 ഇടങ്ങളിലെ സ്വീകരണങ്ങളാണ് ഘോഷയാത്ര ഏറ്റുവാങ്ങിയത്. അതിൽ ക്ഷേത്രങ്ങളുണ്ട്, ഒപ്പം ഭക്തജന സംഘടനകൾ, വിവിധ സംഘടനകളുടെയൊക്കെ നേതൃത്വത്തിൽ ഒരുക്കിയിരിക്കുന്ന സ്വീകരണ കേന്ദ്രങ്ങളുണ്ട്. അങ്ങനെ 29 ഇടങ്ങളിലെ സ്വീകരണങ്ങൾ ഇന്നലെ ഏറ്റുവാങ്ങി. ഇന്ന് 23 ഇടങ്ങളിലെ സ്വീകരണങ്ങളാണ് ഏറ്റുവാങ്ങാനുള്ളത്. അങ്ങനെ ക്ഷേത്രങ്ങളിലും മറ്റ് ഭക്തജന സംഘടനകളും ഒക്കെ ഒരുക്കുന്ന 23 കേന്ദ്രങ്ങളിലെ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങിയാണ് ഇന്ന് രാത്രി 8:30 കോന്നി മുരിങ്ങമംഗലം ക്ഷേത്രത്തിലേക്ക് ഘോഷയാത്ര എത്തി രാത്രി വിശ്രമം നടത്തുക. 78-ലധികം കേന്ദ്രങ്ങളാണ്, 80-ന് അടുത്ത് കേന്ദ്രങ്ങളിലാണ് ആകെ സ്വീകരണങ്ങൾ ഘോഷയാത്രയ്ക്ക് ഈ 4 ദിവസങ്ങളിലായിട്ട് ഒരുക്കിയിരിക്കുന്നത്. വിവിധ ഇടങ്ങളിലെല്ലാം വലിയ ഭക്തജനത്തിരക്ക്, ഭക്തജനങ്ങളാൽ തിങ്ങി നിറയുന്ന സാഹചര്യം. ഓരോ വർഷവും ഭക്തജനങ്ങളെ സംബന്ധിച്ച് ആറ്റുനോറ്റ് അവർ കാത്തിരിക്കുന്ന ഓരോ വർഷത്തെയും കാത്തിരിപ്പിന്റെ നിമിഷങ്ങളാണ് ഈ 4 ദിവസം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ വിവിധ ഭാഗങ്ങളിലെല്ലാം ഭക്തജനങ്ങൾ തിങ്ങി നിറഞ്ഞ് ഘോഷയാത്രയെ വരവേൽക്കുന്ന നിറപറയും നിലവിളക്കും ഒക്കെ ഒരുക്കി മണിക്കൂറുകൾ കാത്തുനിന്ന് അയ്യപ്പസ്വാമിക്ക് വഴിപാടുകൾ അർപ്പിച്ച് പ്രസാദം ഏറ്റുവാങ്ങി അങ്ങനെ കാത്തു നിൽക്കുന്ന ഭക്തജനങ്ങളാണ് നാടിന്റെ നാനാഭാഗങ്ങളിൽ. ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിന്റെ വഴിത്താരം മുതൽ അങ്ങ് പമ്പ വരെയുള്ള വിവിധ ഭാഗങ്ങളിലെല്ലാം ഘോഷയാത്ര പ്രയാണം നടത്തുന്ന ഭാഗങ്ങളിലെല്ലാം ഉള്ള ഭക്തജനങ്ങൾ കാത്തിരിപ്പോടുകൂടിയാണ് ഈ ഘോഷയാത്രയെ വരവേൽക്കുന്നത്. ഇനി ഈ അവസാനവട്ട ഒരുക്കങ്ങൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ ഘോഷയാത്ര ഇവിടെ നിന്ന് പുറപ്പെടും. അനു. ശരി മിഥുൻ, തത്സമയ ദൃശ്യങ്ങൾ കൂടിയാണ് നമ്മൾ കാണുന്നത്. ഇന്നും വിവിധ ക്ഷേത്രങ്ങളിൽ സ്വീകരണമുണ്ട്. ഉമ്മലൂരിൽ നിന്ന് അല്പസമയത്തിനകം തന്നെ തങ്കയങ്കി ഘോഷയാത്ര പുറപ്പെടും. അപ്പോഴെല്ലാം നമ്മൾ തത്സമയ ദൃശ്യങ്ങൾ നൽകുകയും ചെയ്യും. ഇനി നമുക്ക് ഡൽഹിയിൽ CBCI ആസ്ഥാനത്ത് നടക്കുന്ന ക്രിസ്മസ് ആഘോഷത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുക്കുമെന്ന വാർത്തയിലേക്കാണ് പോകേണ്ടത്. വൈകിട്ട് 6:30 സെക്രട്ടേറിയറ്റ് ഹാർട്ട് ദേവാലയത്തിലാണ് പ്രധാനമന്ത്രി എത്തുക. ബിഷപ്പുമാരുമായും കർദിനാൾമാരുമായും പ്രധാനമന്ത്രി ആശയവിനിമയം നടത്തും. വിവരങ്ങളുമായി ഗൗതം അനന്തനാരായണൻ ചേരുന്നു. ഗൗതം, ലോകമെമ്പാടും ക്രിസ്ത്യൻ മത വിശ്വാസികൾ ക്രിസ്മസ് ആഘോഷിക്കാൻ തയ്യാറെടുക്കുകയാണ്. അപ്പോൾ കൂട്ടായ്മകളിൽ ഇങ്ങനെ ക്രിസ്മസ് ആഘോഷങ്ങൾ തുടരുകയുമാണ്. പ്രധാനമന്ത്രി പങ്കെടുക്കാൻ എത്തുന്നതിൻ്റെ വലിയ ആവേശം എത്രത്തോളം ഉണ്ട് അവിടെ? വീണ, കുവൈറ്റ് സന്ദർശനത്തിന് ശേഷം അദ്ദേഹം ഇന്നലെ രാത്രി രാജ്യ തലസ്ഥാനത്ത് തിരിച്ചെത്തിക്കഴിഞ്ഞു. ഇന്നിപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഇന്നത്തെ ദിവസത്തെ ചടങ്ങ് എന്നത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ വൈകുന്നേരം 6:30 അദ്ദേഹം ഡൽഹിയിലെ സീക്രട്ട് ഹാർട്ട് ക്രിസ്തീയ ദേവാലയത്തിൽ, അത് ഗോൾഡൻ ഖാനയിലാണ്, അവിടെ അദ്ദേഹം വൈകുന്നേരം എത്തുക. 6:30 അവിടെ ക്രിസ്മസ് ആഘോഷങ്ങളിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുക്കുന്നു എന്നതാണ് വളരെ ശ്രദ്ധേയമായ ഘടകം. ഇതിപ്പോൾ അദ്ദേഹത്തിന്റെ ഈ തവണത്തെ ഈ ക്രിസ്മസിൽ അദ്ദേഹം 2ാമത്തെ പൊതുപരിപാടിയിലാണ് പങ്കെടുക്കുന്നത്. 19-ാം തീയതി കേന്ദ്ര ന്യൂനപക്ഷകാര്യ വകുപ്പ് മന്ത്രി, നമ്മുടെ സ്വന്തം മലയാളിയായിട്ടുള്ള ജോർജ് കുര്യന്റെ ഡൽഹിയിലെ വസതിയിൽ നടന്ന ക്രിസ്മസ് ആഘോഷത്തിൽ പ്രധാനമന്ത്രി പങ്കെടുത്തിരുന്നു. നിരവധി ബിഷപ്പുമാരും അതോടൊപ്പം തന്നെ കർദിനാൾമാരും ഒക്കെ ആ ചടങ്ങിന്റെ ഭാഗമായി. ഒപ്പം കേരളം പോലുള്ള സംസ്ഥാനങ്ങളിൽ, ക്രൈസ്തവർ ധാരാളമുള്ള സംസ്ഥാനങ്ങളിൽ നിന്നും സാമൂഹിക രംഗത്തും അതോടൊപ്പം തന്നെ കായിക സിനിമാ രംഗങ്ങളിലൊക്കെ പ്രമുഖരായിട്ടുള്ള നിരവധി ക്രൈസ്തവ സഹോദരന്മാർ ആ ഒരു പൊതുപരിപാടിയുടെ, ജോർജ് കുര്യന്റെ ഡൽഹിയിലെ ഔദ്യോഗിക വസതിയിൽ നടന്ന പൊതുപരിപാടിയുടെ ഭാഗമായിരുന്നു. അതിനുശേഷമാണ് ഇന്നിപ്പോൾ CBCIയുടെ ആസ്ഥാനത്തേക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്തുന്നു എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമാകുന്ന ഘടകം. ആദ്യമായിട്ടാണ് അദ്ദേഹം ക്രിസ്മസ് ആഘോഷത്തിനായി CBCI ആസ്ഥാനത്ത് ഈ ഗോൾഡൻ ഖാനയിലേക്ക് എത്തുന്നത്. അദ്ദേഹം മുൻപ് ഈ ദേവാലയത്തിൽ വന്നിട്ടുണ്ട്. നമുക്കറിയാം, ഏതാണ്ട് 1.5 വർഷങ്ങൾക്ക് മുമ്പ് 2023 ഏപ്രിൽ മാസം 9-ാം തീയതി ഈസ്റ്റർ ദിനത്തിൽ ഈസ്റ്റർ ആഘോഷിക്കാൻ, ക്രൈസ്തവ സുഹൃത്തുക്കൾക്കൊപ്പം ഈസ്റ്റർ ആഘോഷിക്കാൻ അദ്ദേഹം ഇതേ ദേവാലയത്തിൽ 2023 വന്നതാണ്, കഴിഞ്ഞ വർഷം വന്നതാണ്. അതിനുശേഷമാണ് ഇപ്പോൾ ക്രിസ്മസ് ആഘോഷത്തിനായി ഇതേ ദേവാലയത്തിൽ, പ്രത്യേകിച്ച് കത്തോലിക് ബിഷപ്പ് കോൺഫറൻസിന്റെ ആസ്ഥാനം നിലകൊള്ളുന്ന ഗോൾഡൻ ഖാനയിലെ സേക്രഡ് ഹാർട്ട് ദേവാലയത്തിലേക്ക് പ്രധാനമന്ത്രി എത്തുന്നു എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും അത് വലിയൊരു സന്ദേശം നൽകുകയാണ്. പ്രത്യേകിച്ച് ലോകമെമ്പാടുമുള്ള ക്രൈസ്തവർക്ക് കൂടി നൽകുന്ന ഒരു സന്ദേശമാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പ്രത്യേകിച്ച് പോപ്പിന്റെ ഭാരത സന്ദർശനം സംബന്ധിച്ചുള്ള അന്തിമഘട്ട ചർച്ചകൾ നടക്കുന്ന ഒരു സമയത്ത്, കാരണം അദ്ദേഹം ഭാരതത്തിലേക്ക് എത്തുന്നതിന് വലിയ താല്പര്യം പ്രകടിപ്പിക്കുകയും ഭാരതത്തിന്റെ പ്രധാനമന്ത്രി തന്നെ നേരിട്ട് പോപ്പിനെ ക്ഷണിക്കുകയും ഒക്കെ ചെയ്തത് അടുത്ത കാലത്താണ്. ഇനി അത് സംബന്ധിച്ചുള്ള തീയതി വത്തിക്കാനും അതുപോലെ തന്നെ
വിദേശകാര്യ മന്ത്രാലയവും തമ്മിലുള്ള ആ ഒരു ധാരണ ഒരു തീയതി എത്തിക്കഴിഞ്ഞാൽ പോപ്പിന്റെ ഭാരത സന്ദർശനം ഉണ്ടാകും. അപ്പോൾ സ്വാഭാവികമായും ആ തീയതിക്ക് വേണ്ടി ഭാരതത്തിലെമ്പാടുമുള്ള ക്രൈസ്തവർ കാത്തിരിക്കുന്ന ഘട്ടത്തിലാണ് ഇന്നിപ്പോൾ ക്രിസ്മസ് ആഘോഷിക്കുവാനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി വൈകുന്നേരം രാജ്യ തലസ്ഥാനത്തിന്റെ ഹൃദയഭാഗത്തുള്ള ഈ ദേവാലയത്തിലേക്ക് എത്തുന്നത്. വീണ. ഓക്കെ, ശരി ഗൗതം. വീണ്ടും സംസ്ഥാന വാർത്തകളിലേക്ക് മടങ്ങിയെത്താം. മുണ്ടക്കൈ ചൂരൽമല ദുരന്തവുമായി ബന്ധപ്പെട്ട പുറത്തിറക്കിയ കരട് ലിസ്റ്റ് അംഗീകരിക്കാൻ കഴിയില്ലെന്ന് പ്രദേശവാസികൾ. സർക്കാർ പുറത്തുവിട്ട പട്ടികയിൽ അർഹതയുള്ളവർ ഇല്ല എന്നും ടൗൺഷിപ്പിനുള്ള സ്ഥലം ഏറ്റെടുക്കുക പോലും ചെയ്യാതെയുള്ള പട്ടിക എന്തിനാണ് എന്ന് ആണ് ഈ ദുരിതബാധിതരുടെയൊക്കെ ചോദ്യം. സംഭവവുമായി ബന്ധപ്പെട്ട് പ്രതിഷേധം ശക്തമാക്കാനാണ് ചൂരൽമല ആക്ഷൻ കമ്മിറ്റികളുടെ തീരുമാനവും. അർജുൻ PS വിവരങ്ങളുമായി ചേരുന്നു. അർജുൻ, ഈ പുനരധിവാസം സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ സംസ്ഥാന സർക്കാർ പഴി കേട്ടുകൊണ്ടിരിക്കുന്ന നാളുകൾ കൂടിയാണ്. വലിയ വായിൽ പുനരധിവാസം ഉറപ്പ് എന്ന് പറയുമ്പോഴും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ അത് പ്രതിപക്ഷ പാർട്ടികൾ ഉയർത്തിക്കാട്ടുന്നു. അതോടൊപ്പം തന്നെ ഇപ്പോൾ ചൂരൽമല മുണ്ടക്കൈ നിവാസികളും ഈ പ്രശ്നം ചൂണ്ടിക്കാട്ടുന്നു. അവർക്കിത് വേണ്ട എന്ന് പ്രഖ്യാപിക്കുകയും ചെയ്യുന്നു. ഗുഡ് മോർണിംഗ്. തീർച്ചയായും അത്തരത്തിൽ തന്നെയാണ്. ഇത് 2-3 ദിവസമായി കരട് ലിസ്റ്റ് പുറത്തിറങ്ങിയിട്ട് പക്ഷേ യാതൊരു വിധത്തിലുള്ള മറുപടിയും ഉദ്യോഗസ്ഥരോ അല്ലെങ്കിൽ രാഷ്ട്രീയ പാർട്ടിയുടെ നേതാക്കളോ നൽകുന്നില്ല എന്നുള്ളതാണ് ഏറെ വസ്തുത. CPM-ന്റെ ആളുകളടക്കം വലിയ രീതിയിൽ ഇതിനെക്കുറിച്ച് പ്രതികരിച്ചിട്ടില്ല. കൃത്യമായി തന്നെ ഈ ഒരു വിഷയം പറയുമ്പോൾ ഒഴിഞ്ഞു മാറുന്ന ഒരു സ്ഥിതിവിശേഷമാണുള്ളത്. നമുക്കിവിടെ നോക്കാൻ കഴിയുമ്പോൾ കാണുന്നത് 308 കുടുംബങ്ങളാണ് ആ ഈ ലിസ്റ്റിലുള്ളത്. എന്നാൽ അതിൽ 308 കുടുംബങ്ങളിൽ 17 കുടുംബങ്ങൾ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിലും ആ കുടുംബങ്ങളിൽ നിന്നും ആരും അവശേഷിക്കുന്നില്ല. ഈ ആരും അവശേഷിക്കാത്ത ആളുകൾക്ക് ഈ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ട് എന്താണ് കാര്യം എന്നുള്ളതാണ് ബാക്കിയുള്ളവർ ചോദിക്കുന്നത്. കാരണം അവിടെ ആരുമില്ല, എല്ലാവരും മരണപ്പെട്ട് കഴിഞ്ഞു. സ്വാഭാവികമായും അവർക്ക് ഇത്തരത്തിൽ ലിസ്റ്റിൽ ഇടം പിടിച്ചു കഴിഞ്ഞാൽ മറ്റുള്ളവർക്ക് ഈ ഒരു ലിസ്റ്റിലേക്ക് കയറാനുള്ള സാധ്യത വളരെ ചുരുങ്ങുന്ന ഒരു സാഹചര്യമാണുള്ളത്. ഇവരെ പക്ഷേ ഇതിന് മറുപടിയായി പറയുന്നത് ഇത് കരട് ലിസ്റ്റ് ആണെന്നാണ്. കരട് ലിസ്റ്റ് ആണെങ്കിൽ കൂടിയും 4 മാസത്തിന് ശേഷമാണ് ഒരു കരട് ലിസ്റ്റ് ഉണ്ടാക്കുന്നത്. സ്വാഭാവികമായിട്ടും നമുക്കറിയാം ഒരു സാധാരണ ഒരു കരട് ലിസ്റ്റ് ഉണ്ടാക്കണമെങ്കിൽ 1-2 മാസം മതി. അതും കഴിഞ്ഞ് 4 മാസങ്ങൾക്ക് ശേഷമാണ് ഇത്തരത്തിൽ ഒരു കരട് ലിസ്റ്റ് ഉണ്ടാക്കിയത് എന്നുള്ളതാണ് നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ടത്. എന്നാൽ അതിൽ അടിമുടി പിഴവാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ഒന്ന്, ഇത്തരത്തിൽ 17 കുടുംബങ്ങൾ, ഒരാൾ പോലും അവശേഷിക്കാത്ത 17 കുടുംബങ്ങൾ അവിടെ ഉണ്ടാകുന്നു. മാത്രമല്ല ഒരാളുടെ പേര് തന്നെ നിരവധി തവണ ഇരട്ടിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. ഈ ലിസ്റ്റിൽ തന്നെ ഒരാളുടെ പേര് മറ്റു സ്ഥലത്തും, ഒരാൾ ആദ്യം 16 നമ്പറിലുള്ള ആളുടെ പിന്നീട് 28 നമ്പറിലും ഇദ്ദേഹത്തിന്റെ പേര് തന്നെ ഉൾപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അങ്ങനെ നിരവധി പേരുടെ 10-ലധികം പേരുടെ പേരുകളാണ് ഇത്തരത്തിൽ ഇരട്ടിക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മാത്രമല്ല ഈ ഒരു ലിസ്റ്റിൽ അർഹതയില്ലാത്തവർ കുറെ പേർ കടന്നുകൂടിയിട്ടുണ്ട് എന്നുള്ളത് അടക്കമുള്ളവർ ഉള്ളത് ചൂണ്ടിക്കാണിക്കുന്നത്. ഈ പ്രദേശവാസികൾ അടക്കമാണ് ഇത് ചൂണ്ടിക്കാണിക്കുന്നത്. അത്തരത്തിൽ നിരവധി പേർ ഇതിൽ കടന്നുകൂടിയിട്ടുണ്ട്. എന്നാൽ അർഹതയുള്ളവരാവട്ടെ ഇതിൽ കടന്നുകൂടിയിട്ടില്ല എന്നുള്ള ഒരു വസ്തുതയുമുണ്ട്. ഇപ്പോഴും ഇവർ താമസിക്കുന്നത് ഈ ഇത്തരത്തിൽ നമ്മൾ പറയുന്ന വാടക വീടുകളിലും അതുപോലെ തന്നെ ബന്ധുവീടുകളിലുമാണ്. പക്ഷേ യാതൊരു വിധത്തിലുള്ള നടപടിയും ഇവരെ മാറ്റിപ്പാർപ്പിക്കാൻ തുടങ്ങിയിട്ടില്ല. ഈ ടൗൺഷിപ്പ് പദ്ധതിക്ക് വേണ്ടിയാണ് ഇത്തരത്തിലുള്ള ഒരു കരട് ലിസ്റ്റ് പ്രഖ്യാപിച്ചിട്ടുള്ളതെങ്കിലും ടൗൺഷിപ്പ് പദ്ധതിയുമായി ബന്ധപ്പെട്ട സ്ഥലം ഏറ്റെടുക്കുവാൻ പോലും ഇതുവരെ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് ഏറെ വസ്തുത. അത്തരത്തിൽ സ്ഥലം ഏറ്റെടുക്കുവാൻ 2 കമ്പനികളെ ഇവർ സമീപിക്കുകയും ചെയ്തിരുന്നു. അവരുടെ ഭൂമി ഏറ്റെടുക്കുക, അതായത് ഒരു 2 സ്വകാര്യ കമ്പനികളുടെ ഭൂമി ഏറ്റെടുക്കാനുള്ള ഒരു സാധ്യത തെളിഞ്ഞു വന്നിരുന്നു. പക്ഷെ അതെല്ലാം ഈ കേസിൽ നിൽക്കുന്ന, കോടതിയിൽ കേസിൽ നിൽക്കുന്ന ആ സ്ഥലങ്ങളാണ് സർക്കാർ നോക്കിയിട്ടുള്ളത്. പക്ഷെ ഇതുവരെയും ആ സ്ഥലവുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുവാൻ അല്ലെങ്കിൽ യാതൊരു വിധത്തിലുള്ള ഒരു മുന്നോട്ട് പോക്ക് ഉണ്ടായിട്ടില്ല എന്നിരിക്കെയാണ് ഇത്തരത്തിലുള്ള ഒരു കരട് ലിസ്റ്റ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ തങ്ങൾക്ക് ഈ കരട് ലിസ്റ്റിനോട് താല്പര്യമില്ല, ഈ കരട് ലിസ്റ്റ് പുനഃപരിശോധിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് ആ പ്രദേശവാസികൾ അടക്കം പറയുന്നത്. ശരി അർജുൻ. വയനാട് പുനരധിവാസ പദ്ധതി നിർവഹണത്തിന് പുതിയ സമിതിയെ നിയമിക്കുന്നതിൽ ഇന്ന് തീരുമാനമുണ്ടായേക്കും. വയനാട് പുനരധിവാസ പദ്ധതിയുടെ കരട് ചീഫ് സെക്രട്ടറി അവതരിപ്പിച്ചു. പുനരധിവാസത്തിന് 750 കോടിയാണ് പ്രതീക്ഷിക്കുന്നത്. സ്പോൺസർമാരുടെ ലിസ്റ്റ് പദ്ധതി രേഖയിൽ ഉൾപ്പെടുത്തുമെന്നും അറിയുന്നു. രശ്മി കാർത്തിക ഇതിന്റെ വിവരങ്ങൾ നൽകി. രശ്മി, ഇതുമായി ബന്ധപ്പെട്ട് ലഭിക്കുന്ന വിവരങ്ങൾ എന്താണ്? വയനാട് പുനരധിവാസ പദ്ധതിയുമായി ബന്ധപ്പെട്ട് അതിന്റെ ആ പദ്ധതി നിർവഹണത്തിന് വേണ്ടിയിട്ടുള്ള പുതിയ സമിതിയെ അത് ഇന്ന് തീരുമാനമെടുത്തേക്കും. സമിതിയെ രൂപീകരിക്കുന്ന കാര്യത്തിൽ ഇന്ന് തീരുമാനം ഉണ്ടാകും എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. പദ്ധതിയിൽ കരട്, ഇതിന്റെ പുനരധിവാസ പദ്ധതിയുടെ കരട് കഴിഞ്ഞ ദിവസം ചീഫ് സെക്രട്ടറി അവതരിപ്പിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. 750 കോടി രൂപയാണ് ഈ പുനരധിവാസത്തിനായി നിലവിൽ പ്രതീക്ഷിക്കുന്ന തുക. അതോടൊപ്പം തന്നെ ഇതിൽ സ്പോൺസർമാരുടെ ലിസ്റ്റ് ഈ പദ്ധതി രേഖയിൽ കൃത്യമായി ഉൾപ്പെടുത്തും എന്നുള്ളത് അറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. 50
50 വീടുകൾക്ക് മുകളിൽ സ്പോൺസർ ചെയ്തവരെ അവരുടെ പേരും പ്രത്യേകമായി രേഖപ്പെടുത്തുമെന്നുള്ളതാണ്. കിഫ്ബി തയ്യാറാക്കിയ ഒറ്റനില വീടുകളുടെ ഡിസൈൻ ഈ മന്ത്രിസഭാ യോഗത്തിൽ അവതരിപ്പിക്കും. അതോടൊപ്പം തന്നെ ചുമതലകൾ ആർക്കൊക്കെ ഈ സമിതിയെ രൂപീകരിച്ചതിന് ശേഷം അവരുടെ ചുമതലകൾ എന്തൊക്കെയാണെന്ന തരത്തിൽ കൃത്യമായി പദ്ധതിയിൽ രേഖപ്പെടുത്തും എന്നുള്ളതാണ്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ടുള്ള കൂടിയാലോചനകളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇന്ന് ആ സമിതി രൂപീകരിക്കുന്നതിൽ ഇന്ന് അന്തിമ തീരുമാനം ഉണ്ടാകുമെന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. വീണ, തങ്കയങ്കി വഹിച്ചുള്ള ഘോഷയാത്രയുടെ 2ാം ദിവസത്തെ യാത്രയിലേക്കാണ്. ഓമലൂർ രക്തകണ്ഠസ്വാമി ക്ഷേത്രത്തിൽ നിന്നും ഘോഷയാത്ര പുറപ്പെട്ടു എന്നാണ് അറിയുന്നത്. മിഥുൻ മുരളി അത് അപ്ഡേറ്റ് ചെയ്യും. മിഥുൻ, ഘോഷയാത്ര പുറപ്പെട്ടു എന്നുള്ളതാണ് വിവരങ്ങൾ എന്താണ്? ഓമല്ലൂർ രക്തകണ്ഠസ്വാമി ക്ഷേത്രത്തിലായിരുന്നു ഇന്നലെ പുറത്തേക്ക് ഇറങ്ങുകയാണ് ഘോഷയാത്ര. ഇന്നലെ രാത്രി വിശ്രമം അവിടെയായിരുന്നു. അതിനുശേഷമാണ് ഇന്ന് അവിടെ നിന്നും വീണ്ടും യാത്ര തിരിക്കുന്നത്. തത്സമയ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നതും. മിഥുൻ കൂടുതൽ വിവരങ്ങൾ നൽകും. മിഥുൻ, വഴിപാടുകളിലും ഘോഷയാത്രയുടെ പ്രകടനം നടത്തുന്ന വഴിപാടുകളെല്ലാം ഭക്തജനങ്ങളാൽ തിങ്ങി നിൽക്കുന്ന ഭക്തിശാസ്ത്രമായ സ്വർണ്ണമന്ത്ര മിശ്രിതം മാത്രമായ അന്തരീക്ഷത്തിൽ മാറിയിരിക്കുന്നത്. രാവിലെ രക്തകണ്ഠസ്വാമി ക്ഷേത്രത്തിലേക്ക് ഭക്തജന പ്രവാഹമായിരുന്നു. ഘോഷയാത്ര ദർശിക്കുന്നതിന് വേണ്ടി തങ്കയങ്കി ദർശിക്കുന്നതിന് വേണ്ടി ഭക്തജനങ്ങളുടെ അഭൂതപൂർവമായിട്ടുള്ള തിരക്കായിരുന്നു ഓമല്ലൂർ രക്തകണ്ഠസ്വാമി ക്ഷേത്രത്തിൽ രാവിലെ ഉണ്ടായിരുന്നത്. 8 മണിക്ക് തന്നെ സമയക്രമം പാലിച്ചുകൊണ്ട് തന്നെ, നേരത്തെ മുൻകൂട്ടി നിശ്ചയിച്ച സമയക്രമം പാലിച്ചുകൊണ്ട് തന്നെ രാവിലെ 8 മണിക്ക് തന്നെ, കൃത്യം 8 മണിക്ക് തന്നെ ഘോഷയാത്ര ഇന്നത്തെ പ്രയാണം ആരംഭിച്ചിരിക്കുന്നു. ഓമല്ലൂർ രക്തകണ്ഠസ്വാമി ക്ഷേത്രത്തിൽ നിന്നും ഘോഷയാത്ര വഴിത്താരകളിലേക്ക് പുറത്തേക്ക് നീങ്ങിയിരിക്കുകയാണ്. ഇനി രാവിലെ 10:45 കൂടി പത്തനംതിട്ട ടൗണിലേക്ക് ഘോഷയാത്ര എത്തും. 10:45 മുതൽ പത്തനംതിട്ട ടൗണിലെ പത്തനംതിട്ട ഊരാമൺ ദേവീക്ഷേത്രം, അയ്യപ്പ ശാസ്താ ക്ഷേത്രം തുടങ്ങി വിവിധ ക്ഷേത്രങ്ങളിലെ സ്വീകരണങ്ങൾ പത്തനംതിട്ട ടൗണിൽ ഏറ്റുവാങ്ങി ഉച്ചയ്ക്ക് 1 മണിയോടുകൂടി കടമനിട്ട ദേവീക്ഷേത്രത്തിലേക്ക് ഘോഷയാത്ര എത്തും. 1 മണിക്ക് കടമനിട്ട ദേവീക്ഷേത്രത്തിലാണ് ഇന്ന് ഉച്ചക്കത്തെ വിശ്രമവും ഭക്ഷണവും എല്ലാം ഒരുക്കിയിരിക്കുന്നത്. 2:15 വരെയാണ് കടമനിട്ടയിൽ ഘോഷയാത്ര തുടരുക. 2:15 വരെയുള്ള സമയത്ത് അവിടെ ഭക്തജനങ്ങൾക്ക് ഘോഷയാത്ര ദർശിക്കുന്നതിനുള്ള, തങ്കയങ്കി ദർശിക്കുന്നതിനുള്ള സൗകര്യവും ഒരുക്കിയിട്ടുണ്ട്. 2:15 ഇന്നത്തെ ഉച്ചക്കത്തെ പ്രയാണം വീണ്ടും തുടരും. വൈകിട്ട് 6:45 കോന്നി ടൗണിലേക്ക് ഘോഷയാത്ര പ്രവേശിക്കും. 7:45 കോന്നി ചിറ്റൂർ ക്ഷേത്രത്തിലേക്ക് എത്തും. 8:30 ഇന്നത്തെ രാത്രി വിശ്രമം ഒരുക്കിയിരിക്കുന്ന കോന്നി മുരിങ്ങമംഗലം ക്ഷേത്രത്തിലേക്ക് ഘോഷയാത്ര എത്തും. ഇന്നത്തെ പ്രയാണം അവസാനിക്കും. നാളെ രാവിലെ 8 മണിക്ക് കോന്നി മുരിങ്ങമംഗലം ക്ഷേത്രത്തിൽ നിന്നുമാണ് 3ാം ദിവസത്തെ പ്രയാണം ആരംഭിക്കുന്നത്. 3ാം ദിവസത്തെ പ്രയാണം അവസാനിക്കുന്നത് പെരുന്നാട് ശാസ്താ ക്ഷേത്രത്തിലാണ്. 4ാം ദിവസത്തെ പ്രയാണം 25-ാം തീയതി ഘോഷയാത്ര സന്നിധാനത്ത് എത്തുന്ന ദിവസം. അവസാന ദിവസത്തെ പ്രയാണം പെരുന്നാട് ശാസ്താ ക്ഷേത്രത്തിൽ നിന്നും രാവിലെ 8 മണിക്ക് ആരംഭിച്ച് 11 മണിയോടുകൂടി നിലയ്ക്കലിലെത്തും. നിലയ്ക്കൽ സ്വീകരണം ഒരുക്കിയിട്ടുണ്ട്. നിലയ്ക്കലിലെ സ്വീകരണത്തിന് ശേഷം ഉച്ചയ്ക്ക് 1 മണിയോടുകൂടി പമ്പയിലെത്തും. പമ്പയിലെ സ്വീകരണം 3 മണി വരെ പമ്പയിൽ ഘോഷയാത്ര തുടരും. അവിടെ ഭക്തജനങ്ങൾക്ക് ഈ തങ്കയങ്കി ദർശിക്കുന്നതിനുള്ള സൗകര്യവും പ്രത്യേക സ്വീകരണവും എല്ലാം പമ്പയിലുണ്ട്. 3 മണിക്ക് പമ്പയിൽ നിന്നും പുറപ്പെടുന്ന ഘോഷയാത്ര വൈകിട്ട് 5:30 ശരംകുത്തിയിലെത്തും. ശരംകുത്തിയിൽ നിന്നും ദേവസ്വം ജീവനക്കാരെല്ലാം ആചാരപരമായിട്ടുള്ള സ്വീകരണത്തോടുകൂടി ഘോഷയാത്രയെ ആനയിച്ച് 18-ാം പടി കയറി സോപാനത്തേക്ക് എത്തുമ്പോൾ തന്ത്രിയും മേൽശാന്തിയും ചേർന്ന് തങ്കയങ്കി ഏറ്റുവാങ്ങി അയ്യപ്പ ഭക്തരുടെ ആ വലിയ ആഗ്രഹ സഫലീകരണത്തിന്റെ പുണ്യമുഹൂർത്തമായിട്ട് 6:30 തങ്കയങ്കി ചാർത്തിയുള്ള ദീപാരാധന നടക്കും. പിന്നീട് 26-ാം തീയതി ഉച്ചയ്ക്ക് 41 ദിവസത്തെ ഈ വർഷത്തെ മണ്ഡലകാലത്തിന് സമാപനം കുറിച്ച് തങ്കയങ്കി ചാർത്തിയുള്ള മണ്ഡലപൂജയും നടക്കും. വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള നിറപറയും നിലവിളക്കും ഒക്കെ ഒരുക്കി കാത്തു നിൽക്കുന്ന ഭക്തജനങ്ങളുടെ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങി പ്രസാദങ്ങൾ ഭക്തജനങ്ങൾക്ക് നൽകുന്നതിന്, അയ്യപ്പസ്വാമിക്ക് നേർച്ചകൾ വഴിപാടുകൾ അർപ്പിക്കുന്നതിനുള്ള സൗകര്യമൊക്കെ ഒരുക്കിക്കൊണ്ടാണ് ഘോഷയാത്ര മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഇന്നലെയും സമയക്രമം പരമാവധി പാലിക്കുന്നതിനുള്ള ശ്രമങ്ങൾ ഘോഷയാത്രയിൽ സമയക്രമം പരമാവധി പാലിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനുള്ള ശ്രമങ്ങളായിരുന്നു ഇന്നലെയും നടത്തിയത്. ഇന്നും കൃത്യം 8 മണിക്ക് തന്നെ പുറപ്പെട്ട ഘോഷയാത്ര പരമാവധി സമയക്രമം പാലിക്കുന്നതിനുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. അത് അശ്രാന്തമായിട്ടുള്ള ഒരു വലിയ ദൗത്യം തന്നെയാണ് ഈ കൃത്യം സമയക്രമം പാലിച്ച് മുന്നോട്ട് പോവുക എന്നുള്ളത്. കാരണം വിവിധ ഭാഗങ്ങളിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഭക്തജനങ്ങൾ തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന സാഹചര്യമുണ്ട്. തൊഴുകൈയോടുകൂടി വിവിധ ഭാഗങ്ങളിൽ ഭക്തജനങ്ങൾ
കാത്തു നിൽക്കുമ്പോൾ അവരുടെ വഴിപാടുകൾ, നേർച്ചകൾ, നിറപറ, നിലവിളക്കൊക്കെ ഒരുക്കി വഴിപാടുകൾ സമർപ്പിക്കുന്നതിനുള്ള സാഹചര്യങ്ങൾ ഇതെല്ലാം കഴിഞ്ഞ് മുന്നോട്ട് പോകുമ്പോൾ വളരെ സാവധാനം മാത്രമേ പലയിടങ്ങളിലും ഭക്തജനങ്ങളുടെ പങ്കാളിത്തം വളരെ കൂടുതലായിട്ട്, ഭക്തജന സാന്നിധ്യം വളരെ കൂടുതലായിട്ട് ഉണ്ടാകുമ്പോൾ ഘോഷയാത്രയ്ക്ക് മുന്നോട്ട് നീങ്ങാൻ കഴിയുള്ളൂ. അതുകൊണ്ട് തന്നെ പരമാവധി സമയക്രമം പാലിച്ചുകൊണ്ട് തന്നെ, നേരത്തെ മുൻകൂട്ടി നിശ്ചയിച്ചിരിക്കുന്ന സമയക്രമം പാലിച്ചുകൊണ്ട് തന്നെ ഘോഷയാത്ര മുന്നോട്ട് പോകുന്നതിനുള്ള ശ്രമകരമായ ദൗത്യം തന്നെ ഇപ്പോൾ നടക്കുന്നുണ്ട്. എന്തായാലും രാവിലെ 8 മണിക്ക് ഘോഷയാത്ര പുറപ്പെടുന്നു. രാവിലെ 7:45 കൂടി പരിശോധനകൾ, മറ്റ് കൃത്യമായിട്ടുള്ള സുരക്ഷാ ക്രമീകരണങ്ങളെല്ലാം പൂർത്തിയാക്കി ഘോഷയാത്ര രഥത്തിലേക്ക് തങ്കയങ്കി എത്തിച്ചു. പിന്നീട് മറ്റ് നടപടികളെല്ലാം പൂർത്തിയാക്കിക്കൊണ്ട് 8 മണിക്ക് തന്നെ ഘോഷയാത്ര ക്ഷേത്രത്തിൽ നിന്ന് പുറപ്പെടുകയും ചെയ്തു. ഇന്ന് 23 ഇടങ്ങളിലാണ് സ്വീകരണം ഒരുക്കിയിരിക്കുന്നത്. അതിൽ ക്ഷേത്രങ്ങളുണ്ട്, ഭക്തജന സംഘടനകളുണ്ട്, ഹൈന്ദവ സംഘടനകളൊക്കെ ഒരുക്കിയിരിക്കുന്ന വിവിധ കേന്ദ്രങ്ങൾ, അങ്ങനെ 23 കേന്ദ്രങ്ങളിലാണ് ഇന്ന് സ്വീകരണമുള്ളത്. ഇന്നലെ 29 കേന്ദ്രങ്ങളിലെ സ്വീകരണങ്ങളാണ് ഘോഷയാത്ര ഏറ്റുവാങ്ങിയത്. അങ്ങനെ 80-നടുത്ത് കേന്ദ്രങ്ങളിലെ സ്വീകരണങ്ങളാണ് ഈ 4 ദിവസത്തെ പ്രയാണത്തിലൂടെ ഘോഷയാത്ര ഏറ്റുവാങ്ങുന്നത്. 80 ഇടത്തെ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങിയാണ് ഘോഷയാത്ര 25-ാം തീയതിയോടുകൂടി പമ്പയിലേക്ക് എത്തുന്നത്. വളരെ സാവധാനത്തിൽ തന്നെ മുന്നോട്ട് നീങ്ങുന്ന ഘോഷയാത്ര ഇനി പരമാവധി സമയക്രമം പാലിച്ചു തന്നെ പരമാവധി ഇടങ്ങളിലേക്ക് കൃത്യസമയത്ത് തന്നെ എത്തിച്ചേരുന്നതിനുള്ള ശ്രമങ്ങളാണ് നടത്തുന്നത്. പത്തനംതിട്ട ടൗണിലേക്ക് 11:10 കൂടി എത്തുന്ന ഘോഷയാത്ര പത്തനംതിട്ട ടൗണുമായി ബന്ധപ്പെട്ടുള്ള വിവിധ ശാസ്താ ക്ഷേത്രങ്ങളിൽ, വിവിധ ക്ഷേത്രങ്ങളിൽ, ഭക്തജന സംഘടനകളിലൊക്കെ ഏർപ്പെടുത്തിയിരിക്കുന്ന സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങിയാണ് ഉച്ചയ്ക്ക് 1 മണിയോടുകൂടി കടമനിട്ട ദേവീക്ഷേത്രത്തിലേക്ക് എത്തുന്നത്. പ്രധാനപ്പെട്ട പത്തനംതിട്ടയിലെ പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളിലെ എല്ലാം സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങിയാണ് ഇന്ന് വൈകുന്നേരത്തോടു കൂടി കോന്നി മുരുങ്ങമംഗലം ക്ഷേത്രത്തിലേക്ക് എത്തുന്നത്. കോന്നി ടൗണിലേക്ക് 7:45 കൂടി കോന്നി ടൗണിലേക്ക് പ്രവേശിക്കും. അവിടെയും വലിയ സ്വീകരണമാണ് ഒരുക്കിയിരിക്കുന്നത്. പ്രധാനപ്പെട്ട പത്തനംതിട്ട ജില്ലയിലെ തന്നെ പ്രധാനപ്പെട്ട ശബരിമല തീർത്ഥാടകരെല്ലാം ധാരാളം എത്തുന്ന ഭാഗങ്ങളിൽ ഒന്നാണ് കോന്നിയുമൊക്കെ. പെരുന്നാടായാലും അങ്ങനെ തന്നെയാണ്. പെരുന്നാട് നാളെ എത്തുമ്പോൾ അവിടെയും ശബരിമല തീർത്ഥാടകരൊക്കെ ധാരാളമായി എത്തുന്ന സ്ഥലമാണ്. അപ്പോൾ അവിടെ നിന്നൊക്കെ വലിയ ഭക്തജന സാന്നിധ്യം, ഭക്തജനങ്ങളുടെ വലിയ തിരക്ക് ഈ ഭാഗങ്ങളിലെല്ലാം അനുഭവപ്പെടും. കഴിഞ്ഞ ദിവസവും അത് തന്നെയാണ് കണ്ടത്. ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ നിന്നും ഘോഷയാത്ര പുറപ്പെട്ട് ആ വഴിത്താരകളെല്ലാം തന്നെ ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രം മുതൽ ഇന്നലെ വൈകിട്ട് ഓമല്ലൂർ രക്തകണ്ഠ സ്വാമി ക്ഷേത്രത്തിലേക്ക് എത്തുന്ന ആ വഴിത്താരകളിലെല്ലാം ഭക്തജനങ്ങളുടെ വലിയ സാന്നിധ്യം, ഭക്തജന തിരക്ക്, ഭക്തജനങ്ങൾ തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന കാഴ്ച, നിറപറയും നിലവിളക്കും ഒക്കെ ഒരുക്കി ഭക്തജനങ്ങൾ മണിക്കൂറുകളോളം കാത്തു നിൽക്കുന്ന കാഴ്ച. രാവിലെ മുതൽ തന്നെ വിവിധ വീടുകൾ, ഈ ഘോഷയാത്ര കടന്നു പോകുന്ന വീടുകൾ, സ്ഥാപനങ്ങൾ, അങ്ങനെയുള്ള സ്ഥലങ്ങളിലെല്ലാം വിളക്കളും നിറപറയും നിലവിളക്കും ഒക്കെ ഒരുക്കി ഭക്തജനങ്ങൾ കാത്തു നിൽക്കുന്ന കാഴ്ചകൾ തന്നെയായിരുന്നു കാണാൻ കഴിഞ്ഞിരുന്നത്. ഭക്തിസാന്ദ്രമാണ്. വഴിപാടുകൾ സമർപ്പിക്കുന്നതിന് വേണ്ടി നിൽക്കുന്ന ഭക്തജനങ്ങളെല്ലാം ഉണ്ട്. അങ്ങനെ ഭക്തി മാത്രം നിറഞ്ഞു നിൽക്കുന്ന അന്തരീക്ഷത്തിൽ കൂടി, ശരണമന്ത്ര മുഖരിതമായിട്ടുള്ള അന്തരീക്ഷത്തിൽ കൂടി ഈ ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രം മുതൽ അങ്ങ് പമ്പ വരെയുള്ള മുഴുവൻ വഴിത്താരകളും ഒരു ശരണമന്ത്ര മുഖരിതമായിട്ടുള്ള ഭക്തി നിർഭരമായിട്ടുള്ള ഭക്തിയുടെ പാരമ്യത്തിലെത്തുന്ന അന്തരീക്ഷത്തിൽ കൂടി മാറിയിരിക്കുന്നു എന്ന് തന്നെയാണ് നമുക്ക് ഈ ഒരു വഴിത്താരകളിൽ കൂടി സഞ്ചരിക്കുമ്പോഴും മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും അല്പം വേഗത കൂട്ടി പരമാവധി സമയക്രമം പാലിച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് പോകാനുള്ള ഒരു ശ്രമകരമായ ദൗത്യം തന്നെയാണ് ഘോഷയാത്ര ഇപ്പോൾ മുന്നോട്ട് വയ്ക്കുന്നത്. വളരെ വിശദമായ റിപ്പോർട്ടായിരുന്നു. ഇത് കടന്നു പോകുന്ന വഴികൾ എവിടെയൊക്കെ ഇന്ന് വിശ്രമമുണ്ടാകും തുടങ്ങിയ കാര്യങ്ങളൊക്കെ മിഥുൻ വ്യക്തമായി പറയുകയായിരുന്നു. പ്രേക്ഷകർക്ക് നല്ല കൃത്യമായ ഒരു ചിത്രം ലഭിച്ചിട്ടുണ്ട്. പക്ഷേ നമുക്കറിയാം ഈ ഒരു ചിത്രം നമുക്കും ലഭിച്ചിട്ടുണ്ട്. നമ്മൾ കൃത്യമായി ഈ സമയങ്ങളിലെല്ലാം പ്രേക്ഷകർക്ക് ഈ ദൃശ്യങ്ങൾ കൃത്യസമയത്ത് എത്തിക്കുകയും ചെയ്യും. ഈ തങ്കയങ്കി ഘോഷയാത്രയ്ക്കൊപ്പം ഉണ്ട്. ഓക്കെ, നമുക്കിനി നമ്മൾ തലക്കെട്ടിൽ ചൂണ്ടിക്കാണിച്ച മറ്റൊരു വിഷയം അല്ലെ, കൊച്ചി ചില്ലാനം കണ്ടക്കടവ് പാടശേഖരത്തിലെ പത്താഴത്തിൻ്റെ പ്രവർത്തനങ്ങൾ നിർത്തിവെക്കാൻ വില്ലേജ് ഓഫീസർ ഉത്തരവിറക്കിയിരിക്കുകയാണ്. അവിടെ നിന്നുള്ള ഏറ്റവും ബുദ്ധിമുട്ടേറിയ ദൃശ്യങ്ങൾ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം പങ്കുവച്ചതാണ്. ജനജീവിതം എത്രത്തോളം ദുസ്സഹമായിട്ടുണ്ട് എന്നുള്ളത്. കായലിൽ നിന്നും പാടശേഖരത്തിലേക്ക് അനധികൃതമായി വെള്ളം കയറ്റുന്നതാണ് ഈ ജനവാസ മേഖലയിൽ വെള്ളക്കെട്ടിന് കാരണമാകുന്നു എന്ന ഇതിലേക്ക് എത്തിയത്. ആ പരാതി വരികയും ചെയ്തു. അനുമതിയില്ലാതെ പാടശേഖരം നടത്തിപ്പുകാർ തുറന്ന രണ്ടാമത്തെ പത്താഴത്തിനാണ് സ്റ്റോപ്പ് മെമ്മോ നൽകിയിരിക്കുന്നത്. വെള്ളക്കെട്ടിൽ വലയുന്ന ജനങ്ങളുടെ ദുരിത ജീവിതം ജനം TV തുടർച്ചയായി വാർത്ത നൽകിയിരുന്നു. അതുകൊണ്ട് തന്നെ ഇതൊരു ജനം ഇമ്പാക്റ്റ് ആണ് എന്ന് പറയാം അല്ലേ. ജനോപകാരപ്രദമായ കാര്യങ്ങളിൽ ഇടപെടുകയും അതിന് ആ വാർത്ത ഫലം കാണുകയും ചെയ്യുമ്പോഴാണ് നമ്മൾ ഈ ചെയ്യുന്ന ജോലി എത്രത്തോളം സാർത്ഥകമാകുന്നത്. സുധീഷ് ഗോപാൽ ചേരുന്നുണ്ട് വിവരങ്ങളുമായി. സുധീഷ്, ഈ രണ്ടാമത്തെ പത്താഴം കൂടി പണിയുന്ന സമയത്താണ് ഈ കൂടുതൽ വെള്ളക്കെട്ടിലേക്ക് പോകാനുള്ള സാധ്യതയെക്കുറിച്ചൊക്കെ ജനങ്ങൾ തുറന്നു കാട്ടിയതും ഇപ്പോൾ തന്നെ അല്ലെങ്കിൽ വർഷത്തിൽ പകുതിയിലധികം സമയവും ഇങ്ങനെ വെള്ളക്കെട്ടിൽ കഴിയേണ്ടി വരുന്നതിൻ്റെ ദുരിത ജീവിതം നമുക്ക് തുറന്നു കാട്ടാനായതും. പക്ഷേ ഇപ്പോൾ ഒരു തീരുമാനം ഈ വിഷയത്തിൽ വന്നിരിക്കുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ ഈ പത്താഴത്തിൻ്റെ പ്രവർത്തനം നിർത്തിവെക്കുന്നതോടെ
ഇപ്പോൾ ഉള്ള ചെല്ലാനം നിവാസികളുടെ പ്രശ്നത്തിന് പരിഹാരമാകുമോ? വീണ, ചെല്ലാനം കണ്ടക്കടവ് പാടശേഖരത്ത് അനധികൃതമായി സ്ഥാപിച്ച രണ്ടാമത്തെ പത്താഴത്തിൻ്റെ പ്രവർത്തനം നിർത്തിവെക്കാനാണ് ഇപ്പോൾ വില്ലേജ് ഓഫീസർ സ്റ്റോപ്പ് മെമ്മോ നൽകിയിരിക്കുന്നത്. ഇത് കൃഷി ഓഫീസർ മുഖാന്തരമാണ് നൽകിയിരിക്കുന്നത്. ഇതിൻ്റെ ഒരു പ്രവർത്തനം നിന്നാൽ ഒരു പരിധി വരെ ഇപ്പോഴത്തെ ഈ പ്രദേശത്തെ വെള്ളക്കെട്ട് ഏതാണ്ട് 250-ലധികം കുടുംബങ്ങളെ ബാധിക്കുന്നതായിരുന്നു ഈ വെള്ളക്കെട്ട്. ഇത് അനധികൃതമായിട്ട് കായലിൽ നിന്നും പാടശേഖരത്തേക്ക് വെള്ളം കയറ്റുമ്പോൾ അത് ആ ഒരു വെള്ളം കയറി അത് വഴികളിലെല്ലാം തന്നെ നിറയുന്നു. അതോടൊപ്പം തന്നെ വീടുകളിലേക്ക് കയറുന്നു, കൃഷി നശിക്കുന്നു. ഇങ്ങനെ വലിയ ബുദ്ധിമുട്ടാണ് അവിടുത്തെ 250-ലധികം വരുന്ന കുടുംബങ്ങൾ അനുഭവിച്ചു കൊണ്ടിരുന്നത്. ഇത് സംബന്ധിച്ചാണ് ജനം TV വിശദമായ വാർത്ത നൽകിയതും ഈ വാർത്തയെ തുടർന്നാണ് ഇപ്പോൾ റവന്യൂ അധികൃതരുടെ ഭാഗത്തു നിന്നും ഒരു നടപടി ഉണ്ടാകുന്നത്. അത്തരത്തിൽ ഈ രണ്ടാമത്തെ പത്താഴത്തിൻ്റെ പ്രവർത്തനം നിർത്തിയാൽ ഒരു പരിധി വരെയും ഈ വെള്ളക്കെട്ടുകൾ ഒഴിവാകും എന്നത് തന്നെയാണ് നാട്ടുകാരെല്ലാം തന്നെ വ്യക്തമാക്കുന്നത്. അത് സംബന്ധിച്ച് റവന്യൂവിനും കൃത്യമായ ധാരണ ഉള്ളതിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് അതിൻ്റെ പ്രവർത്തനം നിർത്തിവെക്കാനായി ഇപ്പോൾ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഈ വെള്ളം കയറ്റുമ്പോൾ അത് ഒരു വെള്ളമാണ് കയറുന്നത്. ഒരു വെള്ളം കയറി കഴിഞ്ഞാൽ സാധാരണ പച്ചക്കറി കൃഷി അത്തരമുള്ള ഇടവിള കൃഷികളൊന്നും തന്നെ നടക്കില്ല. അതെല്ലാം തന്നെ പൂർണ്ണമായും നശിച്ചു പോകും. അതോടൊപ്പം തന്നെ തെങ്ങുകളിലെ നാളികേര ഉൽപ്പാദനത്തെ പ്രതികൂലമായി ബാധിക്കും. ആ രീതിയിൽ കൃഷിയെ എല്ലാം ബാധിക്കുന്ന, അതോടൊപ്പം തന്നെ ജീവിതത്തെ തന്നെ അവർക്കിപ്പോൾ അവിടുത്തെ സ്ത്രീകളും മറ്റും പുറത്തു പോകുമ്പോൾ ഈ വെള്ളക്കെട്ടിലൂടെ നടന്നുപോയി പുറത്ത് ചെന്നതിന് ശേഷം അവിടുത്തെ ഏതെങ്കിലും വീട്ടിൽ കയറി വസ്ത്രം മാറിപ്പോകേണ്ട ഒരു സാഹചര്യമായിരുന്നു നിലനിന്നിരുന്നത്. ആ റോഡിലൂടെ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാൻ തോണി ഇറക്കേണ്ട ഒരു സാഹചര്യത്തിലേക്ക് പോലും എത്തിയിരുന്നു. അത്തരം ഒരു പശ്ചാത്തലത്തിൽ ആ ദുരന്ത ജീവിതം തന്നെയാണ് ജനം TV പ്രേക്ഷകരിലേക്ക് എത്തിച്ചതും അത് അധികൃതരും കൃത്യമായി തന്നെ ശ്രദ്ധിച്ചു എന്നതിൻ്റെ കൂടി തെളിവാണിപ്പോൾ ഈ വാർത്തയെ തുടർന്ന് ഒരു നടപടി ഉണ്ടാകുന്നത്. ഈ വെള്ളക്കെട്ട് നിറയുമ്പോൾ അത് കൃഷിക്ക് ആവശ്യമായ രീതിയിൽ ഒരു പത്താഴം കൊണ്ട് തന്നെ സ്വാഭാവികമായും അവിടേക്ക് പാടശേഖരത്തേക്ക് വെള്ളം എത്തിക്കാൻ കഴിയുന്നതാണ്. പിന്നെ എന്തിനിങ്ങനെ അനധികൃതമായി തുടങ്ങി? ഒരു അനുമതിയും ഇല്ലാതെയാണ് തുടങ്ങിയത്. അതിനെ സംബന്ധിച്ച് നാട്ടുകാർ നേരിട്ട് തന്നെ ഇത് നിർത്തിവെക്കണം എന്ന് ആവശ്യപ്പെട്ടെങ്കിൽ പോലും അതിന് തയ്യാറായിരുന്നില്ല. അതിനെ തുടർന്നാണ് വാർത്തയ്ക്കായി നമ്മളെ സമീപിക്കുന്നതും ജനം TV ഈ വാർത്ത സംപ്രേഷണം ചെയ്യുന്നതും. ഇപ്പോൾ ഇത് നിർത്തിവെക്കാനുള്ള സ്റ്റോപ്പ് മെമ്മോ കൃഷി ഓഫീസർ മുഖാന്തരം നൽകിയിരിക്കുന്നു. ഇതിന് പ്രവർത്തനം നിന്നാൽ ഒരു വെള്ളം കയറുന്നത് പൂർണ്ണമായും തന്നെ നിയന്ത്രിക്കാൻ സാധിക്കുകയും അത് ജനങ്ങൾക്ക് വലിയ ഒരു ആശ്വാസമാകുകയും ചെയ്യും. വീണ. ശരി സുധീഷ്. അപ്പോൾ സുധീഷ് വിവരങ്ങൾ നൽകുകയാണ്. എത്രത്തോളം ഗുണകരമാകും ഈ രണ്ടാമത്തെ പത്താഴത്തിൻ്റെ കൂടി പ്രവർത്തനം നിർത്തിവെക്കുന്നവരെന്നുള്ള. പക്ഷെ അപ്പോഴും ചെല്ലാനം നിവാസികൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾക്ക് പൂർണ്ണമായും പരിഹാരം കാണണമെങ്കിൽ അവിടെ എന്തൊക്കെ പ്രശ്നങ്ങൾ ഈ തരത്തിൽ നിലനിൽക്കുന്നുണ്ടോ അതെല്ലാം പരിഹരിക്കപ്പെടണം എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. തുടർന്നുള്ള നടപടികളിലേക്ക് പോകുമ്പോഴും ഈ ഒരു ചിന്ത അവരുടെ കാര്യത്തിൽ ഉണ്ടാകേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ്. ഇനി നമുക്ക് മറ്റൊരു കാഴ്ചയിലേക്ക് എത്താം. അഘോരി സന്യാസികളുടെ ജീവിതം പകർത്തിവെച്ച ഫോട്ടോ പ്രദർശന കാഴ്ചകളിലേക്കാണ്. ഇത് ശ്രദ്ധേയമാവുകയാണ് ഈ പ്രദർശനം. കോഴിക്കോട് ഗുജറാത്തി സ്ട്രീറ്റിലെ ഗുദം ആർട്ട് ഗാലറിയിലെ ഡിജിറ്റൽ പ്രദർശനം കാണാൻ നിരവധി പേർ എത്തുന്നുമുണ്ട്. അഘോരി മൂർത്തി സങ്കല്പത്തിൽ ശിവനെയും കാളിയെയും സ്തുതിച്ച് അസാധാരണമായ ജീവിതചര്യ അനുഷ്ഠിക്കുന്നവരാണ് അഘോരി സന്യാസികൾ. വാരണാസിയിൽ 2 ആഴ്ചക്കാലം സന്യാസിമാരോടൊപ്പം ചെലവഴിച്ചാണ് അൻഷാദ് ഗുരുവായൂർ എന്ന ഫോട്ടോഗ്രാഫർ ജീവിതം ഒപ്പിയെടുത്തത്. വേറിട്ട അനുഭവം കാഴ്ചക്കാർക്ക് പകരുക എന്ന ലക്ഷ്യത്തോടെയാണ് പ്രദർശനം ഒരുക്കിയിരിക്കുന്നത്. വ്യത്യസ്തമായിട്ടുള്ള എന്തെങ്കിലും ചെയ്യണം എന്നുള്ള ഒരു വിഷയം നമ്മളിലേക്ക് കടന്നു വന്നപ്പോഴാണ് മുൻകാലങ്ങളിലെടുത്ത വാരണാസിയുടെ ഒരു ചിത്രം ഓർത്തെടുക്കുകയും പിന്നീട് ദേവ് ദീപാവലി അടുത്ത സമയമായപ്പോൾ അവിടെ പോയിട്ട് തിരിച്ച് ആ ഒരു ചിത്രങ്ങളിലേക്ക് യാത്ര ചെയ്യണമെന്ന് ആഗ്രഹിക്കുകയും പിന്നീട് അത് സംഭവിക്കുകയാണ് ഉണ്ടായത്. മണികർണികാഘട്ടിലും ഹരിചന്ദ്രികാഘട്ടിലും ദേഹമാസകളും ചുടലഭസ്മം പൂശി പ്രത്യേക വേഷത്തിൽ കഴിയുന്ന അഘോരി സന്യാസിമാരെ ചിത്രങ്ങളിലൂടെ അടുത്തറിയാം. അതിശയത്തോടെയും അത്ഭുതത്തോടെയും കേട്ട അഘോരികളുടെ സവിശേഷതകൾ കണ്ടറിയാൻ സാധിച്ചതിൽ സന്ദർശകരും സന്തോഷത്തിലാണ്. അവിടെ ചെന്നാൽ നമുക്ക് കുറേ കാര്യങ്ങൾ ഇങ്ങനെ കാണാം. ഒരിക്കലും അതിൻ്റെ അർത്ഥതലത്തിലേക്കൊന്നും നമുക്ക് മനസ്സിലാവുന്നില്ല. അത് വിവരിച്ചു തരികയും അതിൻ്റെ ഓരോ ചിത്രത്തെ അതിൻ്റെ ഗാഢതയിലേക്ക് അല്ലെങ്കിൽ അടിത്തറയിലേക്ക് പറഞ്ഞുകൊണ്ട് കിട്ടുന്ന ഒരു അവസരം
നല്ല ഒരു വിജ്ഞാനമായി. ഗുജറാത്തി സ്ട്രീറ്റിലെ ഗുദാം ആർട്ട് ആൻഡ് ആന്റിക് ഗാലറിയിലെ പ്രദർശനം ഈ മാസം 31-ന് സമാപിക്കും. ജനം, കോഴിക്കോട്. പനാമ കനാൽ തിരിച്ചുപിടിക്കുമെന്ന് മുന്നറിയിപ്പ് നൽകി ഡൊണാൾഡ് ട്രംപ്. കനാലിലൂടെ അമേരിക്കൻ കപ്പലുകൾ കടന്നുപോകാൻ കൂടുതൽ തുക ഈടാക്കുന്നതാണ് ട്രംപിനെ പ്രകോപിപ്പിച്ചത്. അരിസോണയിലെ പൊതുപരിപാടിയിലാണ് ട്രംപിന്റെ മുന്നറിയിപ്പ്. പനാമ കനാൽ തെറ്റായ കൈകളിൽ എത്തിപ്പെടാതിരിക്കാനാണ് നടപടി സ്വീകരിക്കേണ്ടതെന്നും ട്രംപ് പറഞ്ഞു. നിയുക്ത അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഇടപെടൽ അത് ഈ വിഷയത്തിലും കൂടെ എത്തിയിരിക്കുന്നു എന്നതാണ്. കാരണം അമേരിക്കൻ കപ്പലുകൾ പനാമ കനാലിലൂടെ കടന്നു പോകാൻ കൂടുതൽ തുക ഈടാക്കുന്നത് ട്രംപിനെ പ്രകോപിപ്പിച്ചു എന്ന് വേണം കരുതാൻ. അതുകൊണ്ട് തന്നെ ഇതിനെതിരെ ശക്തമായ നിലപാടെടുക്കാനായി ട്രംപ് മുൻകൈയെടുത്ത് മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ്. ഐസൻ, വിശദാംശങ്ങൾ. മേഖലയിൽ ചൈനയുടെ പിടിമുറുക്കൽ ശക്തമാകുന്നു എന്ന ഒരു ആരോപണത്തിന്റെ അടിസ്ഥാനത്തിലാണ് ട്രംപ് ശക്തമായ നീക്കങ്ങൾക്ക് നീങ്ങുന്നത്. ഇത്തരത്തിൽ തുടരുകയാണെങ്കിൽ, അതായത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ പനാമ കനാലിലൂടെ അമേരിക്കൻ കപ്പലുകളും അതുപോലെ തന്നെ സമാനമായ പല രാജ്യങ്ങളുടെയും കപ്പലുകൾ കടന്നു പോകുമ്പോൾ അധിക തുക ഈടാക്കുന്ന ഒരു രീതി ഈ അടുത്ത ദിവസങ്ങളിലായി ഉണ്ടാകുന്നുണ്ട്. അത് അതിശക്തമായി എതിർക്കുക തന്നെ ചെയ്യും. പനാമ കനാൽ നിർമ്മിച്ചത് അമേരിക്കക്കാരാണ്. നിരവധി പേരുടെ ജീവത്യാഗം കൊണ്ട് നിർമ്മിക്കപ്പെട്ട കനാലായതുകൊണ്ട് തന്നെ അതിന്റെ പൂർണ്ണ അധികാരം വിട്ടുതരാനൊന്നും തയ്യാറല്ല. മാത്രമല്ല, അത് തെറ്റായ കരങ്ങളിലേക്ക് പോകാതിരിക്കാനുള്ള നടപടികൾ സ്വീകരിക്കുമെന്നുമാണ് ട്രംപ് പറഞ്ഞത്. രൂക്ഷമായൊരു വിമർശനം കൂടി ട്രംപ് ഉയർത്തുന്നത് നേരത്തെ മുൻ അമേരിക്കൻ പ്രസിഡന്റ് കൂടിയായ ജിമ്മി കാർട്ടറെ കുറിച്ചാണ്. ജിമ്മി കാർട്ടർ ഒരു ബുദ്ധിപരമല്ലാത്ത ഒരു തീരുമാനത്തിലൂടെ പനാമ കനാൽ വിട്ടുകൊടുക്കുകയായിരുന്നു. അത് തീർത്തും അംഗീകരിക്കാനാവില്ല എന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുന്നത്. പനാമ കനാലിൽ ഇത്തരത്തിലുള്ള നീക്കങ്ങൾ തുടർന്നാൽ പനാമ കനാൽ തിരിച്ചെടുക്കുന്നതിനുള്ള നീക്കങ്ങൾ ആരംഭിക്കുമെന്നും ട്രംപ് മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. തീർച്ചയായും അന്താരാഷ്ട്ര കപ്പൽ ഗതാഗത രംഗത്ത് നിർണായകമായ ഒരു തീരുമാനമായി തന്നെ ട്രംപിന്റെ ഭാഗത്ത് നിന്ന് ഇത് ഉണ്ടായിരിക്കുന്നു എന്നാണ് ഏറെ ഗൗരവമർഹിക്കുന്ന ഒരു വിഷയം. അനു. ശരി ഐസൻ, മറ്റൊരു വാർത്തയുടെ വിവരങ്ങൾ കൂടി ഐസനിൽ നിന്ന് ആരായേണ്ടതുണ്ട്. തുടരുക. അത് യഹൂദ വിരുദ്ധ ആക്രമണങ്ങളെ നിയന്ത്രിക്കാൻ ദേശീയ ഫോറം രൂപീകരിക്കാൻ കാനഡ ഒരുങ്ങുന്നു എന്ന വാർത്തയാണ്. മോൺട്രിയൽ സിനഗോഗിനെതിരെ കഴിഞ്ഞ ആഴ്ച ആക്രമണം നടന്നിരുന്നു. ഫെഡറൽ, പ്രൊവിൻഷ്യൽ, തദ്ദേശ സ്വയംഭരണ സ്ഥാപന പ്രതിനിധികളും പ്രോസിക്യൂഷനും ചേർന്നായിരിക്കും ഈ ഫോറം. ദീർഘകാല, ഹ്രസ്വകാല പദ്ധതികൾ യഹൂദ വിരുദ്ധ ആക്രമണങ്ങളെ പ്രതിരോധിക്കാൻ തയ്യാറാക്കുമെന്നും കൂടിയാണ് മനസ്സിലാക്കുന്നത്. ഐസാണ് ഈ വാർത്തയുടെ വിശദാംശങ്ങൾ കൂടി. തീർച്ചയായും അനു, ഏറെ ഗൗരവമർഹിക്കുന്ന ഒരു നീക്കമാണ് ജസ്റ്റിൻ ട്രൂഡോയുടെ ഭാഗത്തു നിന്നിപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ജസ്റ്റിൻ ട്രൂഡോ വ്യക്തമാക്കുന്നത് ഇത്തരത്തിൽ കഴിഞ്ഞ ബുധനാഴ്ച ഈ മോൺട്രിയലിൽ ഇതുപോലെ ഒരു സിനഗോഗിനെ, ഒരു പുരാതനമായ സിനഗോഗിന് നേരെ ഒരു ആക്രമണം ഉണ്ടായത്. ആന്റി സെമിറ്റിക് ആക്രമണം, അതായത് യഹൂദ മതത്തിനെതിരായ ആക്രമണങ്ങൾ സ്വാഭാവികമായും ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു രീതി ലോകം മുഴുവൻ കാണുന്നുണ്ട്. അതുപോലെ തന്നെ അത് കാനഡയിലും അതിന്റെ പ്രതിഫലനങ്ങൾ കാണുന്നുണ്ട്. ഈ ഒരു പശ്ചാത്തലത്തിൽ ഇവർക്കെതിരായ നീക്കങ്ങൾ, യഹൂദർക്കെതിരായ നീക്കങ്ങളെ നിയന്ത്രിക്കുന്നതിന് വേണ്ടിയുള്ള കർശനമായ നടപടികളുടെ ഭാഗമായി ഒരു ബോധവൽക്കരണവും അതുപോലെ ജനകീയ പ്രതിരോധവും ഉറപ്പാക്കുന്നതിന് നീക്കങ്ങൾ ആരംഭിച്ചിരിക്കുന്നത് സംവിധാനങ്ങളുടെയും മറ്റു അനുബന്ധ സമ്മേളനം ചേർന്ന് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ, അതായത് സമാനമായി മുനിസിപ്പാലിറ്റിക്ക് സമാനമായി പ്രവർത്തിക്കുന്ന ലോക്കൽ അതോറിറ്റീസുമായി ചേർന്ന് കൃത്യമായ ഒരു പ്രതിരോധം ഉറപ്പാക്കുന്നതിനും ഇന്റലിജൻസ് സംവിധാനം ഉറപ്പാക്കുന്നതിനുള്ള നീക്കങ്ങളാണ് നടത്തുന്നത് എന്നാണ് അറിയാൻ സാധിച്ചത്. തീർച്ചയായും ഈ മോൺട്രിയൽ സിനഗോഗിന് നേരെ നടന്ന ആക്രമണത്തിന് പിന്നാലെ യഹൂദരുടെ ഒരു അരക്ഷിതാവസ്ഥ കാനഡയിൽ ഉണ്ടായിരുന്നു. മാത്രമല്ല, മറ്റൊരു പ്രധാന വിഷയം എടുത്തു പറയേണ്ടത് ഹിറ്റ്ലർ ഉൾപ്പെടെയുള്ളവരുടെ കൊടികളുമേന്തി അല്ലെങ്കിൽ അത്തരത്തിലുള്ള പ്ലക്കാർഡുകളുമേന്തി യഹൂദ വിരുദ്ധ പ്രക്ഷോഭം വരെ കാനഡയിൽ ഉണ്ടായ ഒരു സാഹചര്യമുണ്ട്. നമുക്കറിയാവുന്നതാണ്, അത്തരത്തിലുള്ള പ്രക്ഷോഭങ്ങളെല്ലാം തന്നെ കാനഡയിൽ ഉണ്ടാകുന്നത് ഒരു സ്വാഭാവിക അവസ്ഥയാണ്. ഖലിസ്ഥാൻ മൂവ്മെന്റ് പോലുള്ള മൂവ്മെന്റുകളെല്ലാം തന്നെ ഉണ്ടാകുന്ന ഒരു രാജ്യം, ഒരു പ്രത്യേക രീതിയുള്ള ഒരു പ്രദേശം കൂടിയായതുകൊണ്ട് തന്നെ ഇത്തരം നീക്കങ്ങളെ പ്രതിരോധിക്കേണ്ടത് യഹൂദരുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിന് അനിവാര്യമാണെന്നതാണ് ഈ ദേശീയ ഫോറം രൂപീകരിക്കാനുള്ള ഒരു തയ്യാറെടുപ്പാണ് നടത്തുന്നത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും ജനപ്രതിനിധികളും എല്ലാം തന്നെ ഉൾപ്പെടുന്ന ഒരു സംവിധാനവും ഒപ്പം തന്നെ പ്രോസിക്യൂട്ടറും പോലീസിന്റെ പ്രതിനിധിയും ഉൾപ്പെടുന്ന ഒരു സംവിധാനമായിട്ടായിരിക്കും നാഷണൽ ഫോറം പ്രവർത്തിക്കുക എന്നും അറിയാൻ സാധിക്കുന്നുണ്ട്. അനു. ഇന്ന് ദേശീയ കാർഷിക ദിനമാണ്. രാജ്യത്തിന്റെ അന്നദാതാക്കളായ കർഷകർക്ക് ആദരവേകുന്നതിന് പ്രത്യേകം സമർപ്പിക്കപ്പെട്ട ദിവസമാണിത്. കർഷക നേതാവും മുൻ പ്രധാനമന്ത്രിയുമായിരുന്ന ചൗധരി ചരൺ സിംഗിന്റെ ജന്മദിനം കൂടിയാണ് ഇന്ന്.
മുൻ പ്രധാനമന്ത്രി ചൗധരി ചരൺ സിംഗിന്റെ ജന്മദിനത്തോടനുബന്ധിച്ചാണ് ഭാരതത്തിൽ കാർഷിക ദിനം ആചരിക്കുന്നത്. 1977 ഡിസംബർ 23 മുതലാണ് ഈ ദിനം ഔദ്യോഗികമായി ആഘോഷിച്ചു തുടങ്ങിയത്. ഏതൊരു രാജ്യത്തിന്റെയും ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കുന്നതിനുള്ള ആധാരശിലകളാണ് കർഷകർ എന്നാണ് പറയാറുള്ളത്. കർഷകർ രാജ്യത്തിന്റെ സമ്പദ്വ്യവസ്ഥയിൽ വളരെ നിർണായക പങ്ക് വഹിക്കുന്ന ഒരു വിഭാഗം കൂടിയാണ്. അതിനാൽ തന്നെ കാർഷിക വൃത്തിയെന്നും കാർഷിക മേഖലയുടെ വികസനവും പുരോഗതിയും ഏറെ പ്രാധാന്യം അർഹിക്കുന്നതാണ്. കർഷകർക്ക് ആദരവേകുന്നതിനും ആത്മവിശ്വാസം ജനിപ്പിക്കുന്നതിനുമുള്ള അവസരമാണ് കാർഷിക ദിനത്തിന്റെ മറ്റൊരു സവിശേഷത. കർഷകർ ഇല്ലെങ്കിൽ ഭക്ഷണ സുരക്ഷയും വികസനവും ഒരു പരിധിയിൽ നിൽക്കും എന്ന സന്ദേശം ജനങ്ങളിൽ എത്തിക്കുകയാണ് ഈ ദിനം. അതേസമയം നിരവധി പദ്ധതികളാണ് കേന്ദ്ര സർക്കാർ കർഷകർക്കായി ഇതിനോടകം ആവിഷ്കരിച്ചിട്ടുള്ളത്. കാർഷിക വികസനത്തെ അടിസ്ഥാനപ്പെടുത്തുന്നതിനുള്ള ചർച്ചകൾ, സെമിനാറുകൾ, നൂതന കൃഷിരീതി, കാർഷിക ഉപകരണങ്ങൾ എന്നിവ പ്രദർശിപ്പിക്കുന്ന പ്രദർശനമേളകളും കാർഷിക ദിനത്തിന്റെ ഭാഗമായി സർക്കാർ തലത്തിൽ ഉൾപ്പെടെ സംഘടിപ്പിക്കും. ന്യൂസ് ഡെസ്ക്, ജനം. ലോട്ടറി അടിച്ച കോടിപതികളായ ആളുകളെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. എന്നാൽ ലോട്ടറി അടിക്കാതെ മണ്ണിൽ പണിയെടുത്ത് ഒരു കർഷകൻ 1 കോടിയിലേറെ രൂപ സമ്പാദിച്ചു എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാനാവുമോ? അതെ, അങ്ങനെ ഒരു കർഷകനുണ്ട്. നമുക്ക് പരിചയപ്പെടുത്താം. പാലക്കാട് പനങ്ങാട്ടിരി സ്വദേശി ശിവദാസനാണ് തൻ്റെ 18 ഏക്കർ ഭൂമിയിൽ പച്ചക്കറി കൃഷി ചെയ്ത് 1 കോടിയിലേറെ രൂപ സമ്പാദിച്ചിരിക്കുന്നത്. കാണാം ആ കർഷകന്റെ വിശേഷങ്ങൾ. പച്ചക്കറി കൃഷിയിലൂടെ 1 കോടി രൂപ സമ്പാദിക്കുക കേൾക്കുമ്പോൾ കൗതുകം തോന്നാം. എന്നാൽ അത്തരത്തിൽ കൃഷി ചെയ്ത ഒരു കർഷകന്റെ തോട്ടത്തിലാണ് ഞാനീ നിൽക്കുന്നത്. പാലക്കാട് പനങ്ങാട്ടിരിയിലെ ശിവദാസൻ എന്ന കർഷകന്റെ തോട്ടത്തിൽ. തന്റെ 18 ഏക്കർ കൃഷിയിടത്ത് പാവലും പടവലവും കുമ്പളവും മത്തനും ഉൾപ്പെടെ കൃഷി ചെയ്താണ് ശിവദാസൻ ഈ നേട്ടം കൈവരിച്ചിരിക്കുന്നത്. നമ്മൾ 18 ഏക്കറിലാണ് നമ്മൾ കൃഷി ആരംഭിച്ചിരിക്കുന്നത്. 18 ഏക്കറിൽ നമ്മൾ പാവലാണ് നമ്മുടെ മേജർ ക്രോപ്പായിട്ട് നമ്മൾ കൈവരിച്ചിരിക്കുന്നത്. അത് വിട്ടാൽ പടവലം, പയർ, ഈ 3 പന്തൽ വിളകളെയാണ് നമ്മൾ ആസ്പദമായിട്ട് നമ്മൾ മുന്നോട്ട് പോകുന്നത്. പിന്നെ അതുകൂടാതെ നമ്മൾ കുമ്പളം, മത്തൻ, വെള്ളരി, പീച്ചൽ, ചെറുക്ക, അങ്ങനെയുള്ള നാമമാത്രം ചെറിയ രീതിയിൽ നമുക്കത് കൂടുതലായിട്ട് ചെയ്യാൻ കഴിയില്ല. അപ്പോൾ നമ്മൾ പന്തൽ വിളകളെയാണ്, ഈ 3 വെറൈറ്റികളാണ്. ഇത് കേരള വിപണിക്കും ഇതാണ് ഈ 3 വിളയാണ് ഏറ്റവും കൂടുതൽ മലയാളികൾ ആഗ്രഹിക്കുന്നതും. പാവലിനെയാണ്, അത് വിട്ടാൽ പയറാണ്, അത് വിട്ടാൽ പിന്നെ നമുക്ക് പടവലം. അങ്ങനെ ഈ 3 പച്ചക്കറി ഇനങ്ങളാണ് കൂടുതലായിട്ട് മലയാളികളും ആഗ്രഹിക്കുന്നത്. അതാണ് കർഷകർ കൂടുതൽ തിരഞ്ഞെടുത്തിരിക്കുന്നത്. മൊത്തത്തിൽ നമ്മൾ ഉപഭോക്തൃ സംസ്ഥാനമായതുകൊണ്ട് തീർച്ചയായും ഒരു ലക്ഷ്യപര്യാപ്തിയിൽ എത്താൻ വേണ്ടി VAPCKയും ആളുകളും തന്നെ 96-ലാണ് ഈ സംരംഭം ആരംഭിച്ചത്. ഇതിൻ്റെ ലക്ഷ്യം തന്നെ വിത്ത് മുതൽ വിപണി വരെ എന്നുള്ള ലക്ഷ്യമാണ് നമ്മൾ VAPCKയും കൃഷി ഡിപ്പാർട്ട്മെൻറ്റും ഒക്കെ തന്നെ എടുത്തിരിക്കുന്നത്. നമ്മളൊരു കേരള സംസ്ഥാനം ഒരു ഉപഭോക്തൃ സംസ്ഥാനം. പച്ചക്കറി ടൺ കണക്കിന് പച്ചക്കറി നമുക്ക് ദൈനംദിനം കർണാടകയും തമിഴ്നാട്ടിൽ നിന്നും കയറി വരുന്നുണ്ട്. അതിന് മറികടന്നതിന് പരമാവധി നമ്മുടെ സംസ്ഥാനത്ത് ഉൽപ്പാദിപ്പിക്കുക എന്നുള്ള ലക്ഷ്യമാണ് ഈ ഡിപ്പാർട്ട്മെൻറ്റുകളെല്ലാം തന്നെ പ്രവർത്തിക്കുന്നത്. അതിനുവേണ്ടി ഗവൺമെൻറ് തീർച്ചയായും ഇങ്ങനെയുള്ള കൃഷിക്കാരെ കണ്ടുപിടിച്ച് കൃഷി പ്രോത്സാഹനം കൊടുത്ത് അവർക്ക് വേണ്ട സഹായ സഹകരണങ്ങൾ ചെയ്യണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. കൃഷി നഷ്ടമായി എന്നും ഭൂമി തരിശിട്ടു എന്നും പറയുന്നവർക്കിടയിൽ പുത്തൻ പ്രതീക്ഷയാണ് ശിവദാസൻ എന്ന കർഷകൻ. PR മനൂപിനൊപ്പം അരുൺ ആലത്തൂർ, ജനം, പാലക്കാട്.
ഇനി നമുക്ക് ദേശീയ വാർത്തകളിലേക്ക്. രാഹുലിന്റെ പാർലമെന്റിലെ അതിക്രമത്തിൽ പരിക്കേറ്റ BJP MPമാരുടെ മൊഴിയെടുക്കാൻ ക്രൈംബ്രാഞ്ച്. പ്രതാപ് ചന്ദ്ര സാരംഗിയുടെയും മുകേഷ് രജപുത്തിന്റെയും മൊഴിയെടുത്ത ശേഷം രാഹുലിനെ ചോദ്യം ചെയ്തേക്കും. ഗൗതം അനന്തനാരായണൻ വിവരങ്ങളുമായി ചേരുന്നു. ഗൗതം, വിശദാംശങ്ങൾ. പാർലമെന്റിൽ 19-ാം തീയതിയാണ് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുലിന്റെ നേതൃത്വത്തിൽ വലിയ അതിക്രമം നടന്നത്. പ്രതിഷേധിക്കുകയായിരുന്ന പ്രത്യേകിച്ച് അംബേദ്കറെ കോൺഗ്രസ് തുടർച്ചയായി അപമാനിക്കുന്നുവെന്ന് ആരോപിച്ചുകൊണ്ട് പാർലമെന്റ് കവാടത്തിന് മുന്നിൽ പ്രതിഷേധിക്കുകയായിരുന്ന BJP MPമാർക്കിടയിലേക്ക് രാഹുൽ കടന്നു വരികയും ഒരു MPയെ പിടിച്ചു തള്ളുകയും ആ MP നേരെ പോയി മറ്റു 2 MPമാരുടെ ദേഹത്തേക്ക് വീഴുകയും ചെയ്തു. ഇതേ തുടർന്നാണ് 69 വയസ്സുള്ള മുൻ കേന്ദ്രമന്ത്രിയും ഒഡീഷയിൽ നിന്നുള്ള MPയുമായ പ്രതാപ് ചന്ദ്ര സാരംഗിക്കും അതോടൊപ്പം തന്നെ ഉത്തർപ്രദേശിൽ നിന്നുള്ള മുകേഷ് രജപുത് എന്നീ 2 മുതിർന്ന BJP MPമാർക്ക് പരിക്കേറ്റത്. അതും പ്രതാപ് ചന്ദ്ര സാരംഗിയുടെ തല പൊട്ടി രക്തം വാരുന്നുണ്ടായിരുന്നു. ഇരുവരെയും വളരെ വേഗത്തിൽ തന്നെ RML ആശുപത്രിയിലേക്ക് പ്രവേശിപ്പിച്ചു. എന്തായാലും ആ വിഷയം ഇപ്പോൾ ഡൽഹി പോലീസിന്റെ ക്രൈംബ്രാഞ്ചാണ് അന്വേഷിക്കുന്നത്. ക്രൈംബ്രാഞ്ച് അന്വേഷണം തുടരുകയാണ്. ഇന്നിപ്പോൾ ഈ 2 MPമാരുടെയും മൊഴി രേഖപ്പെടുത്താൻ ക്രൈംബ്രാഞ്ച് എത്തുന്നുവെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പ്രതാപ് ചന്ദ്ര സാരംഗിയുടെയും അതുപോലെ തന്നെ മുകേഷ് രജപുത്തിന്റെയും മൊഴി ക്രൈംബ്രാഞ്ച് രേഖപ്പെടുത്തും. ഇരുവരുടെയും മൊഴി രേഖപ്പെടുത്തിയ ശേഷം ഒരുപക്ഷെ വരും ദിവസങ്ങളിൽ ലോക്സഭാ പ്രതിപക്ഷ നേതാവ് കൂടിയായ രാഹുലിനെ ക്രൈംബ്രാഞ്ച് ചോദ്യം ചെയ്യാൻ വിളിച്ചു വരുത്തും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം വധശ്രമം ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്തിയുള്ള അന്വേഷണമാണ് നടക്കുന്നത്. പരാതി നൽകിയത് BJP MPമാരായ ബാൻസുരി സ്വരാജും അതുപോലെ തന്നെ അനുരാഗ് ഠാക്കൂറുമാണ്. ഡൽഹി പാർലമെന്റ് സ്ട്രീറ്റ് പോലീസ് സ്റ്റേഷനിലെത്തി BJP MPമാർ പരാതി നൽകിയിരുന്നു. ഈ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ക്രൈംബ്രാഞ്ച് അന്വേഷണം തുടരുന്നത്. വേഗത്തിൽ നോക്കാം പ്രധാന തലക്കെട്ടുകൾ. ടോപ്പ് ഹെഡ്ലൈൻസ്. മാസപ്പടി കേസിൽ SFIO അന്വേഷണത്തിനെതിരായ CMRLന്റെ ഹർജി ഡൽഹി ഹൈക്കോടതിയിൽ. ഹർജിയിൽ കക്ഷി ചേരാനുള്ള ഷോൺ ജോർജിന്റെ അപേക്ഷയിലും വാദം. പാർലമെന്റിൽ നടത്തിയ അതിക്രമത്തിൽ രാഹുലിനെ ചോദ്യം ചെയ്തേക്കും. പരിക്കേറ്റ BJP MPമാരുടെ മൊഴിയെടുത്ത ശേഷം ചോദ്യം ചെയ്യാൻ സാധ്യത. വൈദ്യുതി പ്രതിസന്ധി പരിഹരിക്കാൻ സംസ്ഥാനത്ത് ആണവ നിലയം സ്ഥാപിക്കണമെന്ന് കേന്ദ്രം. ഭൂമി കണ്ടെത്തിയാൽ കേന്ദ്ര സർക്കാർ അനുമതി നൽകും. കേന്ദ്ര വൈദ്യുതി മന്ത്രി മനോഹർ ലാൽ ഖട്ടറുമായി മുഖ്യമന്ത്രിയുടെ കൂടിക്കാഴ്ച. മുൻപത്തെ ഭൂമിയിൽ വഖഫ് വാദം പൊളിയുന്നു. വസ്തുക്കൾ സംബന്ധിച്ച രേഖകളൊന്നും ബോർഡിന്റെ കൈവശമില്ല. വിവരാവകാശ രേഖ ജനം TVക്ക്. ക്രിസ്മസ് ആഘോഷങ്ങളിൽ പങ്കുചേരാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഡൽഹി CBCA ആസ്ഥാനത്ത് ചടങ്ങുകളിൽ മുഖ്യാതിഥിയാകും. കുവൈത്ത് സന്ദർശനം പൂർത്തിയാക്കി പ്രധാനമന്ത്രി തിരിച്ചെത്തി. നിക്ഷേപത്തുക തിരിച്ചു കിട്ടാത്തതിനാൽ ആത്മഹത്യ ചെയ്യേണ്ട സ്ഥിതിയിലെന്ന് മലപ്പുറം തെന്നല സർവീസ് സഹകരണ ബാങ്കിലെ നിക്ഷേപകർ. പണം നൽകാതെ ബാങ്ക് കബളിപ്പിക്കുന്നത് 100 കണക്കിന് സാധാരണക്കാരെ. അതേ വാർത്തയുടെ വിശദാംശങ്ങളിലേക്കാണ് നമ്മൾ വീണ്ടും എത്തുന്നത് അല്ലേ. അവസാന തലക്കെട്ടുകൾ ആദ്യ വാർത്തയായി മാറുന്നു. സഹകരണ ബാങ്കിലെ നിക്ഷേപ തുക ലഭിക്കാതെ ആത്മഹത്യയുടെ വക്കിലാണ് നിക്ഷേപകർ ഉള്ളത്. പറഞ്ഞതുപോലെ കാരണം ആത്മഹത്യ അല്ലാതെ മറ്റു വഴികളില്ല എന്ന് നിക്ഷേപക സമിതി കൂട്ടായ്മയിൽ നിക്ഷേപകർ പറയുന്നുണ്ട്. മലപ്പുറം തെന്നല സർവീസ് സഹകരണ ബാങ്കിന്റെ കാര്യമാണ്. 100 കണക്കിന് നിക്ഷേപകരാണ് ഈ പണം തിരികെ കിട്ടാതെ ഇവിടെ വലയുന്നത്, ഇവരെ ബാങ്ക് കബളിപ്പിക്കുന്നത്. അവരടിവേര് മാന്തും. അതാണ് നമുക്ക് ഇനി നടക്കുള്ളൂ. നമ്മൾ ക്യാഷ് കിട്ടണമെങ്കിൽ ഈ കട്ട് കൊണ്ടുപോയവരുടെ അടിവേര് മാന്തണം. ഞാൻ എത്ര തവണ മിനിയാന്ന് ഞാൻ കയറി. ലാസ്റ്റ് ഞാൻ അവിടുന്ന് പറഞ്ഞത് ആ ഉക്കിൽ ഞാൻ തൂങ്ങുമെന്ന്. അത്രയും പ്രയാസത്തിലാ. മുന്നിൽ മരണം മാത്രമാണ്, മരണമില്ലാത്ത ഒന്നുമില്ല. അത്രയും കഷ്ടപ്പെട്ടിട്ട് വീട് പണി പൂർത്തിയാക്കാൻ. ഇനി എനിക്കൊന്നേ ഉള്ളൂ, ഞാൻ അതിന്റെ പേരിൽ മരണപ്പെട്ടാൽ ഈ ബാങ്കിൽ ആരൊക്കെ ഇരുന്നോ അവരാണ് അതിന്റെ ഉത്തരവാദി. ഇപ്പോഴുള്ള സെക്രട്ടറി, അവിടെ മുൻകഴിഞ്ഞ് പൊക്കിക്കോയ കള്ളമാരും അവരാണ് അതിന്റെ ഉത്തരവാദിത്വം മാത്രം ഞാൻ പ്രഖ്യാപിക്കാം. എല്ലാവരും നിങ്ങളുടെ കൂടെ എന്തിനും സപ്പോർട്ടാണ്. കൂട്ടായ്മയുടെ കൂടെ എപ്പോഴും ഉണ്ടാവും. എല്ലാവർക്കും എല്ലാ അഭിവാദ്യങ്ങളും. വിവിധ
ശിവദാസ് കർമ്മനം ചേരുകയാണ്. സങ്കടമുള്ള വാക്കുകളാണല്ലേ അനു, കാരണം അദ്ദേഹം കണ്ണ് നിറഞ്ഞുകൊണ്ടാണ് പറയുന്നത്. ചോദിക്കുന്നത് അദ്ദേഹം അങ്ങോട്ട് കൊടുത്ത പൈസയാണ് എന്നുള്ളതാണ്, അല്ലാതെ വായ്പയായോ കടമായോ ഒന്നും ചോദിക്കുന്നതല്ല. അങ്ങോട്ട് കൊടുത്ത പൈസ തിരിച്ചു ചോദിക്കുന്നതാണ്. പക്ഷെ അത് തരാൻ കഴിയില്ല എന്ന് പറയുമ്പോൾ ഒരു അധ്വാനം, ഒരു ജീവിതകാലത്തിൻ്റെ അധ്വാനം വെറുതെ ആയി പോകുന്നതിൻ്റെ സങ്കടം മുഴുവൻ ആ വാക്കുകളിലുണ്ട്. പക്ഷെ ആത്മഹത്യ ഒന്നിനും ഒരു പരിഹാരമല്ല എന്നുകൂടി പറഞ്ഞുകൊണ്ട് നമുക്കിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകാം. ശിവദാസ് കൺമനം ചെയ്യുന്നുണ്ട്. ശിവദാസ്, ഈ ഒരു അവസ്ഥയിലേക്ക്, ഇങ്ങനെയൊക്കെ ചിന്തിക്കേണ്ടി വരുന്ന ദുരവസ്ഥയിലേക്ക് അവിടെ നിക്ഷേപകരെ വീണ്ടും തള്ളിയിടുകയാണെന്നുള്ളതാണ് വാസ്തവം. എന്തെങ്കിലും തരത്തിലുള്ളൊരു ഇടപെടലാവട്ടെ ബാങ്കിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നുമില്ല. എന്താണ് നിക്ഷേപകർ പറയുന്നത്? വീണ സൂചിപ്പിച്ചതുപോലെ തന്നെ വലിയ ദുരിതത്തിൽ തന്നെയാണ് ഈ തെന്നല സഹകരണ ബാങ്കിൽ പണം നിക്ഷേപിച്ച ആളുകളെല്ലാം തന്നെ. നൂറുകണക്കിന് നിക്ഷേപകരാണ് ഇത്തരത്തിൽ വലിയ ദുരിതത്തിലായിരിക്കുന്നത്. കാരണം 5 ലക്ഷം മുതൽ 15 ലക്ഷവും 20 ലക്ഷം വരെ നിക്ഷേപിച്ച നിരവധി ആളുകൾ ഇവിടെയുണ്ട്. എല്ലാവരും സാധാരണക്കാരാണ്, അതായത് പ്രദേശവാസികൾ തന്നെയാണ്. മലപ്പുറം ജില്ലയിലെ തെന്നല ഭാഗത്താണ് ഈ ബാങ്ക് സ്ഥിതി ചെയ്യുന്നത്. തെന്നല സഹകരണ ബാങ്ക് ഏകദേശം 98 വർഷം പാരമ്പര്യമുള്ള ഒരു ബാങ്കാണ്. അതുകൊണ്ട് തന്നെ അത്തരത്തിൽ ഒരു വിശ്വാസ്യത ഉൾക്കൊണ്ടുകൊണ്ടാണ് ഈ ഭാഗത്തുള്ള ആളുകളെല്ലാം തന്നെ ഈ ബാങ്കിൽ പണം നിക്ഷേപിച്ചിരുന്നത്. പക്ഷേ ഇപ്പോൾ ഈ പണം തിരികെ ചോദിക്കുമ്പോൾ ബാങ്ക് കൈമലർത്തുകയാണ്. തങ്ങൾ നഷ്ടത്തിലാണ് എന്ന് പറഞ്ഞാണ് ഇവർ ഈ നിക്ഷേപകർക്ക് പണം നൽകാതിരിക്കുന്നത്. സാധാരണ ഭൂമി പണയം വെച്ചും അതോടൊപ്പം തന്നെ മക്കളുടെ വിദ്യാഭ്യാസത്തിനും അതുപോലെ തന്നെ വളരെ പ്രാഥമികമായ ആവശ്യങ്ങൾക്കെല്ലാം തന്നെ ഈ ബാങ്കിൽ പണം നിക്ഷേപിച്ചിരുന്നു. ആ പണം ആണ് ഇപ്പോൾ തിരികെ ചോദിക്കുമ്പോൾ അവർ കൈമലർത്തുന്നത്. പ്രായമായ ആളുകൾ വരെ കൂട്ടത്തിലുണ്ട്. ഇവർ ഒരു കൂട്ടായ്മ രൂപീകരിച്ചിട്ടുണ്ട്. ഈ ബാങ്കിനെതിരെ ഈ നിക്ഷേപകർ ഒരു കൂട്ടായ്മ രൂപീകരിച്ചിട്ടുണ്ട്. കൂട്ടായ്മയിൽ സംസാരിക്കുന്നതാണ് നമ്മൾ നേരത്തെ കണ്ട ആ നിക്ഷേപകന്റെ വാക്കുകൾ. ആത്മഹത്യ മാത്രമേ ഇനി തനിക്ക് മുന്നിൽ ഒരു മാർഗമുള്ളൂ എന്നാണ് അദ്ദേഹം പറയുന്നത്. അത്രയും വലിയ ബുദ്ധിമുട്ടാണ്, വീട് പണി പോലും പൂർത്തിയാക്കാൻ കഴിയുന്നില്ല, ഇത്തരത്തിൽ വലിയ ബുദ്ധിമുട്ടാണ് ഉള്ളത് എന്ന് ആ നിക്ഷേപകൻ പറയുമ്പോൾ അതിന്റെ ഒരു അവസ്ഥ നമുക്ക് ആ വാക്കുകളിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയും. കാരണം നിരവധി നിക്ഷേപകർ പല തവണ ഈ ബാങ്കിൽ കയറി ഇറങ്ങുന്നുണ്ട്. പക്ഷേ ബാങ്ക് അധികാരികൾ ഇപ്പോഴും കൈമലർത്തുകയാണ്. ബാങ്ക് നഷ്ടത്തിലാണ്, അതുകൊണ്ട് തൽക്കാലം ഈ പണം തരാൻ നിവൃത്തിയില്ല എന്നാണ് ബാങ്ക് പറയുന്നത്. അതുകൊണ്ട് തന്നെ നിക്ഷേപകർ ഇനി എന്തു ചെയ്യണമെന്നറിയാത്ത ഒരു അവസ്ഥയാണ്. മുഖ്യമന്ത്രിക്കും പ്രതിപക്ഷ നേതാവിനും സഹകരണ മന്ത്രിക്കും അടക്കം ഇവർ പരാതി നൽകിയിട്ടുണ്ട്. പക്ഷേ ഈ പരാതികളിലൊന്നും തന്നെ ഒരു പരിഹാരവും ഉണ്ടാകുന്നില്ല. മുഖ്യമന്ത്രി തന്നെ പറയുന്നുണ്ട്, ഈ സഹകരണ ബാങ്കുകളിൽ 1.5% ബാങ്കുകളിൽ മാത്രമേ ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ട് എന്ന് പറയുമ്പോൾ അത് ശരിയല്ല എന്ന് വ്യക്തമാക്കുന്നതാണ്. ഇത്തരത്തിൽ നിരവധി ബാങ്കുകളുടെ ഈ രീതിയിലുള്ള വിവരങ്ങൾ പുറത്തു വരുന്നതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം കരുവന്നൂരിന് ശേഷം നിരവധി ബാങ്കുകളാണ് ഇത്തരത്തിൽ നിക്ഷേപകരെ വഞ്ചിക്കുന്നതും അതോടൊപ്പം തന്നെ നിക്ഷേപകർക്ക് പണം കിട്ടാത്ത അവസ്ഥയിലേക്കും എത്തുന്നത്. ഇത്തരത്തിൽ നിരവധി ബാങ്കുകളുടെ വിവരമാണ് കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി പുറത്തു വരുന്നത്. അതിന്റെ ഒരു ഉദാഹരണം കൂടിയാണ്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു ബാങ്ക് കൂടിയാണ് ഇപ്പോൾ തെന്നല സർവീസ് സഹകരണ ബാങ്ക്. മുസ്ലിം ലീഗിന്റെ ഭരണ സമിതിയാണ് ഈ ബാങ്ക് ഭരിക്കുന്നത്. തുടക്കം മുതൽ തന്നെ UDF ആണ് ഈ ബാങ്കിന്റെ ഭരണസമിതിയായി ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഏകദേശം 98 വർഷം സേവനം ഉള്ളതുകൊണ്ടാണ് ഈ പ്രദേശത്തുള്ള ആളുകളെല്ലാം തന്നെ റിട്ടയറായ ആളുകളും അതോടൊപ്പം തന്നെ ജോലിയിലുള്ള ആളുകളും വീട് വിറ്റും അതോടൊപ്പം തന്നെ സ്ഥലം വിറ്റുമെല്ലാം കിട്ടിയ പണമെല്ലാം തന്നെ ഈ ബാങ്കിൽ ഒരുമിച്ച് കൊണ്ടുപോയി നിക്ഷേപിക്കുകയായിരുന്നു. ഇവർ തുടക്കത്തിലെല്ലാം തന്നെ ഇവർക്ക് പണം നൽകിയിരുന്നു. പക്ഷേ ഈ അടുത്ത കാലത്താണ്, ഏകദേശം 2 വർഷത്തിനുള്ളിലാണ് ഇത്തരത്തിൽ വലിയൊരു പ്രതിസന്ധി ഉണ്ടായത്. 2 വർഷത്തിനുള്ളിൽ ഇവർ പല ആവശ്യങ്ങൾക്കും നിക്ഷേപകർ പല ആവശ്യത്തിനും വേണ്ടി പണം ചോദിക്കുമ്പോൾ ബാങ്ക് പണം നൽകുന്നില്ല. 1 രൂപ പോലും ബാങ്ക് നൽകുന്നില്ല. ബാങ്ക് ഭരണാധികാരികളുടെ അടുത്ത് ഇവർ പോകുമ്പോൾ തങ്ങളുടെ കയ്യിൽ പണമില്ല. കാരണം കിട്ടാക്കടം ഒരുപാടുണ്ട്. കടം കൊടുത്ത ആളുകൾക്ക്, ലോൺ കൊടുത്ത ആളുകൾ ആ പണം തിരികെ നൽകിയിട്ടില്ല. അത് നൽകിയാൽ മാത്രമേ ഈ തിരിച്ച് നിങ്ങൾക്ക് നിക്ഷേപകർക്ക് പണം നൽകാൻ കഴിയൂ എന്നാണ് ബാങ്ക് പറയുന്നത്. പക്ഷേ അത്യാവശ്യ ചികിത്സയ്ക്ക് പോലും പണം ഇല്ലാതെ വലയുകയാണ് ഇപ്പോൾ ഇവിടുത്തെ നിക്ഷേപകർ. അതുകൊണ്ടാണ് ഇവർ തങ്ങൾക്ക് മുൻപിൽ ആത്മഹത്യ മാത്രമേ ഇനി വഴിയുള്ളൂ എന്ന് പറയുന്നത്. വീണ, ഓക്കെ, ശരി ശിവദാസ്. ഏറ്റവും ഒടുവിൽ പറഞ്ഞൊരു കാര്യമാണ്, ആത്മഹത്യ മാത്രമേ വഴിയുള്ളൂ എന്നൊരിക്കലും കരുതരുത്. മറ്റൊരുപാട് വഴികളുണ്ട്, നമുക്ക് അതിലേക്കൊക്കെ പോകാം. ഒരു പക്ഷേ ഈ വാർത്ത നമ്മൾ ഏറ്റെടുക്കുന്നതുമൊക്കെ ഇതിൻ്റെ ഭാഗമായി തന്നെയാണ്. ഒരിക്കൽ കൂടി ഒരു സാബുവിനെ കൂടി ഇനി സൃഷ്ടിക്കാൻ പാടില്ല എവിടെ നിന്നും എന്നുള്ള കാര്യം. കട്ടപ്പനയിൽ സാബുവിൻ്റെ ആത്മഹത്യ നൽകിയ ആഘാതത്തിൽ നിന്ന് നമ്മൾ ആരും മുക്തരല്ല. അതിനു മുൻപാണ് ഈ തെന്നല സഹകാരികളുടെ ഈ വിഷമം കൂടി നമുക്ക് മുമ്പിലേക്ക് എത്തുന്നത്. അവരുടെ വൈകാരികമായ പ്രതികരണം നമ്മൾ അതേ വിഷമത്തോടെ ഏറ്റെടുക്കുമ്പോഴും അല്ലെങ്കിൽ കേൾക്കുമ്പോഴും ഇതിന് പരിഹാരം കാണേണ്ടത് അധികൃതരുടെ മേലാണ്. അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലുള്ള വിപത്തുകൾ നമ്മൾ ക്ഷണിച്ചു വരുത്തുക തന്നെ ചെയ്യും എന്നുകൂടി. ഇപ്പൊ സാബുവിന്റെ ആത്മഹത്യ ഉണ്ടായി, അപ്പോൾ അതിന്മേൽ എന്ത് നടപടി
എടുക്കുന്നു എന്നുള്ളത് കൂടിയാണ് ഇവർക്ക് ആത്മവിശ്വാസം കൊടുക്കുന്നത് അല്ലെ. പോസിറ്റീവായിട്ട് നടപടികൾ ഉണ്ടായിക്കഴിഞ്ഞാൽ ഇത്തരത്തിൽ കഷ്ടത്തിലായി നിൽക്കുന്ന ആളുകൾക്കൊരു ഒരു പോസിറ്റീവ് ചിന്താഗതി ഉണ്ടാവും, ഒരു ശുഭാവത്തി വിശ്വാസത്തോടെ ഒരു ജീവിതത്തെ നേരിടും. പക്ഷെ എന്താണ് സാബുവിന്റെ ആത്മഹത്യയിൽ പിന്നീട് സംഭവിച്ചത് എന്നുള്ളതാണ്. അതെ, കാരണം ആരോപണ വിധേയരുടെ മൊഴികൾ പ്രത്യേക അന്വേഷണ സംഘം ഇന്ന് രേഖപ്പെടുത്തി തുടങ്ങും എന്നാണ് മനസ്സിലാക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ പോലീസ് ഇതുമായി ബന്ധപ്പെട്ട് വൈകി ഈ നടപടികൾ എടുക്കാൻ എന്നുള്ള ആരോപണം അവിടെ നിലനിന്നിരുന്നു. സാബുവിന്റെ ആത്മഹത്യക്കുറിപ്പിൽ പേരുള്ള കട്ടപ്പന റൂറൽ ഡെവലപ്മെന്റ് സഹകരണ സൊസൈറ്റി ജീവനക്കാരായ ബാങ്ക് സെക്രട്ടറി റജി എബ്രഹാം, ജീവനക്കാരായ ബിനോയ്, സുജമോൾ എന്നിവരുടെ മൊഴികൾ ആദ്യഘട്ടത്തിൽ രേഖപ്പെടുത്തും. സുബിൻ തോമസ് വിവരങ്ങളുമായി ചേർന്നു. സുബിൻ, ഈ മൊഴിയെടുപ്പ് എന്നുണ്ടായേക്കും? മറ്റു വിവരങ്ങൾ കൂടി. കട്ടപ്പനയിലെ നിക്ഷേപകൻ സാബുവിന്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് ആരോപണ വിധേയരായ ബാങ്ക് ജീവനക്കാരുടെയും അതുപോലെ തന്നെ ഈ സാബുവിനെ ഭീഷണിപ്പെടുത്തിയ ജില്ലാ കമ്മിറ്റി CPM ജില്ലാ കമ്മിറ്റി അംഗത്തിന്റെയും മൊഴി ഇന്ന് രേഖപ്പെടുത്തുമെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. VRCG ഉൾപ്പെടെയുള്ളവരുടെ മൊഴിയാണ് രേഖപ്പെടുത്തുക. ഈ പ്രധാനമായും ഈ ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തുന്നതിൽ പോലീസ് വലിയ താമസം എടുക്കുന്നു. അതായത് ഈ ആത്മഹത്യക്കുറ്റം ചുമത്താൻ പോലീസ് താമസം എടുക്കുന്നു എന്നുള്ള അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അല്ലെങ്കിൽ അത്തരത്തിൽ താമസിക്കേണ്ട ഒരു സാഹചര്യം എന്ത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യമായി ഇപ്പോൾ ഉയരുന്നത്. എന്തായാലും ഈ കൃത്യമായ തെളിവുകൾ ലഭിക്കാതെ ഈ ഒരു ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്താൻ കഴിയില്ല എന്നുള്ളതാണ് ഇപ്പോൾ നിലവിൽ അന്വേഷണ സംഘം വ്യക്തമാക്കിയിട്ടുള്ളത്. ഇതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണമാണ് പ്രാഥമികമായി നടന്നത്. CCTV ദൃശ്യങ്ങൾ പരിശോധിക്കുന്നുണ്ട്. കൂടാതെ സാബുവിന്റെ ഫോൺ ഫോറൻസിക് സംഘത്തിന് അയച്ചിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട വിശദമായ പരിശോധന അവിടെയും നടത്തുന്നു. അത്തരത്തിൽ കൃത്യമായ തെളിവുകൾ ലഭിക്കും. CCTV ദൃശ്യങ്ങളിൽ നിന്നുൾപ്പെടെ കൃത്യമായ തെളിവുകൾ ലഭിച്ച ശേഷം ആത്മഹത്യാ പ്രേരണ കുറ്റം ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്താനുള്ള ഒരു ശ്രമമാണ്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു നീക്കമാണ് പോലീസ് നടത്തുന്നത്. അതിന് വലിയ താമസം ഉണ്ടാകുന്നു എന്നുള്ളതാണ്, പോലീസിന്റെ ഭാഗത്ത് നിന്ന് വലിയ രീതിയിലുള്ള താമസം അതിനുണ്ടാകുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നിലവിൽ ഇന്നലെ ഈ ഇടുക്കി SP നേതൃത്വത്തിൽ ഈ ഒരു അന്വേഷണ സംഘം പ്രത്യേക യോഗം ചേർന്നിരുന്നു. ആ യോഗത്തിൽ കൃത്യമായ നിരീക്ഷണം നടത്തിയിട്ടുണ്ട്. ഏതൊക്കെ രീതിയിൽ ഈ കേസുമായി മുമ്പോട്ട് പോകാമെന്നുള്ളത്. നിലവിൽ ഈ കേസിന്റെ അന്വേഷണ ഉദ്യോഗസ്ഥനായ ASP ശബരിമല ഡ്യൂട്ടിയിലാണ്. അദ്ദേഹം തിരിച്ചെത്തിയ ശേഷം അതും കൂടുതൽ അന്വേഷണങ്ങൾ ഉണ്ടാവുക. അദ്ദേഹം ഉടൻ തന്നെ ഇത്തരത്തിൽ നിർണായകമായ ഒരു കേസായതുകൊണ്ട് തന്നെ അദ്ദേഹം ഉടൻ തന്നെ തിരികെ എത്തുമെന്നുള്ളതാണ് പോലീസ് ഉദ്യോഗസ്ഥർ നമുക്ക് ലഭിക്കുന്ന വിവരം. അതിൽ നിന്നും കൃത്യമായി ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട് മുമ്പോട്ട് തുടർ നടപടികൾ ഉണ്ടാകുമെന്നുള്ളതാണ് ഉണ്ടാകുമെന്നുള്ളൊരു പ്രതീക്ഷയാണ് ഈ കുടുംബത്തിനുള്ളത്. ഏതെങ്കിലും തരത്തിൽ ഈ ഒരു വീഴ്ച ഉണ്ടാകുന്നു, അല്ലെങ്കിൽ പോലീസിന്റെ ഭാഗത്തുനിന്ന് വീഴ്ച ഉണ്ടാകുന്നതെന്ന് കണ്ടാൽ മറ്റു പരാതികളുമായി മുമ്പോട്ട് പോകാനാണ് നിലവിൽ തീരുമാനിച്ചിട്ടുള്ളത്. എന്തായാലും ഈ ഒരു സാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട് സാബുവിന്റെ മരണത്തിന് കാരണക്കാരായ ഈ ആത്മഹത്യാക്കുറിപ്പിൽ സാബു പേരെടുത്ത് പറഞ്ഞിട്ടുള്ള ബാങ്ക് സെക്രട്ടറി റജി എബ്രഹാം, അതുപോലെ തന്നെ ജീവനക്കാരായ ബിനോയ്, സുജമോൾ, ഈ ബിനോയാണ് സാബുവിനെ മർദ്ദിക്കുകയും അസഭ്യം പറയുകയും ചെയ്തത് എന്നുള്ളതാണ് സാബു പറഞ്ഞിട്ടുള്ളത്, ഈ ആത്മഹത്യാക്കുറിപ്പിൽ പറഞ്ഞിട്ടുള്ളത്. ഇവരുടെ കൃത്യമായി അറസ്റ്റ് ചെയ്യണം, ഇവർക്കെതിരെ കൃത്യമായ നിയമ നടപടി ഉണ്ടാവണം എന്നുള്ള ഒരു ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുകയാണ് ഇപ്പോഴും കുടുംബം. ഓക്കെ, ശരി സുബിൻ. സംസ്ഥാനത്തെ വൈദ്യുതി പ്രതിസന്ധി പരിഹരിക്കാൻ ആണവ നിലയം സ്ഥാപിക്കണമെന്ന് കേന്ദ്ര നിർദ്ദേശം. 150 ഏക്കർ ഭൂമി കണ്ടെത്തിയാൽ ആണവ നിലയം സ്ഥാപിക്കാനുള്ള അനുമതി കേന്ദ്രം നൽകും. കാസർഗോഡ് ചീമേനി അനുയോജ്യമായ സ്ഥലമെന്ന് കേരളം അറിയിക്കുന്നു. കേന്ദ്ര വൈദ്യുതി മന്ത്രി മനോഹർ ലാൽ ഖട്ടറും മുഖ്യമന്ത്രിയുമായി ഇന്നലെ കൂടിക്കാഴ്ച നടത്തി. ടിൻഡു ദാസ് ചേരുന്ന വിവരങ്ങളുമായി. ടിൻഡു, മുഖ്യമന്ത്രി സന്ദർശിക്കുമ്പോൾ എന്ത് ഉറപ്പാണ് കേന്ദ്രം നൽകിയത്? എത്രത്തോളം പോസിറ്റീവായിട്ടുള്ളൊരു പദ്ധതിയിലേക്കാണ് ഇന്നലത്തെ ഈ കൂടിക്കാഴ്ച നീങ്ങിയത്? വീണ, നമുക്കറിയാം സംസ്ഥാനത്തെ നിലവിലെ വൈദ്യുതി പ്രതിസന്ധി എന്ന് പറയുന്നത് അത് അതിരൂക്ഷമാണ്. ഈ ഒരു സാഹചര്യത്തിലാണ് കേന്ദ്രം ഇത്തരത്തിൽ ആണവ നിലയങ്ങളെ പറ്റി ഒരു ആശയം മുന്നോട്ട് വയ്ക്കുന്നത്. നമുക്കറിയാം 2011 മുതലേ ഈ ആശയം മുന്നോട്ട് വയ്ക്കുന്നുണ്ടായിരുന്നു. പക്ഷേ കേരളം അതിൽ താല്പര്യം പ്രകടിപ്പിച്ചിരുന്നില്ല. അപ്പോൾ ഈ ഘട്ടത്തിൽ കേരളം അതിന് താല്പര്യം പ്രകടിപ്പിക്കുന്നുണ്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കേന്ദ്ര വൈദ്യുതി മന്ത്രി മനോഹർ ലാൽ ഖട്ടർ ഇന്നലെ മുഖ്യമന്ത്രിയും കേരള വൈദ്യുതി മന്ത്രി കൃഷ്ണൻകുട്ടിയുമായിട്ട് കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ആ കൂടിക്കാഴ്ചയിലാണ് ഇത്തരത്തിൽ ഈ സ്ഥലം കണ്ടെത്താനുള്ള ആ നടപടികളിലേക്ക് കടക്കാൻ കേന്ദ്രം ആവശ്യപ്പെടുന്നത്. 150 ഏക്കർ സ്ഥലമാണ് ഇത്തരത്തിൽ ആണവ വൈദ്യുതി നിലയം സ്ഥാപിക്കുന്നതിന് വേണ്ടത്. തോറിയം ഉപയോഗിച്ചുകൊണ്ടാണ് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുക എന്നൊരു ആശയത്തിലേക്ക് കടക്കുന്നത്. നമുക്കറിയാം കേരളത്തിന്റെ 9 ജില്ലകളിലൂടെയുള്ള കടൽ തീരങ്ങളിൽ തോറിയത്തിന്റെ സാന്നിധ്യമുണ്ട്. ഈ തോറിയത്തിൽ നിന്നും ആണവ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാം
എന്നൊരു ആശയമാണ് മുന്നോട്ട് വെക്കുന്നത്. ആദ്യത്തെ ആശയം എന്ന് പറയുന്നത് ആദ്യം ഈ അതിരപ്പള്ളി മേഖലയിൽ ഇത്തരത്തിൽ ആണവ നിലയം സ്ഥാപിക്കാമെന്നാണ് അറിയിച്ചത്. പക്ഷേ അവിടെ പ്രത്യേകമായിട്ടുള്ള ടൂറിസം പാക്കേജ് വരുന്നതായിട്ട് കേന്ദ്ര ടൂറിസ്റ്റ് വകുപ്പ് സഹമന്ത്രി സുരേഷ് ഗോപി കേന്ദ്രത്തിനോട് അറിയിച്ചിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ ഈ ആണവ നിലയങ്ങൾ വരുന്ന സ്ഥലത്ത് പ്രത്യേക ബഫർ സോണുകളായിട്ടൊക്കെ പ്രഖ്യാപിക്കും. അങ്ങനെയാണെങ്കിൽ അവിടെ ഒരു ടൂറിസം പദ്ധതി നടപ്പിലാക്കാൻ സാധിക്കില്ല. അതുകൊണ്ടാണ് കാസർഗോഡ് ചീമേനി തെരഞ്ഞെടുക്കുന്നത്. ഇവിടെ 150 ഏക്കർ സ്ഥലം കേരളം കണ്ടെത്തി കൊടുത്താൽ കേന്ദ്രം ഫണ്ട് അനുവദിച്ചുകൊണ്ട് ആണവ നിലയം ആണവ വൈദ്യുതി നിലയം സ്ഥാപിക്കാൻ സാധിക്കും. അവിടെ നിന്നും ആണവ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുക എന്നതാണ് ലക്ഷ്യം. പിന്നീട് വരുന്ന ആണവ കരാറുകളുമായി ബന്ധപ്പെട്ട ചർച്ചകളാണ് നടന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് 2025 മാർച്ച് ജൂൺ മാസങ്ങളിൽ NTCP തൽച്ചർ യൂണിറ്റിൽ നിന്ന് നൽകുന്ന വൈദ്യുതി വിഹിതം ഇപ്പോഴത്തെ നിന്നും 400 മെഗാവാട്ടായി ഉയർത്തുകയും അത് 5 വർഷത്തേക്ക് ലഭിക്കുന്ന രീതിയിലേക്ക് കരാറ് കൊണ്ടുപോകണം. അതോടൊപ്പം തന്നെ NTCP ബാർ നിലയത്തിൽ നിന്നും 2025 മാർച്ച് വരെയുള്ള 177 മെഗാവാട്ട് ജൂൺ വരെ നീട്ടണമെന്നും ഏപ്രിൽ മെയ് മാസങ്ങളിൽ ഈ വിഹിതം 400 മെഗാവാട്ടായി ഉയർത്തണമെന്നും ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതോടൊപ്പം തന്നെ രാജസ്ഥാൻ അറ്റോമിക് പവർ സ്റ്റേഷനിൽ നിന്ന് 350 മെഗാവാട്ട് മുൻഗണനാ അടിസ്ഥാനത്തിൽ ലഭ്യമാക്കണമെന്നും അറിയിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ബാറ്ററി വൈദ്യുതി സംഭരിക്കുന്ന സംവിധാനം പാക്കേജ് അതിൽ നിന്നൊക്കെ VGF ഫണ്ടും കേരളത്തിൽ ലഭ്യമാക്കണമെന്ന് അറിയിച്ചിട്ടുണ്ട്. എന്തായാലും ഒരുപക്ഷെ കേരളം കൈകൊടുക്കുകയാണെങ്കിൽ നല്ലൊരു പദ്ധതിയായിരിക്കും. നിലവിലെ പ്രതിസന്ധി പരിഹരിക്കാനും ഏറ്റവും പ്രയോജനമാവുന്ന ഒരു പദ്ധതിയായി തീരുമെന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. വീണ. ഓക്കെ, ശരി ടിൻഡു. തൃശൂർ പൂരം അലങ്കോലമായ സംഭവത്തിൽ പോലീസ് ഇടപെടൽ മറച്ചുവെച്ച് തിരുവമ്പാടി ദേവസ്വത്തെ പഴിചാരി പോലീസ് റിപ്പോർട്ട്. തിരുവമ്പാടി ദേവസ്വം ഭാരവാഹികളായ സുന്ദർ മേനോൻ, ഗിരീഷ്, വിജയ് മേനോൻ, ഉണ്ണികൃഷ്ണൻ, രവി എന്നിവർക്കെതിരെയാണ് റിപ്പോർട്ട്. പൂരം കലക്കിയത് തൽപരകക്ഷികളുടെ താല്പര്യപ്രകാരമെന്നും റിപ്പോർട്ടിൽ പറയുന്നു. രശ്മി കാർത്തികയും ആനന്ദ് പുത്തൂരും ചേരുന്നുണ്ട്. രശ്മി, ആദ്യം ഈ റിപ്പോർട്ടിൽ എന്താണ് പറയുന്നത്? വീഴ്ചകൾ ഒന്നും തന്നെ തുറന്നു പറയുന്നില്ല. തിരുവമ്പാടി ദേവസ്വത്തെ മാത്രം കുറ്റപ്പെടുത്തിക്കൊണ്ടുള്ളതാണ് റിപ്പോർട്ട്. തിരുവമ്പാടി ദേവസ്വത്തെ രൂക്ഷമായി വിമർശിച്ചുകൊണ്ടുള്ളതാണ് റിപ്പോർട്ട്. നമുക്കറിയാം, ഒരു മാസത്തിനകം വളരെ പെട്ടെന്ന് തന്നെ അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കുമെന്ന് പറഞ്ഞ ആ അന്വേഷണം ഏതാണ്ട് 6 മാസത്തോളം നീണ്ടുപോകുന്നു. അതിനുശേഷം ഈ റിപ്പോർട്ട് കൈമാറുന്നു. ഈ റിപ്പോർട്ട് പൂർണ്ണമല്ലാത്ത ഒരു സാഹചര്യത്തിൽ വീണ്ടും ത്രിതല അന്വേഷണം പ്രഖ്യാപിക്കുന്നു. ആ അന്വേഷണവും നിലവിൽ എവിടെ എത്തി എന്ന് അറിയത്തില്ല. വിവരാവകാശ പ്രകാരം ഉള്ള ചോദ്യത്തിന് ഈ റിപ്പോർട്ട് ലഭിച്ചിരുന്നില്ല. പിന്നീടാണ് ഇപ്പോൾ ഈ റിപ്പോർട്ടിലെ വിവരങ്ങൾ നിലവിൽ മാധ്യമങ്ങളിലൂടെ പുറത്തു വരുന്നത്. തൃശൂർ പൂരം കലക്കിയത് തിരുവമ്പാടി ദേവസ്വമാണ്. ഈ പൂരത്തിന് മുന്നോടിയായി തന്നെ ഒരു പ്രത്യേക യോഗ മാർച്ചിൽ ചേർന്നിരുന്നു. ആ യോഗത്തിൽ ഇത്തരത്തിൽ അവരുടെ ആവശ്യങ്ങൾ, അതായത് തിരുവമ്പാടി ദേവസ്വത്തിന്റെ ആവശ്യങ്ങൾ മുന്നോട്ട് വെക്കും. ആ ആവശ്യങ്ങൾ അംഗീകരിക്കാത്തത് കൊണ്ട് തന്നെ ഇത്തരത്തിൽ മുൻകൂട്ടി നിശ്ചയിച്ച പ്രകാരം പൂരം കലക്കും എന്നുള്ളതായിരുന്നു ഈ റിപ്പോർട്ടിൽ പ്രധാനമായും പറയുന്നത്. ഏതാണ്ട് 500 പേജുള്ള ഈ റിപ്പോർട്ടിലെ ആദ്യ 50 പേജുകളിലാണ് ഈ കണ്ടെത്തലുകൾ, അതായത് MR അജിത് കുമാറിന്റെ കണ്ടെത്തലുകളാണ് ഈ 50 പേജിലുള്ളത്. അതോടൊപ്പം തന്നെ ഈ ദേവസ്വം ഭാരവാഹികളായിട്ടുള്ള ഈ സുന്ദർ മേനോൻ, ഗിരീഷ് കുമാർ, വിജയ മേനോൻ, ഉണ്ണികൃഷ്ണൻ, രവി എന്നിവർ ഇതിനായി പ്രവർത്തിക്കുകയായിരുന്നു. തൃശൂർ പൂരത്തിന്റെ ആ സമയത്ത് തന്നെ 2 പന്തലുകളിലെയും ലൈറ്റ് ഓഫ് ചെയ്തു. ചില തൽപര കക്ഷികളുടെ താല്പര്യപ്രകാരമായിരുന്നു ഇടപെടൽ. എന്തായാലും പോലീസിന്റെ വീഴ്ചകൾ ഒന്നും തന്നെ ഈ റിപ്പോർട്ടിൽ പറയുന്നില്ല. അപൂർണമായിട്ടുള്ള റിപ്പോർട്ടാണ്. ദേവസ്വത്തെ മാത്രം ഇത്തരത്തിൽ ഈ ഭാരവാഹികളുടെ പേരും അതോടൊപ്പം തന്നെ പിന്നീട് ഈ 50 പേജിന് ശേഷമുള്ള മറ്റു പേജുകളിൽ ഉള്ള ആ 500 പേജുകളിൽ ഓരോരുത്തരുടെയും മൊഴികൾ, ഓരോ വ്യക്തികളുടെയും പേരുകൾ, അവർ തന്നിട്ടുള്ള മൊഴികൾ, അതാണ് ഈ റിപ്പോർട്ടിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഏതായാലും ഇത്തരത്തിൽ ഭാരവാഹികളുടെ പേരുകളും ദേവസ്വത്തിനെയും കുറ്റപ്പെടുത്തിക്കൊണ്ട് മാത്രം. ശരിക്കും അവിടെ ഈ ദേവസ്വം ഭാരവാഹികളുടെ പ്രതികരണങ്ങൾ കൂടി നമുക്ക് ആരായേണ്ടതുണ്ട്. തൃശ്ശൂരിൽ നിന്നുള്ള പ്രതികരണങ്ങൾ കൂടി നമുക്ക് പരിശോധിക്കേണ്ടതുണ്ട്. ആനന്ദ് പുത്തൂർ കൂടി ചേരുകയാണ്. ആനന്ദ്, ഈ പോലീസ് വീഴ്ചകളെ കുറിച്ച് ഒന്നും ഈ റിപ്പോർട്ടിൽ ഇല്ല എന്നത് തന്നെ ദുരൂഹത വർദ്ധിപ്പിക്കുന്ന ഒന്നാണോ? അങ്ങനെയാണോ വിലയിരുത്തേണ്ടത്? തീർച്ചയായിട്ടും മനു, അതായത് നമുക്കറിയാം തൃശ്ശൂർ പൂര ദിവസം അന്നുണ്ടായ സംഭവങ്ങൾ, പ്രത്യേകിച്ച് ഈ പോലീസിന്റെ അനാവശ്യമായിട്ടുള്ള ആക്രമണങ്ങൾ, നിയന്ത്രണങ്ങൾ മൂലം വലിയ പ്രതിസന്ധികൾ തന്നെയാണ് പൂരസമയം ഉണ്ടായതെന്നാണ് പൊതുവെയുള്ള അവിടെ ഉണ്ടായിരുന്ന ആളുകളും മറ്റ് ദേവസ്വം ഭാരവാഹികളും പറഞ്ഞത്.
മാത്രമല്ല സർക്കാരിന്റെ ഭാഗമായി നടന്ന ഈ ഒരു ത്രിതല അന്വേഷണത്തിലുടനീളം ഇത്തരത്തിൽ മൊഴി കൊടുത്തത്, അത് തിരുവമ്പാടി ദേവസ്വം മാത്രമല്ല ആരോഗ്യ പ്രവർത്തകരടക്കം മൊഴി കൊടുത്തത് പോലീസിനെതിരെ തന്നെയായിരുന്നു. അത്തരത്തിലുള്ള നിയന്ത്രണങ്ങൾ, അനാവശ്യമായിട്ടുള്ള ബാരിക്കേഡുകൾ വെച്ചുകൊണ്ടുള്ള ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന തരത്തിലേക്ക് പൂരം പരമ്പരാഗതമായിട്ടുള്ള രീതിയിൽ നടത്തുന്നതിനുള്ള തടസ്സങ്ങൾ സൃഷ്ടിച്ചത് പോലീസാണെന്ന് തന്നെയായിരുന്നു തിരുവമ്പാടിയുടെയും മറ്റെല്ലാവരുടെയും പൊതുവെയുള്ള പൊതുജനങ്ങളുടെ ഒരു അഭിപ്രായം. അതിനെ തുടർന്ന് തന്നെയാണ് അവിടെ പല ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരെയും സ്ഥലം മാറ്റുന്ന ഒരു തലത്തിലേക്ക് പോലും എത്തിച്ചത്. പക്ഷേ ഇപ്പോൾ റിപ്പോർട്ട് വരുമ്പോൾ തിരുവമ്പാടി ദേവസ്വത്തിനെ കുറ്റപ്പെടുത്തുന്ന തരത്തിലേക്കാണ് ഇപ്പോൾ ADGP റിപ്പോർട്ട് വരുന്നത്. ഈ പൂരം കണക്കാൻ വേണ്ടി തിരുവമ്പാടി ദേവസ്വം മുൻകൂട്ടി തീരുമാനം എടുത്തു എന്ന തരത്തിലാണ് റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നത്. എന്തായാലും ഇതിൽ കൂടുതൽ പ്രതികരണങ്ങൾ വരേണ്ടതുണ്ട്. തിരുവമ്പാടി ദേവസ്വത്തിന്റെ അടക്കം പ്രതികരണങ്ങൾ തേടുന്നുണ്ട്. അല്പസമയത്തിനകം തന്നെ പ്രതികരണങ്ങൾ ലഭ്യമാകും എന്ന് തന്നെയാണ് നമ്മൾ വിശ്വസിക്കുന്നത്. എന്തായാലും ഈ തിരുവമ്പാടിയെ മാത്രം കുറ്റപ്പെടുത്തിക്കൊണ്ടുള്ള ഈ റിപ്പോർട്ടിൽ ദുരൂഹത ഉണ്ടെന്ന് തന്നെയാണ് പൊതുവെയുള്ള ഒരു അഭിപ്രായം. ADGPയുടെ ഈ റിപ്പോർട്ട് പ്രകാരമെങ്കിൽ തിരുവമ്പാടി ദേവസ്വം മാത്രമാണ് പ്രതിസ്ഥാനത്തുള്ളത്. അങ്ങനെയെങ്കിലും ഈ അട്ടിമറി നടന്നു എന്നാണല്ലോ ഈ ADGPയുടെ റിപ്പോർട്ടും പറയുന്നത്. ഈ സൂചനകളൊന്നും പോലീസിന്റെ രഹസ്യാന്വേഷണ വിഭാഗത്തിനൊന്നും നേരത്തെ നൽകാൻ കഴിഞ്ഞില്ല. അപ്പോൾ അത് വീഴ്ചയും കൂടെയല്ലേ ആനന്ദ്? അത് തന്നെയാണ് ഉയരുന്ന പ്രധാനപ്പെട്ട ചോദ്യം. അതായത് ഈ മാർച്ചിൽ ഇത്തരത്തിൽ യോഗം നടത്തി എന്ന് പറയുമ്പോൾ അതിനുശേഷം 2 മാസത്തിന് ശേഷം നടന്ന തൃശ്ശൂർ പൂരത്തിന് ഇത്ര ഉണ്ടായിട്ട് പോലും ഇത്തരത്തിലുള്ള രഹസ്യാന്വേഷണ വിഭാഗമോ ഇന്റലിജൻസോ എന്ത് പണിയാണ് എടുക്കുന്നത് എന്നുള്ള ഒരു ചോദ്യം ഉയരുന്നുണ്ട്. പ്രത്യേകിച്ച് ഇത്രയും വലിയ പ്രധാനപ്പെട്ട ഒരു ആഘോഷം അട്ടിമറിക്കാനുള്ള ശ്രമങ്ങൾ നടന്നുവെന്ന് ഇതിൽ ആരോപിക്കുന്ന പോലെ നടന്നിട്ടുണ്ടെങ്കിൽ എവിടെയായിരുന്നു കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പ് എന്നുള്ള ഒരു ചോദ്യം ഉയരുന്നുണ്ട്. അതും തീർച്ചയായിട്ടും ഈ പോലീസിനെ തന്നെയാണ് ഇത്തരത്തിലുള്ള റിപ്പോർട്ട് പ്രതിക്കൂട്ടിലാക്കുന്നത്. എന്തായാലും ഈ കൂടുതൽ പ്രതികരണങ്ങൾ വരേണ്ടതുണ്ട്. അവസാനം തിരുവമ്പാടി ദേവസ്വത്തിന് മാത്രം കുറ്റപ്പെടുത്തിക്കൊണ്ട് തലയൂരാനുള്ള ശ്രമമാണോ എന്നുള്ള ഒരു സംശയവും പൊതുവെ ഉയരുന്നുണ്ട്. എന്തായാലും തിരുവമ്പാടിയുടെ പ്രതികരണം അല്പസമയത്തിനകം ഉണ്ടാകും എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ആനന്ദ്, ഈ തിരുവമ്പാടി ദേവസ്വം ഭാരവാഹികൾക്കെതിരെ മാത്രം ഇത് വരുമ്പോൾ തീർച്ചയായും അവരുടെ ഭാഗത്തുനിന്ന് ഒരു പ്രതികരണം ഉണ്ടാകേണ്ടതല്ലേ? കാരണം ഈ അവിടെ മൊഴി കൊടുത്തവരും ഈ ഇതിൽ അന്വേഷണത്തിനിടയിൽ സംസാരിച്ചവരുമെല്ലാം എന്തൊക്കെയാണ് നടന്നെന്നുള്ള കാര്യം കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഏകപക്ഷീയമായൊരു റിപ്പോർട്ട് എന്ന രീതിയിലല്ലേ ഇത് വരുന്നത്? ഈ തൃശ്ശൂർ പൂര ദിവസത്തിലുണ്ടായിട്ടുള്ള പോലീസ് ഇടപെടലുകളിൽ വലിയ വിമർശനം തന്നെ. പ്രത്യേകിച്ച് നാട്ടുകാരാണ് ഏറ്റവും ആദ്യം അത്തരത്തിലുള്ള വിഷയമായി രംഗത്തെത്തിയത്. പൂരപ്രേമികളാണ് ഇതിൽ പ്രതിഷേധിച്ചുകൊണ്ട് രംഗത്തെത്തിയിരുന്നത്. പ്രത്യേകിച്ച് ഈ ബാരിക്കേഡുകൾ വെച്ച് ഈ പൂര നഗരിയിലേക്ക് കിടക്കുന്നതിനോ പല പ്രധാനപ്പെട്ട ഈ ആചാരങ്ങൾ തടസ്സം കൂടാതെ നടക്കുന്നതിനോ എല്ലാം ഇത്തരത്തിലൊരു പോലീസിന്റെ ഇടപെടൽ കാര്യമായി തന്നെ ബുദ്ധിമുട്ടുണ്ടാക്കി എന്നുള്ള അഭിപ്രായം അതേ സമയത്ത് തന്നെ വരികയും തുടർന്നാണ് അത്തരത്തിലുള്ള ഒരു നടപടികൾ ദേവസ്വം കൈക്കൊണ്ടത് എന്നാണ് പൊതുവെ ദേവസ്വത്തിന് നേരത്തെ തന്നെ ഉണ്ടായിരുന്ന നിലപാട്. മാത്രമല്ല തിരുവമ്പാടി പാറമേക്ക മഠത്തിൽ സംയുക്തമായിട്ടാണ് അത്തരത്തിലുള്ള ചില തീരുമാനങ്ങൾക്ക് പ്രത്യേകിച്ച് ഇത്തരത്തിലുള്ള ഇടപെടലുകൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ തൃശ്ശൂർ പൂരം അതിന്റെ സുഗമമായിട്ടുള്ള നടത്തിപ്പിനെ എല്ലാ പ്രതിസന്ധികളും സൃഷ്ടിക്കും എന്നുള്ള ഒരു തീരുമാനത്തിന്റെ പുറത്താണ് ചില തീരുമാനങ്ങളിലേക്ക് എത്തിയത് എന്നാണ് നമുക്ക് ലഭിക്കുന്ന സൂചന. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള സർക്കാരിന്റെ ഈ അന്വേഷണത്തിൽ ആരോഗ്യ പ്രവർത്തകരടക്കം പോലീസിന്റെ ഈ ഒരു ഇത്തരത്തിലുള്ള നിയന്ത്രണങ്ങൾക്കെതിരെ മൊഴി കൊടുത്തിരുന്നു. നേരത്തെ തിരുവമ്പാടി ദേവസ്വം 2 തവണ മൊഴിയെടുത്തിരുന്നു. അവരും മൊഴി കൊടുത്തിരുന്നു. അപ്പോൾ VS സുനിൽകുമാറിന്റെ മൊഴിയെടുത്തിരുന്നു. അപ്പോൾ ഇതിനെല്ലാം ശേഷം ഇപ്പോൾ പൂരത്തിന് 2-3 മാസം മാത്രം ബാക്കി നിൽക്കുകയും ഈ അന്വേഷണ പുരോഗതി എന്നുള്ള ഒരു കാര്യത്തിലേക്ക് എത്താതെ പെട്ടെന്ന് ഈ തിരുവമ്പാടി ദേവസ്വത്തിന്റെ മേലിൽ ചാരിക്കൊണ്ട് രക്ഷപ്പെടാനുള്ള ഒരു ശ്രമമാണോ നടക്കുന്നത് എന്നുള്ള അതെ. എന്തായാലും വരും മണിക്കൂറുകളിൽ നമ്മൾ കൂടുതൽ പ്രതികരണങ്ങൾ കൂടി പ്രതീക്ഷിക്കുകയാണ് ഈ വിഷയത്തിൽ. ഇനി നമുക്ക് മറ്റൊരു വിശേഷ കാഴ്ചയിലേക്ക് കൂടി എത്താം. കാരണം നേരത്തെ പറഞ്ഞ അതെ ഭീമൻ നക്ഷത്രത്തിനുള്ളിൽ ഡൈനിങ് റൂം ഒരുക്കി മേശയും കസേരയും ഒക്കെ ഇട്ട് കേക്ക് മുറിച്ച് ക്രിസ്മസ് ആഘോഷിക്കുന്ന ഒരു ഫാമിലിയുണ്ട് പത്തനംതിട്ടയിൽ. കൂടൽ സ്വദേശി ബിജുവിൻ്റെയും ഫാമിലിയുടെയും നക്ഷത്ര കൂടാരത്തിനുള്ളിലെ വെറൈറ്റി ക്രിസ്മസ് ആഘോഷം കണ്ടു തന്നെ അറിയാം. ഇതാണ് നക്ഷത്രം, ഒരു 1.5 നക്ഷത്രം. ഇതിനുള്ളിൽ കയറാം, ഇരിക്കാം, ഭക്ഷണം കഴിക്കാം, വിശ്രമിക്കാം. ഒരു മുറിക്കുള്ളിലെ അത്യാവശ്യ സൗകര്യങ്ങളെല്ലാം നക്ഷത്രത്തിന് ഉള്ളിലും ഒരുക്കിയിട്ടുണ്ട്. ക്രിസ്മസ് വെറൈറ്റി ആക്കണം, വെറുതെ അങ്ങ് ആഘോഷിച്ചു വിട്ടാൽ പോരല്ലോ. ബിജുവിന്റെ ഈ ചിന്തയാണ് നക്ഷത്രത്തിന്റെ നിർമ്മാണത്തിന് പിന്നിൽ. അറുപതടി ഉയരമുണ്ട് ഈ ഭീമൻ നക്ഷത്രത്തിന്. 6 ദിവസം കൊണ്ട് നിർമ്മാണം. ക്രെയിൻ ഉൾപ്പെടെ സജ്ജമാക്കിയാണ് നിർമ്മാണം പൂർത്തിയാക്കിയത്.
6 ദിവസം നമ്മൾ രാവും പകലും ഒന്നിച്ച് പണിയുമായിരുന്നു. പണിഞ്ഞത് ഈ തറയിലിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അതിനുശേഷം ക്രെയിൻ ഒരു 65 അടി ഹൈറ്റുള്ള ഒരു ക്രെയിനാണ് വന്നത്. മിയ എന്ന് പറയുന്ന ഒരു ഇതിൻ്റെയാണ് ക്രെയിൻ വന്നത്. അവർ ക്രെയിനിൽ പൊക്കി തൂക്കി, പിന്നെ ഞങ്ങൾ അതിൻ്റെ സപ്പോർട്ടുകളെല്ലാം ഞങ്ങൾ സൈഡിൽ നിന്ന് കൊടുത്ത് കയറൊക്കെ കെട്ടി വലിച്ച് അങ്ങനെയാണ് നമ്മളിത് ഉയർത്തുന്നത്. ബിജുവിന്റെ ഐഡിയ കേട്ടപ്പോൾ ആദ്യം ഒന്ന് സംശയിച്ചുവെങ്കിലും പിന്നീട് ഭാര്യ സുമിയും ഹാപ്പിയായി. ഭീമൻ നക്ഷത്രം കിട്ടിയപ്പോൾ മക്കൾ ഗോഡ്സോണും ഗോഡ്ലിയും ഡബിൾ ഹാപ്പി. ഉദയ ജംഗ്ഷനിലുള്ള ഭീമൻ നക്ഷത്രത്തെ പറ്റി കേട്ടറിഞ്ഞ് നിരവധി ആളുകളാണ് ഇപ്പോൾ ഇവിടേക്ക് എത്തുന്നത്. വലിയൊരു സ്റ്റാറാന്ന് പറഞ്ഞു. അപ്പോൾ ഇങ്ങനെയൊക്കെയാണെന്നും ഞാൻ പ്രതീക്ഷിച്ചില്ല. ഇന്ന് വൈജാനെ സഹായിക്കാനും കുറേ ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. അവരുടെ എല്ലാം കൂടെ സപ്പോർട്ടൊക്കെ ആയപ്പോൾ നമുക്ക് നല്ലതായിട്ട് ചെയ്യാൻ പറ്റി. ഇപ്പം നല്ല സന്തോഷം തോന്നുന്നു. അവരുടെ കൂടെ കൂടിയോ? സ്റ്റാറിന്റെ വീഡിയോ നിന്ന് നോക്കുമ്പോൾ എല്ലാവരും നിൽക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ വണ്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോകുമ്പോൾ നല്ല രസമുണ്ടായിരുന്നു. ഇതെന്തുവാ, ഇതെങ്ങനെയാ വരുന്നതെന്നൊക്കെ ചോദിച്ചു. ഈ സ്റ്റാർ അതിനകത്ത് കഴിക്കാനൊക്കെ പറ്റും, എല്ലാം ഉള്ളൊരു സ്റ്റാറാന്ന് പറഞ്ഞു. വെൽഡിംഗ് വർക്ക്ഷോപ്പ് നടത്തുന്ന ബിജു നേരത്തെ നിർമ്മിച്ച വിമാനവും വൈറലായിരുന്നു. ജനം, പത്തനംതിട്ട. അങ്ങനെ ഈ വ്യത്യസ്തമായ ക്രിസ്മസ് ആഘോഷ കാഴ്ചകളോടുകൂടി നമ്മുടെ പുത്തൻപുലരിയുടെ സമയം കൂടി അവസാനിക്കുകയാണ്. എല്ലാ പ്രേക്ഷകർക്കും ശുഭദിനം നേരുന്നു. നന്ദി, നമസ്തേ. നമസ്തേ.